അദ്ദേഹം ഈ ആനന്ദൻ തന്നെയല്ലേ? നമ്മുടെ സ്വന്തം ആനന്ദൻ അല്ലേ? എനിക്കൊന്നും എല്ലാ കാലത്തും ഏറെ ഇഷ്ടമുള്ള ആനന്ദൻ. അതിന് പ്രധാനപ്പെട്ട കാരണം ചിരിയ. ശരിയാണോ? ഒരാളെ നമ്മളിലേക്ക് അടുപ്പിക്കുന്നത് എന്താ? എന്തോ അനികൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടോ ഗൗരവത്തിലിരിക്കുന്നവരും? ഗൗരവത്തിലിരിക്കുന്നവർക്ക് സുഹൃത്തുക്കൾ പറയും, അറിയാമോ? ശരിയല്ലേ? അതുകൊണ്ട് ബലം പിടിക്കണ്ട. ഇതെപ്പോഴും വഴിക്കുമ്പോൾ എന്നെ കണ്ടോ ചിരിക്കാതെ പോകാറില്ല. അത്രയും നേരാ. എപ്പം ആ ജോലിക്ക് അങ്ങോട്ട് പോകില്ലേ? അവിടെ രവീന്ദ്രമാഷ ഭാഗത്ത് ഒന്ന് കൈ കാണിക്കാതെ നമുക്കൊരു പോകില്ലാട്ടോ. അതാണ് നമ്മുടെ ഒരു നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെ. ആനന്ദൻ മാത്രമല്ല, ഷാജി, അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട മെമ്പർ കൃഷ്ണദാസ്, അതുപോലെ രണ്ടുപേര് പ്രസിഡന്റ് സെക്രട്ടറി കണ്ടില്ലേ? ഗൗരവത്തിൽ എന്താ പ്രശ്നം? അല്ല പിന്നെ ഇല്ലേ? എല്ലാം നിഷ്കളങ്കരായ സാധാരണ മനുഷ്യരല്ലേ? അപ്പൊ ഇതിലേറെ സന്തോഷമുള്ള മീറ്റിങ്ങുകളൊക്കെ എന്താണ്? അപ്പൊ നമ്മുടെ സംഘത്തിന്റെ പേര് തന്നെ കൂട്ടായ്മ എന്നാണ് അല്ലേ? പക്ഷെ ഈ മരം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇതേന്ന് പറയാ എന്റെ പിന്നിലാവരാ ഷാജിയ. ഏതായാലും പക്ഷെ അത് വളരെ ഭംഗിയായില്ലേ? ഇല്ലേ? ഒരു ഉത്സവം എന്നൊക്കെ പറഞ്ഞാൽ അത് വലിയ ധർമ്മം നിർവഹിക്കുന്നുണ്ടാണ്. അവർ തിരിച്ചൊന്നും സ്വീകരിക്കാതെ തണലും കായ്ക്കളും പൂക്കളും ഒക്കെ നൽകി നാടിനെ സേവിക്കുന്ന നിസ്വാർത്ഥ സേവനത്തിന്റെ വലിയ പ്രതീകമാണ് അതിന്റെ ദൃശ്യങ്ങൾ അല്ലേ? ഭൂമിയുടെ പച്ചപ്പ് കാത്തു സംരക്ഷിക്കുന്ന ആൾ. അങ്ങനെയൊക്കെ ഒരുപാട് ഗുണങ്ങൾ ഇതിലുള്ള അതൊക്കെ എന്തെങ്കിലും അങ്ങനെ ഏതായാലും അത് അങ്ങനെ ഇരിക്കട്ടെ. അപ്പൊ നമ്മൾക്ക് കാര്യങ്ങളിൽ കിടക്കാം. ഒരുപാട് നീട്ടി പറഞ്ഞതിലൂടെ കുട്ടികൾ കളിക്കാനൊക്കെ ഉണ്ടെന്നാണ് എനിക്ക് മനസ്സിലായത്. ഇതിന്റെ രീതി വെച്ചാൽ അരമണിക്കൂർ പറഞ്ഞ് 1 മണിക്കൂറായി പോകാറുണ്ട്. അതൊന്നും ഓഫാക്കുന്ന കാര്യം മറക്കണ്ട. എന്തെങ്കിലും കാര്യത്തിലേക്ക് കിടക്കാം. നമ്മള് ഇവിടെ നമ്മുടെ സ്വാശ്രയ സംഘം, അതായത് 19 കുടുംബമല്ലേ അതിലെ വരിക. അപ്പോ 19 കുടുംബങ്ങളുടെ ഒരു കൂട്ടായ്മയാണ്. ഈ കുടുംബങ്ങൾ എല്ലാം കൂടി ചേരുമ്പോൾ സത്യത്തിൽ ഒരു കൂട്ടുകുടുംബമാകും അല്ലേ? അങ്ങനെയല്ലേ? നമ്മളൊക്കെ ഓരോ കുടുംബമാണ്. ഈ ഓരോ കുടുംബങ്ങൾ ചേർന്നാൽ എന്താകും? അതൊരു വലിയ കൂട്ടുകുടുംബമായി 19 കുടുംബങ്ങൾ ചേർന്ന് അല്ലേ? സഹോദരി തർക്കമുണ്ട ഇപ്പൊ പറയണം? ഇല്ലല്ലോ. അതാ. അപ്പൊ ഇങ്ങനെ കൂടി ചേർന്നാലുള്ള ഗുണങ്ങൾ എന്താണെന്നാണല്ലോ പറയേണ്ടത്. പക്ഷെ അതെല്ലാം നിങ്ങൾക്ക് അറിയില്ല. അതെന്തൊരു പരിപാടിയാ? ഞാനിപ്പോ എന്താ പറയാ അല്ലേ? എന്നാലും പറയാൻ നോക്കട്ടെ. ഞാനൊരു ഉദാഹരണം നിങ്ങളെ പാലക്കാട്ടേക്ക് കൊണ്ടുപോട്ടെ. പാലക്കാട് വരെ പോവാ. ഓക്കെ. ഒരു 10 വർഷം മുമ്പ് പാലക്കാട് നടന്നൊരു സംഭവമാണ്. പാലക്കാട് NSS കോളേജിൽ ഒരു അധ്യാപികയുണ്ട്. ഈ അധ്യാപികയും അമ്മയും മാത്രമാണ് ഒരു വീട്ടിൽ താമസിക്കുന്നത്. അപ്പൊ ആ വീട്ടിലൊരു വേലക്കാരിയും വരും. പകല് വേലക്കാരി വന്നിട്ട് പോകും. അപ്പൊ ഈ വീട്ടിൽ പിന്നെ ഈ കോളേജ് അധ്യാപിക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉച്ച സമയത്ത് ഭക്ഷണം കഴിക്കാൻ വീട്ടിൽ വരും. അമ്മ തന്നെയല്ലേ ഉള്ളൂ. അങ്ങനെ വരും, പോകും. അങ്ങനെ ഒരു ദിവസം ഉച്ചയ്ക്ക് വരുന്ന സമയത്ത് ഈ വീടിന്റെ ഇടനാഴിയിൽ അവരുടെ അമ്മ കഴുത്തൊരു കത്തി വെച്ച് മുറിവേറ്റ് മരിച്ചു കിടക്കുകയാണ്. ആരെ കൊലപ്പെടുത്തിയതാണ്. മകൾ അവിടെ നിന്ന് വിളിച്ച് കരഞ്ഞു. ആളും കൂടി പോലീസ് വന്നു, കൊണ്ടുപോയി. മറ്റു ചടങ്ങുകളെല്ലാം കഴിഞ്ഞു. അതിനുശേഷം പോലീസ് അന്വേഷണം ആരംഭിച്ചു. എന്താണ് സംഭവിച്ചത്? ആരാണ് ഇത് ചെയ്തത്? അപ്പൊ അവർക്ക് സംശയം തോന്നാൻ ഇടയില്ലാത്ത വിധം ആ വീട്ടുകാരുമായി വളരെ ബന്ധമുള്ള ഒരു വേലക്കാരിയാണ് അവിടെ വരാറുള്ളത്. ആ വേലക്കാരിയുടെ പേര് ശാന്ത എന്നാണ്. ഇതുണ്ടായ സംഭവമാണ്. സാധാരണ നമ്മൾ ഉദാഹരണം കെട്ടിനെ വെച്ച് പറയും, ഇതുള്ളതാണ്. അപ്പൊ ഈ ശാന്ത എന്ന് പറയുന്ന വേലക്കാരിയെ കാണുന്നില്ല. അവര് വളരെ നല്ല ബന്ധമാണ് അമ്മയൊക്കെ ആയിട്ട്. അവരെന്ത് ചോദിച്ചാലും അമ്മ കൊടുക്കുന്നതാണ്. അങ്ങനെയുള്ള ഒരു പ്രശ്നം അവർക്കില്ല. സ്വന്തം മകളെ പോലെ കരുതുന്നതാണ്. അങ്ങനെയൊക്കെ കൊടുത്ത ആ വേലക്കാരി സംശയത്തിന്റെ ആവശ്യമില്ല. എങ്കിൽ പോലും പോലീസുകാരുടെ ഒരു ഇതുണ്ടല്ലോ. അവരവസാനം സംശയിച്ച് ഇവരെ പിടികൂടി കഴിഞ്ഞപ്പോൾ സത്യത്തിൽ സംഭവിച്ചത് അവർ തന്നെയാണ് ചെയ്തത്. അപ്പോൾ അവരെ പിടിച്ചുകൊണ്ട് വന്നു. അപ്പോൾ അവര് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമ്മയുടെ കഴുത്തിൽ ഏകദേശം ഒരു 3 പവനോളം ഉണ്ടായിരുന്ന മാലയുണ്ട്. അത് കൊണ്ടുപോയി 1 ലക്ഷം രൂപയ്ക്ക് വിറ്റിട്ടുണ്ട്. അപ്പോൾ തെളിവെടുപ്പിനെ കൊണ്ടുവന്നു. അങ്ങനെ അവസാനം ഇത് എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ ആ സ്ത്രീ പറഞ്ഞത് അവരുടെ ഭർത്താവ് 15 വർഷമായി മരത്തിൽ നിന്ന് വീണ് നട്ടല് തളർന്ന് കിടപ്പിലാണ്. വേറെ ആരും സഹായിക്കാനില്ല. അവർ ഈ കൂലിപ്പണിക്ക് അല്ലെങ്കിൽ ഈ വീട്ടുപണിക്ക് പോയിട്ട് കിട്ടുന്നതുകൊണ്ട് മരുന്നും ഭക്ഷണവും ഈ 15 വർഷത്തോളം നൽകി അദ്ദേഹത്തിന് അവസാനം ഒരു കഞ്ഞി വെച്ച് കൊടുക്കാൻ പോലും നിവൃത്തിയില്ലാതെ കടക്കണിയിലായി. ചികിത്സ ഒരുപാട് നീണ്ടപ്പോൾ ഒരുപാട് കടമായി. അങ്ങനെ കടം മൂത്ത് ബ്ലേഡിൽ നിന്നൊക്കെ പണം വാങ്ങി അവർ വീട്ടിൽ വന്ന് വളരെ മോശമായി ചീത്ത പറയാൻ തുടങ്ങി. അങ്ങനെ തിരിച്ചു കൊടുക്കാൻ ഏറ്റവും അത്യാവശ്യമായിട്ട് 25,000 രൂപ കൊടുത്തിട്ടില്ലെങ്കിൽ അവർക്ക് വീട്ടിൽ കയറാൻ പോലും പറ്റാത്ത നിലയിൽ ആ പണം കൊടുത്ത ആളിന്റെ ശല്യം മൂത്തപ്പോൾ അവരുടെ മനോനില തെറ്റിപ്പോയതാണ്. അങ്ങനെ അവസാനം അവരെന്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു അരിങ്കൊല അഥവാ ഒരു കൊലപാതകം നടത്തിയിട്ട് ആ സ്വർണം കൊണ്ടുപോയി വിട്ടിട്ട് ആ 25,000 രൂപ കൊടുത്തതിൽ നിന്ന് പിന്നീട് അവർ ഒരു ബ്ലൗസിനോ ഒരു നൈറ്റിക്കോ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ചായ കുടിക്കാൻ പോലും പൈസ എടുത്തിട്ടില്ല. 75,000 രൂപ അവരുടെ കയ്യിലുണ്ട്. ഇതെങ്ങനെ സംഭവിച്ചു? ഞാൻ പറഞ്ഞു വന്നത് ഇത് സംഭവിക്കാൻ ഇടയായത് ഈ കൂട്ടായ്മ പോലെ ഒരു സ്വാശ്രയ സംഘം അവിടെ ഇല്ലാത്തത് കൊണ്ടാണ്. പറഞ്ഞു മനസ്സിലായോ? നമ്മുടെ കൂട്ടായ്മ ഉണ്ടല്ലോ, ഈ സ്വാശ്രയ സംഘം അഥവാ ഇതുപോലുള്ള കൂട്ടായ്മകളില്ലേ. അപ്പൊ നമ്മുടെ ഈ
സ്വാശ്രയ സംഘം പോലെയുള്ള നമ്മുടെ മനുഷ്യരുടെ റെസിഡൻഷ്യൽ അസോസിയേഷൻ പോലുള്ള നല്ലൊരു കൂട്ടായ്മ എവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ സഹോദരി ശാന്ത എന്ന സഹോദരിക്ക് ഇങ്ങനെ ഒരു കൊലപാതകം ചെയ്യാൻ ഇടയാകുമായിരുന്നോ? അപ്പോൾ നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? കൂട്ടായ്മയുടെ ഒരു പ്രാധാന്യം പിടികിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് കണ്ണുള്ളപ്പോൾ അതിന്റെ പ്രാധാന്യം അറിയില്ല എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ ഇത് ആരംഭിച്ച എത്ര വർഷമായി? 19 വർഷം. അപ്പൊ പിന്നെ സ്വാഭാവികമായിട്ടും നിങ്ങൾക്കുണ്ടായ മാറ്റവും ഇതിന്റെ ഗുണഫലവും നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവില്ല. കാരണം അത് ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ശ്രദ്ധിക്കാറില്ല. പക്ഷെ നിങ്ങൾ വിചാരിക്കുന്നതിൽ എത്രയോ അത്ഭുതകരമായ പരിവർത്തനം ഗുണഫലം നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. അതിൽ ഒരു ഗുണമാണ് ഞാൻ പറഞ്ഞത്. മനുഷ്യർക്കിടയിൽ അങ്ങനെ കൂട്ടായ്മ ഉണ്ടെങ്കിൽ ഇത്തരം ഒരു സംഭവം ഉണ്ടായാൽ, ഇപ്പൊ ഷാജി അത് കുറെ വിവരിച്ചല്ലോ ഇവിടെ എന്താ ചെയ്യുന്നത് പറഞ്ഞില്ലേ. അപ്പൊ ഞാൻ പറഞ്ഞത് ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് അങ്ങനെ ഒരാൾക്കും നമ്മൾ ഇന്ന് അറിയാണ്, പെട്ടെന്ന് ഒരാൾ ആശുപത്രിയിലാണ്, അയാൾക്ക് വേഗം കയ്യിൽ നിന്ന് ചെലവ് ചെയ്യാൻ ആവശ്യമായ 10,000 രൂപ എടുക്കാനില്ല എന്നറിഞ്ഞാൽ നിങ്ങൾ ഉടനെ തന്നെ നിങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ, ഇപ്പൊ അത് എളുപ്പമാണ്, ഉടനെ തന്നെ എഴുതും നമ്മുടെ സ്വന്തം ഇന്നയാൾ മെഡിക്കൽ കോളേജിലാണ്, ഉടൻ തന്നെ അദ്ദേഹത്തിന് 10,000 കൊടുക്കണം, 10 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ഗൂഗിൾ പേ വഴി പൈസ കിട്ടും, നിങ്ങൾ കൈമാറിയിരിക്കും. ഈ നന്മ ചെയ്യുന്നിടത്ത് നമ്മൾ ഈ പറഞ്ഞതുപോലെയുള്ള ഗതികേട് ഉണ്ടാവില്ല. അപ്പൊ ഒന്നാമത്തെ കാര്യം മനസ്സിലായോ? ഓക്കെ ആണോ? അതാണ് ഞാൻ പറഞ്ഞത്. ഇനി അതേപോലെ തന്നെയാണ് നമ്മൾക്ക് വേറൊരു പ്രധാനപ്പെട്ട കാര്യം ഈ കൂട്ടായ്മയിൽ നടക്കുന്നുണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെയൊക്കെ ഒന്ന് ചെത്ത് മിനിക്ക് നല്ല ഭംഗിയാക്കുന്നുണ്ട്. മനസ്സിലായോ? അതായത് ഈ കല്ലിന്റെ എല്ലാ ഭാഗത്തും ഇങ്ങനെ കൂർത്തൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ അത് ഭംഗി ഉണ്ടാക്കുന്ന എങ്ങനെയാണ്? നല്ല ഉള്ളിക്കൊണ്ട് ചെത്തി മിനിക്ക് നല്ല ഭംഗിയാക്കും. മിനുസം വരുമ്പോഴല്ലേ നമുക്കിഷ്ടം, അല്ലെ? ഒരു ഗോളാകൃതിയിലൊക്കെ ആക്കിയാൽ നമ്മളിങ്ങനെ കൊണ്ടു നടക്കും. അതേപോലെ ഇവിടെ ഇരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഷാജി അടക്കം നിങ്ങളെയൊക്കെ ഈ സംഘം ചെത്തി മിനിക്കിട്ടുണ്ട്. ആനന്ദനൊക്കെ നേരത്തെ എങ്ങനെയായിരുന്നു? നേരത്തെ പറഞ്ഞില്ലേ? ഇപ്പൊ എങ്ങനെയുണ്ട്? സത്യല്ലേ? അതല്ലേ ഷാജി അത് പറഞ്ഞിട്ട് അത് ഞാൻ വെറുതെ പറഞ്ഞതല്ല. ഞാനും നിങ്ങളും ഒക്കെ ഈ നല്ല വസ്ത്രം ധരിച്ച് നല്ല മാന്യന്മാരായി നടക്കുന്നതിന് ഒരു പ്രധാന കാരണം എന്താ നിങ്ങൾക്കറിയോ? നമ്മൾ നാട്ടുകാരുടെ ഇടയിൽ ഇറങ്ങി നടക്കുന്നതുകൊണ്ടാണ്. തർക്കം ഉണ്ടെങ്കിൽ എഴുന്നേറ്റ് പറഞ്ഞോളൂ. ആർക്കെങ്കിലും തർക്കമുണ്ടോ? സത്യല്ലേ? നമ്മൾ ഒറ്റയ്ക്ക് ആരുമായിട്ട് ബന്ധമില്ലാതെ വീട്ടിൽ ഒറ്റയ്ക്ക് കഴിയുന്നവരാണെങ്കിൽ എല്ലാ കുഴപ്പമുണ്ടാക്കും. നമുക്ക് അപ്പൊ അവരറിഞ്ഞ് എനിക്കിപ്പോ എന്താ, ഞാനിപ്പോ ഓന്റെ ലൈവിലാണ് കിടക്കുന്നത്, കേട്ടില്ല? എങ്ങനെ നമ്മുടെ മക്കൾ പറയാറില്ലേ, സമൂഹവുമായി ബന്ധമില്ലാത്ത മക്കൾ പറയും, ഓരോടാ നീ ഇവിടെ വീട്ടിൽ കിടന്ന് ഒച്ചപ്പാടുണ്ടാക്കി അടുത്ത വീട്ടുകാർ കേൾക്കൂല, അതപ്പോ ഞാൻ അവരുടെ ചെലവിലാ. അല്ല പിന്നെ നമുക്കങ്ങനെ പറയാൻ പറ്റുമോ? ഞാൻ അറിയുന്നത് നമ്മുടെ ഷാജിയില്ലേ, ഇത് വന്നൊരു 10-25 കൊല്ലം മുമ്പുള്ള ഷാജിയാണോ ഷാജി? സത്യം മാത്രമേ പറയാവുള്ളൂ. ഈ ഇരുത്തിക്കൊണ്ട് അല്ലേ? ഇദ്ദേഹത്തിന് അത്യാവശ്യം ദേഷ്യം ഉണ്ടായിരുന്നില്ലേ? കൊണ്ടാണ്ട അമ്പാണ്. ഇപ്പോഴോ? ഇപ്പൊ മാറിയില്ലേ? എങ്ങനെ മാറിയതാ? പൊതുപ്രവർത്തന രംഗത്ത്, രാഷ്ട്രീയത്തിലും പൊതുരംഗത്തും ഈ പറഞ്ഞ നിങ്ങളുടെ സംഘത്തിലും ഒക്കെ ഇറങ്ങി പ്രവർത്തിക്കുമ്പോൾ എല്ലാം ചെത്ത് മിനുക്കി നല്ല മിനുസമുള്ളതായി. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട നല്ല കോർഡിനേഴ്സ് കേട്ടുണ്ടോ? പുഞ്ചിരി അത് കേട്ട് ഷാജി ഇപ്പൊ ആ നിലയിൽ എല്ലാവർക്കും പ്രിയപ്പെട്ട ആളായി മാറിയതിന് ഒരു പ്രധാനപ്പെട്ട പങ്ക് നമ്മുടെ കൂട്ടായ്മയ്ക്കുണ്ട്. സമ്മതിച്ചോ? ഇല്ലേ? ഇത് സത്യമാണ്, ഞാൻ വെറുതെ പറയില്ല. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നില്ല അല്ലേ? അതെന്റെ വിട്ടാണോ? കൊല്ലമില്ല. ഇതൊരു പ്രധാന ഘടകമാണ്. നമ്മളെല്ലാവരും നല്ല മനുഷ്യരായി മാറുന്നത് എപ്പോഴാണ്? ഞാൻ ചോദിക്കട്ടെ, നമ്മൾ കുടുംബശ്രീയിലൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ സംഘത്തിലുണ്ടെന്ന് വിചാരിക്കാം. ഈ സംഘത്തിലുള്ള ഒരു സ്ത്രീക്കോ പുരുഷനോ മനസ്സമാധാനത്തോടെ ഒരു വഴക്കുണ്ടാക്കാൻ പറ്റുമോ? എന്താ പ്രശ്നം? നാളെ കുടുംബശ്രീ മീറ്റിംഗ് ചെന്ന് നമ്മളെ സ്വാഗതം പറയുന്നു. അപ്പൊ അവർ പറയും നമ്മടി ഇന്നലെ അവിടെ മീറ്റിംഗ് നിന്ന് കേട്ടില്ലായിരുന്നു, അങ്ങനെ പറയാൻ നമുക്ക് പറ്റുമോ? അപ്പൊ നമ്മളെന്തായി? നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരും, നമ്മൾ നാളെ ആളുകളുടെ ഇടയിൽ ഇറങ്ങേണ്ടവരാണ്. അതുകൊണ്ട് നമ്മളെന്താക്കും? നമ്മൾ വഴക്കൊന്നും ഉണ്ടാക്കൂല, മിണ്ടാണ്ടിരിക്കും. അപ്പൊ നമ്മൾ സംസ്കാരമുള്ളവരാകുന്നത് എങ്ങനെയാണ്? ആളുകൾക്കിടയിൽ ഇങ്ങനെ ഇടപെട്ട് ജീവിക്കുമ്പോഴാണ്. അത് വലിയൊരു പ്രധാന കാര്യമാണ്. നമ്മുടെ കുടുംബത്തിലെല്ലാം അതിന്റെ ഗുണം കിട്ടും. അപ്പൊ അങ്ങനെ മാറുന്നതാണ് ഇതിന്റെ മറ്റൊരു ഗുണം എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ സാമ്പത്തിക കാര്യത്തിലേക്ക് ഞാൻ പറയേണ്ടതില്ലല്ലോ, പറയണം. നമുക്ക് ഇതുകൊണ്ടുള്ള ഇപ്പൊ പറഞ്ഞില്ലേ, നമുക്ക് ആവശ്യമുള്ള സന്ദർഭം കുട്ടികളെ പഠിപ്പിക്കുന്നതിന്, അവർക്ക് മെമ്മന്റ് കൊടുക്കുന്നതിന്, പ്രോത്സാഹിപ്പിക്കുന്നതിന്, വൈദ്യസഹായം കൊടുക്കുന്നതിന്, അതുപോലെ കടക്കണിയിലായ ആളെ സഹായിക്കുന്നതിന്, അല്ലെങ്കിൽ കല്യാണം നടക്കുമ്പോൾ പെട്ടെന്ന് കല്യാണമൊക്കെ ഒരു നല്ലൊരു ചെക്കനെ അല്ലെങ്കിൽ പെണ്ണിനെ കണ്ടു കിട്ടി, വേഗം നിശ്ചയിച്ച്, അപ്പോൾ ഉദ്ദേശിച്ച ഒരു 5 ലക്ഷം രൂപയുടെ ഏകദേശം ഒരു ചെലവ് വരും. നമ്മുടെ കയ്യിൽ 4 ലക്ഷം ഉള്ളൂ. ബാക്കി എന്ത് ചെയ്യും? അപ്പൊ വിവരം അറിയാം നമ്മളെല്ലാവരും കൂടെ എന്ത് ചെയ്യും? അങ്ങനെ നിങ്ങൾ കൊടുക്കാറില്ലേ? പെട്ടെന്ന് നമ്മൾ വായ്പയായിട്ടോ അല്ലാതെ ആയിട്ടോ അത്യാവശ്യങ്ങൾക്ക് പൈസ ഉണ്ടായി കൊടുക്കും. ഇതുപോലെ ഒരുപാട് നല്ല കാര്യങ്ങൾ അതിലൂടെയൊക്കെ നടന്നു പോകുന്നുണ്ട്. എന്നാൽ ഇതിനെല്ലാം അതേപോലെ തന്നെ അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ പൈസ കൊടുക്കുന്നതിനേക്കാൾ പ്രധാനമല്ലേ മനുഷ്യർക്ക് അറിവ് പകർന്നു നൽകുന്നത്? ആണല്ലോ. പൈസ കൊടുക്കുന്നത് കൊണ്ട് ആളുകൾക്ക് ഉണ്ടാകുന്ന നേട്ടങ്ങളെക്കാൾ പ്രധാനമാണോ അറിവ് നൽകുന്നത്? എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? ആലോചിച്ചിട്ട് ഉത്തരം പറഞ്ഞ സമയമുണ്ടല്ലോ. ഒരാൾക്ക് പൈസ കൊടുക്കുന്ന, ഒരാൾക്ക് 10,000 രൂപ കൊടുക്കുന്നതാണോ, അയാൾക്ക് ജീവിതത്തിൽ ഉപകരിക്കുന്ന നല്ലൊരു അറിവ് പകരുന്നതാണോ, ഏതാ കൂടുതൽ പ്രയോജനം എന്നാണ് നിങ്ങളുടെ അഭിപ്രായം?
പൈസയുടെ കുഴപ്പമൊന്നുമില്ല അല്ലേ? പക്ഷെ ആ പൈസ കിട്ടി 4 ദിവസം കൊണ്ട് തീർന്നു. എന്നാൽ അറിവാണെങ്കിലോ, അതിന് ഞാനൊരു ഉദാഹരണം പറയാം. ഒരു അമ്മയും മകനും, അമ്മയും മകന്റെ കഥ പറയട്ടെ. ഒരു അമ്മയും 12 വയസ്സായ ഒരു മകനും. നമ്മൾ ഈ പറയുന്നൊക്കെ പാവപ്പെട്ടവരെ കഥയെ പറയുന്നത്. അവരുടെ സങ്കടങ്ങളാണല്ലോ കഥ പറയാൻ എളുപ്പം. പൈസക്കാരുടെ എന്ത് പറയാൻ അല്ലേ? അതാണ്. ഏതായാലും ഈ 12 വയസ്സായ മകന്റെ അവരുടെ വീട്ടിലും ഈ അമ്മ ഇതുപോലെ തന്നെ നേരത്തെ ആ കുട്ടീൻ്റെ അച്ഛൻ മരിച്ചു പോയതുകൊണ്ട് കഷ്ടപ്പാടിലാണ്. കൂലിപ്പണിക്ക് അല്ലെങ്കിൽ വീട്ടുപണിക്കൊക്കെ പോയി കിട്ടുന്നതുകൊണ്ട് അതും പണിയൊന്നും ഇല്ലാത്തൊരു കാലം പണ്ടാണ്. അങ്ങനെ കഷ്ടപ്പാടിൽ അങ്ങനെ നീങ്ങാണ്. കുട്ടിക്ക് പല ദിവസവും ഭക്ഷണമൊന്നും കിട്ടാറില്ല, വീട്ടിൽ പട്ടിണിയാണ്, ചൂടുവെള്ളം കുടിച്ച് ഇറങ്ങുന്ന അവസ്ഥയൊക്കെ ഉണ്ട്. അപ്പൊ ആ ദുരിതാവസ്ഥയിൽ ഇരിക്കുന്ന ഒരു കുട്ടി ഒരു ദിവസം രാവിലെ ഇറങ്ങി റോഡിൽ കൂടി നടന്ന് വരമ്പിൽ കൂടി, വയലിന്റെ വരമ്പിൽ കൂടി പോകുമ്പോൾ അവിടെ ഇരിക്കുന്ന തോട്ടിൽ തോട്ടുപക്കത്തിരുന്ന ഒരാൾ ചൂണ്ടലിട്ട് മീൻ പിടിക്കുന്നുണ്ട്. ചൂണ്ടലിട്ട് മീൻ പിടിക്കുന്നത് എങ്ങനെയാണെന്ന് പറയണ്ടല്ലോ, എല്ലാവർക്കും അറിയാലോ അല്ലേ? ഇല്ലേ? ചിലപ്പോ എന്റെ ഭാഷയിൽ ചിലത് വ്യത്യാസം ഉണ്ടോന്ന് അറിയത്തില്ല. കറക്റ്റ് അല്ലേ? മനസ്സിലായല്ലോ? അപ്പൊ ചൂണ്ടലിട്ട് മീൻ പിടിക്കാം. എന്നിട്ട് നമ്മുടെ ഈ ഈർക്കിലില്ലേ, ഈർക്കിൽ പച്ച ഈർക്കിൽ ഇങ്ങനെ കെട്ടിയിട്ട് കോർത്തിടുന്ന അറിയാലോ? അങ്ങനെയൊക്കെ ചെയ്തിട്ടില്ലേ? അപ്പൊ അങ്ങനെ അതിൽ നല്ല മീൻ ഇങ്ങനെ കോർത്തിട്ടിരിക്കുന്നുണ്ട്, ഇയാൾ മീൻ പിടിക്കുന്നത്. ഇത് കണ്ടിട്ട് ഈ കുട്ടി അടുത്ത് ചെന്നപ്പോ നന്നായി വിശക്കുന്ന കുട്ടിയല്ലേ, ഒരു മീൻ കിട്ടിയാൽ തരക്കേടില്ല എന്ന് തോന്നിയിട്ട് ചോദിച്ചു, ചേട്ടാ ഒരു മീൻ തരുമെന്ന് ചോദിച്ചു. അയാൾ തിരിഞ്ഞു നോക്കിയിട്ട് പറഞ്ഞു തരൂലാന്ന് പറഞ്ഞപ്പോൾ കുട്ടിക്ക് പ്രതീക്ഷയോട് ചോദിച്ചു. കുട്ടിയുടെ സങ്കടം ആലോചിച്ച് നോക്കിയും ആ സങ്കടത്തിൽ കുട്ടി തിരിഞ്ഞു നടക്കുമ്പോൾ അയാൾ പറഞ്ഞു ഇങ്ങോട്ട് പാടാന്ന്. തിരിച്ചു വിളിച്ചു. അപ്പൊ തിരിച്ചു വിളിച്ചപ്പം എന്തിനാണെന്നറിയില്ല, വലിയൊരാളല്ലേ വിളിക്കുന്നു, അതുകൊണ്ട് കൂടി ചെന്നു. അപ്പോൾ അയാൾ എന്ത് ചെയ്യുന്ന അറിയാമോ, ഒരു വേറൊരു ചൂണ്ടൽ എടുത്തിട്ട് അതിൽ ഏറെ കോർത്തിട്ട് കയ്യിലോട്ട് കൊടുത്തിട്ട് പിടിക്കണം മീൻ പറഞ്ഞു. ഒരു മീൻ ചോദിച്ചിട്ട് തന്നൂല്ല, എന്നെ കൊണ്ട് പണിയെടുപ്പിക്കുകയാണോ എന്ന് മനസ്സിൽ വിചാരിച്ചു. ചോദിക്കാനുള്ള ധൈര്യമില്ലല്ലോ. ആ ദേഷ്യത്തിൽ അവൻ ആ വെള്ളത്തിൽ ഇട്ടിട്ട് ഇങ്ങനെ പിടിച്ചു. അപ്പൊ കൈ ദേഷ്യം കൊണ്ട് കൂടുതൽ വിറച്ചപ്പോൾ തന്നെ പെട്ടെന്നൊരു മീൻ കൊത്തി കഴിഞ്ഞപ്പോൾ അയാൾ പറഞ്ഞത് വലിക്കടാന്ന് പറഞ്ഞു. വലിച്ചെടുത്തപ്പോൾ വളരെ നീളമുള്ള വലിയൊരു വാളയോ അതുപോലെ വലിയ മീനാണ് കിട്ടിയത്. അപ്പോൾ അദ്ദേഹം ഒരു ഈർക്കിലെടുത്ത് അത് കോർത്ത് കൊടുത്തിട്ട് പറഞ്ഞു ഈ മീൻ നിനക്കുള്ളത് കൊണ്ടുകൊള്ളാൻ പറഞ്ഞു. എന്തൊരു സന്തോഷം കൊണ്ട് എനിക്ക് ചിരിക്കാൻ വയ്യെന്ന് കേട്ടില്ലേ? ഓടി വീട്ടിൽ ഓടി ചെന്ന് അമ്മേൻ്റെ കൈ കൊടുത്തു. ഇങ്ങനെ മീൻ കിട്ടിയതാണ് അമ്മയെന്ന് പറഞ്ഞു. അമ്മ അത് വെട്ടി വൃത്തിയാക്കി അത് റെഡിയാക്കി കറിയൊക്കെ വെച്ച് പിന്നെ തെരഞ്ഞു നോക്കിയപ്പോൾ പഴയ ഈ കുറിയരി കുറച്ച് കിട്ടി. അതിന് കഞ്ഞിയൊക്കെ നീട്ടി വെച്ച് അന്ന് രാത്രി അവർ നന്നായിട്ട് കഞ്ഞിയെ കുറിച്ച് രണ്ടുപേരും അത്യാവശ്യം അടുത്ത ദിവസം ഈ അടുത്ത കാലത്ത് ഏറ്റവും അധികം വയറൊക്കെ നല്ല വിശപ്പടങ്ങി. അങ്ങനെ അവര് ആ ദിവസം കഴിഞ്ഞിട്ട് ഈ കുട്ടിക്ക് രാത്രിയിൽ ഉറക്കം വരുന്നില്ല. എന്താണെന്നറിയോ? പിറ്റേ ദിവസം ഇയാളെ കണ്ട ഒരു മീൻ കിട്ടൂലേ? ഈ ടൂറ് പോകുന്നതിന് തലേ ദിവസം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? സ്കൂളിൽ പഠിക്കുമ്പോൾ എത്ര പ്രാവശ്യം എഴുന്നേറ്റ് ചോദിച്ചിട്ട് അമ്മയെ നേരം എടുത്തോ കിടന്നുറങ്ങടിയിരുന്നു അല്ലേ? ഓർമ്മയുണ്ടത്? ശരിയല്ലേ? ആ പോകാനുള്ള ആകാംക്ഷയിൽ ഉറക്കം വരത്തില്ല. ഇത് അതുപോലെ ഇവൻ നേരം കഷ്ടപ്പെട്ട് വെളുപ്പിച്ചു. അങ്ങനെ നേരം വെളുപ്പിന് 8 മണിയാകുമ്പോഴത്തേക്കും പല്ലൊക്കെ തേച്ച് ഇന്നലെ പോയ അതേ റൂട്ടിൽ പോയി. അവിടെ ചെന്നപ്പോൾ അയാൾ അവിടെ ഇരിപ്പുണ്ട്. അപ്പൊ അയാൾ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പൊ അയാളോട് അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോ മോനല്ലേ ഇന്നലെ വന്നത്? ഇങ്ങോട്ട് വാ, നീ ഇങ്ങോട്ട് വാ, നിന്നെ ഞാൻ മീൻ പിടിക്കാൻ പഠിപ്പിക്കാന്ന് പറഞ്ഞു. ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. എന്നിട്ട് ചൂണ്ടലെടുത്തിട്ട് ഏറെ കോർത്ത് ഇത് അങ്ങനെയാന്ന് പറഞ്ഞ് കാണിച്ചു കൊടുത്ത് പിടിക്കണമെന്ന് പറഞ്ഞു. 1, 2, 3 അങ്ങനെ 2, 3 ആയി കഴിഞ്ഞപ്പോ ഏറെ കൈ കൊടുത്ത് കോർക്കടാന്ന് പറഞ്ഞു. കോർത്ത് ഇവൻ ഉച്ച വരെ മീൻ പിടിച്ചു. നല്ലൊരു കോർമ്മൽ അല്ലെങ്കിൽ വീർക്കിൽ നിറഞ്ഞ മീൻ കിട്ടി. അപ്പൊ പിന്നെ അയാൾ പറഞ്ഞു ഇനി മതി മോനെ നിർത്താൻ പറഞ്ഞിട്ട് പറഞ്ഞു ഈ മീൻ നിനക്കുള്ളതാണ്, മാത്രമല്ല ഈ ചൂണ്ടലും നിനക്കുള്ളതാണ്, ഈ ചൂണ്ടലും നീ കൊണ്ടുകൊള്ളാൻ പറഞ്ഞു. അപ്പൊ ഈ മീനും ഈ ചൂണ്ടലുമായിട്ട് ഇവൻ വഴിയിൽ കയറി നടന്നിങ്ങനെ പോകുമ്പോൾ ആ വഴി ഒരു യാത്രക്കാരൻ വന്നു. ആ വണ്ടി നിർത്തി അയാൾ വെച്ച് ഇതെന്താ മീന്? പുഴമീനാണ്, ഇതെവിടുന്നാണ്? ഞാൻ ചൂണ്ടലിട്ട് പിടിച്ചതാണ്. ഇതെന്തിനാ? ഇത് ആർക്കെങ്കിലും കൊടുക്കാൻ പോവാണ്, എന്നാ എനിക്ക് തരുമെന്ന് ചോദിച്ചു. തന്നേക്കാന്ന് പറഞ്ഞു. എത്ര രൂപ വേണം? അപ്പൊ ഇവന് കണക്കറിയില്ല. അയാൾ ഒരു നല്ല മനുഷ്യനായിരുന്നു. ഈ കൂട്ടായ്മയിലുള്ള ആളായിരിക്കാനാണ് സാധ്യത. മാന്ത്രയിലെ അയാൾ എന്ത് ചെയ്തു, അന്ന് ഈ 10-20 കൊല്ലം മുമ്പ് നല്ലൊരു 1000 രൂപ എടുത്ത് കൈ കൊടുത്തു. 1000 രൂപ കൈ കൊടുത്തു. ആ മീൻ അവൻ കൊടുത്തിട്ട് ഇവൻ എന്ത് ചെയ്തു, നേരെ സൂപ്പർ മാർക്കറ്റിലേക്ക് പോയി. സൂപ്പർ മാർക്കറ്റിൽ ചെന്നിട്ട് അവിടെയുള്ള വീട്ടിലേക്ക് ആവശ്യമുള്ള ഉപ്പ്, മുളക്, മല്ലി തുടങ്ങിയ അരി തുടങ്ങിയ സകല സാധനങ്ങളും വാങ്ങി ഒരു സഞ്ചിയിലാക്കി തലയിലേക്ക് ഈ പറഞ്ഞ ചൂണ്ടലുമായിട്ട് ആ വീട്ടിലേക്ക് പടി കയറി ചെല്ലുകയാണ്. നല്ല സ്റ്റെപ്പ് കയറി ചെന്ന് അവിടെ ഇറക്കി വെച്ചു. അമ്മ കണ്ടു. അമ്മ വന്ന് ചോദിച്ചു എന്താ മോനെന്ന് ചോദിച്ചു. ഇത് അരി സാധനങ്ങളെല്ലാം ഞാൻ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയാന്ന് പറഞ്ഞു. മുക്കത്തുള്ള ഫാമിലി സൂപ്പർ മാർക്കറ്റിൽ നിന്ന്. അമ്മ ഞെട്ടി. മോനെ നീ എന്തായി ചെയ്തത്? അച്ഛനില്ലാതെ നിന്നിട്ടും പല വീടുകളിലും പോയി പാത്രം കഴിക്കും മറ്റും ജീവിക്കുമ്പോഴും ഈ കുടുംബത്തിന്റെ മാനം ഞാൻ കാത്തിട്ടുണ്ട്. നിന്റെ മോനെ നീ എന്താ ചെയ്തതെന്ന് ചോദിച്ചു. അപ്പൊ ആ മകൻ പറഞ്ഞു അമ്മ വിഷമിക്കണ്ട, അമ്മ സങ്കടപ്പെടണ്ട, ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. നിന്റെ അമ്മ എന്നെ പഠിപ്പിച്ചിട്ടില്ലേ, നമുക്ക് അർഹതപ്പെടാത്തതൊന്നും നാം ആരുടേതും എടുക്കരുതെന്ന് ഞാൻ എടുത്തിട്ടില്ല അമ്മേ. ഞാനിന്ന് അവിടെ പോയി ഇങ്ങനെ ഇരുന്ന് മീൻ പിടിക്കാൻ എന്നെ പഠിപ്പിച്ച് ഞാൻ മീൻ പിടിച്ചു അങ്ങനെ കൊടുത്ത് എനിക്ക് കിട്ടിയതാണ്. ബാക്കി 500 രൂപ അമ്മയുടെ കൈ കൊടുത്തു.
ഈ 500 രൂപയും അമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ചു. അപ്പൊ അമ്മയ്ക്ക് സമാധാനമായി. കാരണം മകൻ വഴിതെറ്റിപ്പോന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാം ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നം എന്താ? ഈ മക്കളെ കൊണ്ട് നാട്ടുകാർ നല്ലത് പറഞ്ഞു കേൾക്കാൻ വേണ്ടി മാത്രം, അല്ലേ? ഒരു വലിയ പണക്കാരാകണം എന്നതല്ല, നല്ല മക്കളാണ് എന്ന് പറഞ്ഞു കേൾക്കാൻ കഴിഞ്ഞാൽ അതിനേക്കാൾ വലിയൊരു സന്തോഷം ഷാജിക്കായാലും ആനന്ദനായാലും നമുക്ക് ആർക്കുമില്ല. ഉണ്ടോ? എല്ലാവരും അങ്ങനെ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് അമ്മ സമാധാനം. പിന്നെ എന്ത് ചെയ്തു? ഇത് വെച്ച് ഭക്ഷണമൊക്കെ കഴിച്ചു. അപ്പൊ പിന്നെ ഇനി ജീവിതത്തിൽ എങ്ങും പുറത്തിറങ്ങണ്ടാന്നല്ല തീരുമാനിച്ചത്. പിറ്റേ ദിവസം മുതൽ അവർക്ക് തോന്നി ദൈവം കാണിച്ചതൊരു വഴിയല്ലേ. ആ മകൻ പിറ്റേ ദിവസം ആ ചൂണ്ടലുമായിട്ട് ഓരോ തോട്ടുവക്കത്ത് പോയിരിക്കും, മീൻ പിടിക്കും. ആ മീൻ കിട്ടുന്നത് കൊടുക്കും. ആ കൊടുക്കുന്ന പൈസ സൂക്ഷിച്ചു വെച്ച് അവസാനം അവർ 2 ആടിനെ വാങ്ങി. ആ ആട് വെറ്റുവരിക്ക് കൂടുതൽ സമ്പത്തായി മാറി. പിന്നെ പശുവായി വളർത്തി. പിന്നെ ആ വീടിന്റെ സൈഡിൽ, റോഡ് സൈഡിലാണ് വീട്, അവിടെ ഒരു പീടി ഉണ്ടാക്കി. അവിടെ കച്ചവടം തുടങ്ങി. അമ്മയും മകനും കൂടി ആ കച്ചവടം പുരോഗതി നേടി വലുതായി. അങ്ങനെ നല്ല നിലയിലെത്തി. ഈ കുട്ടിക്ക് 26 വയസ്സായി. അപ്പോൾ ഒരു ദിവസം പത്രത്തിൽ ഒരു പരസ്യം വന്നു. നീണ്ട മുഖവും 2 കണ്ണും വട്ടമുഖവും ഒക്കെയുള്ള യുവതികളിൽ നിന്ന് മാതാപിതാക്കളുടെ ആലോചന ക്ഷണിക്കുന്നു പറഞ്ഞു. വിവാഹാലോചന ക്ഷണിക്കുന്നു പറഞ്ഞു. ലക്ഷണമൊത്തൊരു ആലോചന വന്നു. മംഗല്യം തന്തുനാനേന എന്ന പ്രാർത്ഥനയൊക്കെ ചൊല്ലി കല്യാണം നടന്ന് അവർക്ക് മക്കളൊക്കെ ആയി, സന്തതി പരമ്പരകളായി സുഖമായിട്ട് അങ്ങനെ ജീവിച്ചു പോയി. ഇനി ഈ പറഞ്ഞ കഥയിൽ എനിക്കൊരു ചോദ്യം ചോദിക്കാനുള്ളത്, ആ കുട്ടി ആദ്യത്തെ ദിവസം തന്നെ ചെന്ന് ചോദിച്ചപ്പോൾ ഒരു മീൻ കൊടുത്തു വിട്ടിരുന്നെങ്കിൽ ആ കുട്ടി ആരാകുമായിരുന്നു? നല്ല ഫോട്ടോഗ്രാഫറായിട്ട് ഒരു കുട്ടിയെ തിരുമുണ്ട് കേട്ടോ. അടുത്തൊരു എനിക്ക് ആദരിക്കണം. കുട്ടിക്ക് ഉത്തരം പറയാൻ പറ്റുമോ? ആരാകും ഈ കുട്ടി? ആദ്യം ചോദിച്ചപ്പോൾ തന്നെ ഒരു മീൻ കൊടുത്തു, അവനെ കൊണ്ടുപോയി. എന്താകും? ഒരു മടിയനായി തീരും എന്നാണ് ആ കൊച്ചുകുട്ടി പറയുന്നത്. പിണങ്ങൂലല്ലേ? ഇവിടെ നമ്മളെല്ലാം കുട്ടികളല്ലേ. വേറെ ആർക്കെന്നെ പറയാനുണ്ടോ? അതെങ്ങനെയാണ്? എനിക്ക് ലേശം കടന്ന് പറയാനാ തോന്നുക, അല്ലേ? ഒരു എരന്ന് പിച്ചക്കാരനെ പോലെ ആയിപ്പോ ഒരു ചായ വാങ്ങി തരുമോ, ഒരു മീൻ തരുമോ എന്ന് ഇച്ചിരി കൂടി താഴാൻ സാധ്യതയുണ്ട്. ഇല്ലെങ്കിലും മടിയനായി തീരും, അല്ലേ? സമ്മതിച്ചോ? അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചത്? ഒരു മീൻ നൽകുന്നതിന് പകരം മീൻ പിടിക്കാൻ പഠിപ്പിച്ചു കൊടുത്തു. എപ്പ ഇതിലൊരു വലിയ പാഠമുണ്ട്. ഇതൊരു ചൈനീസ് കഥയാണ്. എന്തായാലും മനസ്സിലാകുന്നത് ഇങ്ങനെ നമ്മൾ നേരത്തെ പറഞ്ഞാൽ പൈസ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സഹായം ചെയ്യുന്നതിനേക്കാളും വലുതാണ് അവനൊരു അറിവ് കൊടുക്കുന്നത്. അതുകൊണ്ട് ആ അറിവ് ഉപയോഗിച്ച് അവൻ രക്ഷപ്പെട്ടു, സന്തതി പരമ്പരകളായി സുഖമായി വാണില്ലേ. ഇതാണ് അറിവ് നൽകുന്നതിനെ പറ്റിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ഉപദേശം എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന് ഞാൻ പറഞ്ഞത്. അപ്പൊ അതുപോലെ ഈ നമ്മുടെ വീട്ടില് ഇപ്പൊ നമ്മുടെ കുടുംബത്തെ കുറിച്ച് പറയാനാണ് പ്രിയപ്പെട്ട ഷാജി പറഞ്ഞത്. ഇപ്പൊ നമ്മൾ ഉദാഹരണത്തിൽ നമുക്കറിയാം, നാട്ടിലെല്ലാം മനുഷ്യർ അത്യാവശ്യം നുണ പറയും. നിങ്ങളാരും പറയില്ലല്ലോ? ഇല്ലെന്ന് ഉറപ്പാ. മാത്രക്കാരും നുണ പറയത്തില്ല. സത്യം ഇല്ലേ? ആരും കേൾക്കാതെ പറയും ഇല്ലേ? കുറച്ച് പറയാത്ത മനുഷ്യന്മാരുണ്ടോ, അല്ലേ? ഏതായാലും പക്ഷെ വലിയ നുണകൾ പറയില്ലല്ലോ. അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ ആളുകളായി തീർന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദി ആരാന്നറിയോ? എല്ലാ മനുഷ്യരും അത്യാവശ്യം നുണ പറയാത്ത ഞാൻ കണ്ടിട്ടില്ല. ഉണ്ടാവുമായിരിക്കും, അല്ലേ? നമ്മളൊക്കെ ചില സമയത്ത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകുന്നത്. അതിന് കാരണം എന്ന് പറയുന്നത് നമ്മൾ പരിശീലനം കൊടുക്കുന്നതാണ് ഞാൻ കേട്ടത്. ശരിയാണെന്ന് അറിയില്ല. നോക്കാം നമുക്ക്. ഈ കുട്ടികൾ അല്ലെങ്കിൽ നമ്മളൊക്കെ നുണ പറയാൻ പരിശീലിച്ചതിൽ നമ്മുടെ വീടിന് വല്ല പങ്കുണ്ടോ? ഉണ്ടോ? കുട്ടി എന്നോട് തർക്കിക്കാൻ ധൈര്യമുണ്ടെന്ന് തോന്നുന്നു, അല്ലേ? എന്നാ നോക്കി ഞാൻ പറഞ്ഞുതരാം. ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഓടി നടക്കുന്നില്ലേ 1-2 പേര്, 2 വയസ്സ് 3 വയസ്സ്. ഈ ചെറിയ കുട്ടി അറിയാണ്ട് ഒരു ഗ്ലാസ് തട്ടിയിട്ടു, ടീപ്പോയി എന്ന്. പെട്ടെന്ന് ഗ്ലാസ് പൊട്ടി. അച്ഛൻ അപ്പുറത്തെ റൂമിലുണ്ട്. അമ്മ ഓടി വന്നു. എന്താ ആദ്യം പറയാ? കുട്ടി പേടിച്ച് വരച്ച് നിൽക്കാൻ 2 വയസ്സുകാരൻ. അമ്മ എന്താ വന്ന് പറയാ? അപ്പൊ അച്ഛൻ ചോദിക്കും എന്താന്ന് ചോദിക്കും. എന്താന്ന് ചോദിച്ചു കഴിയുമ്പോൾ ഒന്നുമില്ല പൂച്ച ഗ്ലാസ് പൊട്ടിച്ച്, അല്ലേ? ആണോ? ശരിയാണോ തെറ്റാണോ? നമ്മൾ നിർദോഷമായിട്ട് ആ കുഞ്ഞിന്റെ മനസ്സ് വേദനിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് പറഞ്ഞത്. എന്താ പറഞ്ഞത്? ഗ്ലാസ് പൊട്ടിച്ചത് പൂച്ചയാണ്. അങ്ങനെ പൂച്ചനെ ഓടിച്ചു. അപ്പൊ കുട്ടിക്ക് ഒരു പാഠം അവിടെ കിട്ടി. ഇങ്ങനെ എന്തെങ്കിലും ചെയ്താൽ ഇങ്ങനെ നുണ പറഞ്ഞു നിൽക്കാം. പിന്നെ കുട്ടി ഓടുന്നതിനിടയിൽ എന്ത് ചെയ്തു? ഇതിന്റെ മോനയ്ക്ക് പോയി തലയിടിച്ചു കുട്ടി വീണ് കരഞ്ഞു വരുമ്പോ അമ്മ ഓടി വന്നിട്ട് ആഹാ ഇങ്ങനെയാണോ? അപ്പൊ കുട്ടിക്ക് മനസ്സിലായി കുട്ടിയാണോ ഇത് ഇടിച്ചത്, തല്ലുകൊണ്ട് നടക്കാം. അപ്പൊ ഇങ്ങനെ നമ്മളെന്താ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വേറെ ആർക്കെങ്കിലും അടി വാങ്ങിച്ചു കൊടുക്കാമെന്നും നമ്മൾ പഠിച്ചു. ഇനി ഞാൻ നീട്ടി ഉദാഹരണം ഒരുപാട് പോകുന്നില്ല. അങ്ങനെ പറയുമ്പോൾ അത് ഒത്തിരി പറയാനുണ്ട്. ഇങ്ങനെയൊക്കെയാണ്. വേണമെങ്കിൽ വേറെ ഉദാഹരണം പറയാം. ഒരു വില്ലേജ് ഓഫീസർ എന്നോട് കൊണ്ട് മകനെ ഉപദേശിക്കാൻ പറഞ്ഞത് എനിക്കറിയാവട്ടാ. മേക്ക് സെറ്റുകാരൻ്റെ മോൻ അവനെ അതെല്ലാം ഞാൻ പഠിപ്പിച്ചതാ. തീർച്ചയായിട്ടും മാറി മാറി ചെക്കരുത് കേട്ടോ. ഞാൻ പഠിപ്പിച്ച് ഓർത്ത് ചെയ്താൽ മതി, ഇല്ലേ? ഏതായാലും അതിന് എന്ന് പറഞ്ഞാല് ഒരു വില്ലേജ് ഓഫീസർ മകനെ ഉപദേശിക്കണമെന്ന് പറഞ്ഞേ. അപ്പൊ എന്താ പ്രശ്നം? അത് മാഷേ, ഇവൻ സ്കൂളിൽ പോയിട്ട് വന്നാൽ അടുത്തിരിക്കുന്ന കുട്ടികളുടെ പെണ്ണ് പൊട്ടിച്ചോണ്ട് വരും. തെറ്റല്ലേ? നിങ്ങളങ്ങനെ ചെയ്യാറില്ലല്ലോ. ഇവന് എത്ര പെണ്ണാണെന്നറിയാം ദിവസം എടുത്തോണ്ട് വരുന്നത്.
ഞാൻ അവനോട് എത്ര പ്രാവശ്യം പറഞ്ഞു അറിയാമോ, പെൻ എടുക്കണ്ടടാന്ന്. കാരണം എന്താ പറയുക, ഞാൻ ഓഫീസിൽ നിന്ന് എത്ര പെന്നാ വീട്ടിൽ കൊണ്ടിട്ടേക്കുന്നത്. ഞാൻ കേട്ടില്ലേ, ഈ പുറകിലിരിക്കുന്നവർ കേട്ടോ, ഞാൻ ഓഫീസിൽ നിന്ന് എത്ര പെന്നാ വീട്ടിൽ കൊണ്ടിട്ടിരിക്കുന്നത്. പിന്നെ അവൻ അതിന്റെ ആവശ്യമുണ്ടോ? അവൻ പൊട്ടിക്കാണ്ടിരിക്കുവോ? സഹോദരി കൂടി കിട്ടിയോ? അപ്പൊ ആരാ കാണിച്ചു കൊടുത്തത്? അതുപോലുള്ള കുഴപ്പങ്ങൾ നമുക്കുണ്ടോ? അമ്പല കമ്മിറ്റി പിരിവിന് വരുമ്പോ നിങ്ങളല്ല, ചില ആളുകൾ ഇപ്പൊ അങ്ങനെ ആരും കേട്ടോ. പണ്ടൊക്കെ അങ്ങനെയാണല്ലേ, അച്ഛനോട് ഇല്ലെന്ന് പറയാൻ പറഞ്ഞു, കുട്ടികളെ പറയും അച്ഛനോട് ഇല്ലെന്ന് പറയാൻ പറഞ്ഞു. അപ്പോഴൊക്കെ നമ്മുടെ ഈ അറിയാതെയുള്ള ശീലങ്ങൾ എന്താണ്, ഈ സ്വഭാവങ്ങൾ എന്തായി മാറും. ചിലപ്പോൾ കുറച്ചൊക്കെ കുട്ടികളിൽ നുണ പറയാനുള്ള പരിശീലനം നമ്മൾ തന്നെ കൊടുക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ അത് പരിഹരിക്കാൻ വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾ ആലോചിക്കുക. നമ്മുടെ കുഞ്ഞുമക്കളൊക്കെ ഉള്ള വീടല്ലേ, അപ്പൊ അതിന് പകരം ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ ഒരു വീട്ടിൽ പറഞ്ഞു പോയാൽ ഒത്തിരി കുറച്ച് വേറെ കാര്യങ്ങൾ പറയാൻ വിചാരിക്കുന്നുണ്ട്. ഇപ്പൊ ഒരു കുട്ടി പെട്ടെന്ന് ഇങ്ങനെ ഗ്ലാസ് പൊട്ടിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പറയുന്നതിന് പകരം നമ്മളെ കുട്ടീനെ എടുത്തൊരു മുത്തം കൊടുത്തിട്ട് സാരല്ലോ ടേ എന്നൊക്കെ പറഞ്ഞ് അതിനെ സന്തോഷിപ്പിച്ചാൽ പോരെ. അതിന് പകരം പൂച്ച പൊട്ടിച്ചാന്ന് പറയണ വല്ല കാര്യമുണ്ടോ? പക്ഷെ മാന്ത്രക്കാർ പറയില്ലല്ലോ. അതാ. പിന്നെ വീട്ടിൽ ഇടയ്ക്ക് നിങ്ങളുടെ വീട്ടിൽ വഴക്കുണ്ടാക്കാറുണ്ടോ? അത് ഞാൻ മാത്രമേ ഉള്ളൂ? അയ്യേ വീട്ടിൽ വഴക്കയില്ല, ഞാൻ വിശ്വസിച്ചിട്ട് വേണ്ടേ? അല്ല പിന്നെ ഇത് കലിയുഗമാണെന്ന് കേട്ടോ. കലിയുഗത്തിൽ പറയുന്നതെന്ന് അറിയാം. ഈ ആദ്യകാലത്തുള്ള പിന്നെ കൃതയുഗം അല്ലെങ്കിൽ സത്യയുഗം തൊട്ടിങ്ങോട്ട് പോരുന്ന അത് വേറെ വിഷയം. കലിയുഗത്തിൽ മാത്രം പറയാം. അതിൽ പറഞ്ഞിരിക്കുന്നത് ഈ എന്താണ്, അസുരനും ദേവനും ഒരാളുടെ ഉള്ളിൽ തന്നെയാണ്. ദേവനും അസുരനും ഒരാളുടെ ഉള്ളിലാണ്. ആദ്യത്തെ യുഗമാണ് സത്യയുഗം അല്ലെങ്കിൽ കൃതയുഗം. ആ കൃതയുഗത്തിൽ ഇത് രണ്ട് ഗ്രഹങ്ങളിലാണ് പറഞ്ഞത്, സ്വർഗത്തിലും നരകത്തിലും. സ്വർഗത്തിൽ ദേവന്മാരും നരകത്തിൽ അസുരന്മാരും. അത് കഴിഞ്ഞിട്ട് പിന്നെ രണ്ട് രാജ്യങ്ങളിലായി മാറി അടുത്ത യുഗത്തില്, ത്രേതായുഗത്തില്. അതെവിടെയെന്ന് അറിയാമോ? ഒന്ന് ലങ്കയിലും ഒന്ന് അയോധ്യയിലും. കേട്ടില്ലേ? പിടികിട്ടിയോ? കിട്ടിയവർക്ക് മനസ്സിലായി, ബാക്കി വിശദീകരിക്കുന്നില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ രണ്ട് കുടുംബങ്ങളിലായി ദ്വാപരയുഗത്തില്. രണ്ട് കുടുംബം ഏതാണെന്നറിയോ? ദേവന്മാരും അസുരന്മാരും. ഒന്ന് പാണ്ഡവരുടെ കുടുംബം, മറ്റൊന്ന് കൗരവരുടെ കുടുംബം. ഇപ്പൊ പറയുന്നത് എന്താണെന്നറിയാം, ഒരേ മനുഷ്യന്റെ ഉള്ളിൽ തന്നെ ആയിരുന്നു. ഏത്? ദേവനും അസുരനും. അത് ദേവനും അസുരനാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ വിളിക്കുന്ന ഒക്കെ ദേവന്മാരാ അല്ലേ? ഇപ്പൊ ഇരിക്കുന്നവരൊക്കെ ദേവന്മാരാ. ഇനി രാത്രി 10:30-ക്ക് ശേഷം വീട്ടിന്റെ അടുത്തേക്കൊക്കെ വന്നാൽ ചിലപ്പോൾ അസുരന്മാരെ കാണാൻ പറ്റും. പണ്ട് ഒണീഡ ടിവിന്റെ പരസ്യം കേട്ടിട്ടുണ്ടോ? ആർക്കെങ്കിലും ഓർമ്മയുണ്ട്? അത് കൊമ്പൊക്കെ വെച്ചിട്ട് അങ്ങനെ മുഖമൊക്കെ തോന്നി ചിലപ്പോൾ നമ്മളെന്താവും, നമ്മൾ ഇവിടെ ഇരിക്കുന്ന രീതിയൊക്കെ പറഞ്ഞു. ഇന്നോട് ഞാൻ എത്ര വട്ടം പറഞ്ഞതാണ് ഈ കഞ്ഞിക്ക് ഇത്ര ഉപ്പിട്ടൊക്കെ പറഞ്ഞ് നമ്മൾ ഉണ്ടാവൂലേ, ആണി കുടിച്ച മനുഷ്യാന്നൊക്കെ പറയുന്നത്. നിങ്ങളല്ലട്ടോ അത് തെറ്റിദ്ധരിക്കരുത്. അപ്പൊ അങ്ങനെയൊക്കെ ചിലപ്പോൾ എന്താവും, നമ്മൾ അറിയാണ്ട് ചൂടാവാറുണ്ട്. അപ്പൊ ഈ വഴക്കുണ്ടാക്കാതിരിക്കാൻ ഞാൻ ചില മരുന്ന് തന്നാൽ നിങ്ങൾ സ്വീകരിക്കുമോ? ഉറപ്പാണോ? കുറെ മരുന്നുണ്ട്, അതിൽ ഏത് മരുന്ന് ആദ്യം കൊടുക്കുക? തൽക്കാലം ഒരു മരുന്ന് കൊടുക്കുക. ഒരു അമ്മ, ഞാൻ നേരത്തെ താമസിച്ചുകൊണ്ടിരുന്ന നാട്ടിൽ ഒരു അമ്പലമുണ്ട്. ആ അമ്പലത്തിൽ ഒരു സന്യാസി വന്നിട്ട് അദ്ദേഹം ഇങ്ങനെ ഇതുപോലുള്ള വീട്ടുകാര്യങ്ങളൊക്കെ പിന്നെ ആളുകളുടെ സങ്കടങ്ങളൊക്കെ കേട്ടിട്ട് അതിനൊക്കെ പരിഹാരം ഉണ്ടാക്കി കൊടുക്കുന്ന നല്ലൊരാളാന്ന് കേട്ടിട്ട് ഒരു ദിവസം രാവിലെ ഒരു 8 മണിയോട് കൂടി ഒരമ്മ മുടിയൊക്കെ ഇങ്ങനെ കൈകൊണ്ട് വാരി കെട്ടി നൈറ്റൊക്കെ കെട്ടി കുട്ടി ഓടി കതച്ച് ഇങ്ങനെ കയറി വന്നു. ഓടി കതച്ച് ആ സ്വാമിയിലൊക്കെ വന്നിട്ട്, സ്വാമിയെ എന്നെ രക്ഷിക്കണം. എന്താന്ന് ചോദിച്ചു. എന്റെ ഭർത്താവുണ്ടല്ലോ ദുഷ്ടൻ കാലൻ, എന്റെ ഭർത്താവ് ദുഷ്ടൻ കാലൻ, അയാൾ എന്നെ എപ്പോഴും തല്ലുവന്നു. അതെന്താ അങ്ങനെയൊക്കെ പറയാമോ ഭർത്താവിനെ കുറിച്ച്? ആ കോഴിക്കോട് ജില്ലയിൽ ഇങ്ങനെ തല്ലുന്ന ഒരു ഭർത്താവ് വേറെ ആർക്കുമില്ല, അതുകൊണ്ട് ആ സ്വാമി ഞാൻ പറഞ്ഞു പോയതാന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നിങ്ങളൊന്ന് ക്ഷമിക്ക്, ഇവിടെ ഇരിക്കും. എന്നിട്ട് അവരോട് കാര്യങ്ങളൊക്കെ ചോദിച്ച് എന്താണ് സംഭവം. അപ്പൊ പറഞ്ഞു, അദ്ദേഹം രാവിലെ ഒരു 7:30 ആകുമ്പോൾ ജോലിക്ക് പോകും, വൈകിട്ട് ഒരു 6 മണിക്കാണ് വരിക. ഈ പോകുന്നതിന് മുമ്പും തല്ലിട്ടു, വന്നാൽ പിന്നെ കിട്ടും. ഇത് സ്ഥിരം പരിപാടി. ഇത് എങ്ങനെ തല്ലുകൊള്ളാൻ പറ്റുമോ? എന്തൊരു കഷ്ടം. എന്നെ എന്റെ അച്ഛനും അമ്മയൊക്കെ എത്ര കഷ്ടപ്പെട്ടു. അത് ശരി. അപ്പൊ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോ ഏകദേശം കാര്യം സ്വാമിക്ക് മനസ്സിലായി. അപ്പൊ സ്വാമി പറഞ്ഞു, നിങ്ങൾക്ക് തല്ലി കിട്ടാതിരിക്കാനുള്ള ഒരു മരുന്ന് ഞാൻ തരാം. എന്താ പറയുക? അപ്പൊ നിങ്ങൾക്ക് അറിയുന്ന മരുന്നായിരിക്കും. എന്താണെന്ന് വെച്ചാൽ, ഇദ്ദേഹം എത്ര മണിക്കാണ് വരുന്നത്? രാത്രി 7 മണിക്കാകുമ്പോഴേ വരുന്നത്. അപ്പൊ വരുമ്പോൾ താഴെ എത്തുമ്പോഴത്തെ നമുക്കറിയാലോ. എത്താറാകുന്നതിന് മുമ്പ് നിങ്ങൾ അടുക്കളയിൽ നല്ല കരിങ്ങാലി വെള്ളം ഉണ്ടാക്കി വെക്കണം. കരിങ്ങാലി വെള്ളം കേട്ടോ, ആർക്കും പറഞ്ഞു കൊടുക്കണം. നിങ്ങൾക്കല്ല, നിങ്ങൾക്കില്ലല്ലോ പ്രശ്നം. അപ്പൊ ഈ കരിങ്ങാലി വെള്ളം എടുത്ത് വെച്ചിട്ട് എന്താക്കണം, ഭർത്താവ് കയറി മുറ്റത്തെത്തി കഴിയുമ്പോൾ നിങ്ങൾ വേഗം അടുക്കളയിലേക്ക് പോകണം. അടുക്കളയിൽ പോയിട്ട് അതൊരു ഗ്ലാസിൻ്റെ അകത്ത് 1/2 ഗ്ലാസ് കരിങ്ങാലി എടുത്തിട്ട് മനസ്സിലൊന്ന് പ്രാർത്ഥിക്കണം. അങ്ങനെ ദൈവമേ പ്രാർത്ഥിച്ചിട്ട് അത് വായിലൊഴിക്കണം. വായിലൊഴിക്കാം, പക്ഷെ കുടിക്കരുത്. വായിൽ നിറച്ചുണ്ടാവണം, കുടിക്കരുത് കേട്ടോ. വായി കിടന്നോട്ടെ, തുപ്പിക്കളയുകയും ചെയ്യരുത്. എന്നിട്ട് ഭർത്താവിന് വസ്ത്രമൊക്കെ എടുത്ത് കൊടുത്ത് ഭക്ഷണമൊക്കെ വിളമ്പി കൊടുത്ത് അദ്ദേഹം ഉറങ്ങിക്കഴിയുമ്പോൾ നിങ്ങൾ തുപ്പിക്കളയണം. പിന്നെ നേരം എടുക്കുമ്പോൾ അല്ലേ, രാവിലെ ഭർത്താവ് എഴുന്നേൽക്കുന്നതിന് തൊട്ട് മുമ്പ് നിങ്ങൾ ഇതേപോലെ തന്നെ ജീവനം എടുക്കണം, പ്രാർത്ഥിക്കണം, വായിലൊഴിക്കണം. ഭർത്താവ് ജോലിക്ക് പോയി കഴിഞ്ഞാൽ ആ സക്കയിൽ തന്നെ എന്ത് ചെയ്യണം, അത് തുപ്പിക്കളാം. ഇങ്ങനെ ഒരാഴ്ച പരിശോധിച്ച് നോക്കിയിട്ട് വരാൻ പറഞ്ഞു.
അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഈ അമ്മ ഇതേ സ്ഥലത്തേക്ക് ഓടി PT ഉഷ ഓടുന്നതിനേക്കാൾ വേഗത്തിലാ, സന്തോഷം കൊണ്ട് ഓടി കയറി വന്നിട്ട് പറഞ്ഞു, പൊന്നു സ്വാമി അങ്ങ് ദൈവം തന്നെയാ. എന്തെന്ന് വെച്ചാൽ അതിൽ പിന്നെ എന്റെ ഭർത്താവിനെ തല്ലില്ല എന്ന് മാത്രമല്ല, ഇത് ഇന്നലെ വാങ്ങി തന്ന സാരിയാന്ന് പറഞ്ഞു. നേരത്തെ പറഞ്ഞ കാലനാ, ഇപ്പൊ പറഞ്ഞത് എന്റെ ഭർത്താവ് അങ്ങനെ എനിക്ക് സാരി വാങ്ങി തന്നു. ഇപ്പോൾ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഉത്തരവാദിയെ കിട്ടിയോ? ആരാ അറിയോ? അറിയില്ല. അത് തന്നെ. അത് നേരത്തെ വേറൊരു കഥയിലുണ്ട്. രാജാവ് ഒരാളെ ഈ ഒരുപാട് പിന്നെ വൃത്തികളെല്ലാം പറഞ്ഞ് കുഴപ്പമുണ്ടാക്കി, എന്താണ് പറയുക, രാജ്യദ്രോഹമൊക്കെ സംസാരിച്ചതിന് നാട് കടത്താൻ വിധിച്ചൊരു കഥ കേട്ടുണ്ടോ? നാട് കടത്താൻ വെച്ചിട്ട് രാജാവിന് തോന്നി ഇയാൾക്കൊരു ഇളവ് കൊടുത്തേക്കാം, ആദ്യമായിട്ടല്ലേ. അപ്പൊ അയാൾ ഏറ്റവും ഈ ഭൂമിയിൽ ഏറ്റവും നികൃഷ്ടവും ഏറ്റവും നല്ലതുമായ വസ്തുവിന്റെ പേര് നാളെ നേരം വെളുക്കുന്നതിന് മുമ്പ് വന്ന് പറയാമെങ്കിൽ നിന്നെ വിട്ടേക്കാന്ന് പറഞ്ഞു. അപ്പൊ അയാൾ ഒരുപാട് ആലോചിച്ച് വീട്ടിൽ പോയി അവസാനം ഭാര്യ പറഞ്ഞു കൊടുത്തു, ഇയാളെ തൂക്കാൻ വെച്ച് എന്തുകൊണ്ടാ ഈ നാക്ക് ഉപയോഗിച്ച് ഒരുപാട് വൃത്തികൾ പറഞ്ഞിട്ടല്ലേ, അതേസമയം ഇതൊന്നും നല്ലതും പറയത്തില്ലേ. അപ്പം അത് പോയി പറഞ്ഞു, നാവാണ് ഏറ്റവും മോശമായി സംസാരിക്കാനും അതുപോലെ നല്ലതിനുള്ള ഏറ്റവും നല്ല വസ്തുവാണ് എന്ന് പറഞ്ഞ പോലെ ഇപ്പം നമുക്ക് ഞാനിത് പറഞ്ഞപ്പോൾ ഞാൻ ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിന്റെ നമ്മുടെ കോഴിക്കോടിലെ ശ്രീകണ്ഠേശ്വര ക്ഷേത്രം, ആ ക്ഷേത്രത്തിൽ ഉത്സവത്തോടനുബന്ധിച്ച് വിവിധ സ്ഥലങ്ങളിൽ കുടുംബസംഗമം നടത്തും. ആ സംഗമത്തിൽ കുറേ വർഷം മുമ്പ് ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മുടെ ഷാജിന്റെ പാർട്ടിയുടെ ഒരു കൗൺസിലർ, ഒരു സിനിമാ നിർമ്മാതാവിന്റെ ജ്യേഷ്ഠനായിരുന്നു, നമ്മുടെ ഐ വി ശശിന്റെ ഏട്ടൻ അനിയൻ, അദ്ദേഹത്തിന്റെ വൈഫായിരുന്നു, ഒന്ന് കൗൺസിലറാ. ആ പരിപാടിയിലുണ്ട്, അത് പേര് ഞാൻ മറന്നുപോയി. അവരാണ് പിന്നെ ആശംസ പറയുന്നത്. അപ്പൊ എന്നോട് ചോദിച്ചെന്ന് അറിയോ, നമ്മളിപ്പോ ഈ പറഞ്ഞില്ലേ, ഈ പറഞ്ഞ ജീരകോള ചികിത്സ അല്ലെങ്കിൽ കടിക്കാനുള്ള ചികിത്സ, അത് പറഞ്ഞു കഴിഞ്ഞപ്പോ ഏറ്റവും കൂടുതൽ തിരിച്ചതാരാന്നറിയോ? പുരുഷന്മാര്. അപ്പൊ അതിന് അവര് ചോദിച്ചു, അല്ല മാഷ ഈ മരുന്ന് സ്ത്രീകൾക്ക് മാത്രമുള്ളതാണെന്ന് ചോദിച്ചു. അതുകൊണ്ട് മാത്രമല്ലേ കൂട്ടായ്മക്കാരോട് പറയുന്നത് പുരുഷന്മാർക്കും പറ്റും. ഓക്കെ അല്ലേ? സമ്മതിച്ചോ? ഇത് വെറുതെ അല്ല പറഞ്ഞത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ വീട്ടിൽ ഏതെങ്കിലും തരത്തിൽ ചെറിയ കാര്യത്തിൽ നമ്മൾ പറയാറില്ലേ? ഞാനൊക്കെ അങ്ങനെ പറയാറുള്ളവരാ. നമ്മൾ കള്ളം പറഞ്ഞിരുന്ന കാര്യം ചിലപ്പോൾ നമ്മൾ അറിയാണ്ട് കുറച്ചൊക്കെ ദേഷ്യം വിട്ടുകൂടാ. അപ്പൊ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ ഓർത്താൽ ഇല്ലേ, ഇങ്ങനെ നമ്മൾ മിണ്ടാതിരുന്നാൽ പ്രശ്നം തീർന്നില്ലേ? ആ വീടിന്റെ സമാധാന അന്തരീക്ഷത്തിൽ കുട്ടികളുടെ സന്തോഷത്തിൽ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ ഓർമ്മ വരണം, ഞാനൊന്നും മിണ്ടാൻ പാടില്ല. അപ്പൊ ഒരാൾ പിന്നെ എന്ത് പറഞ്ഞ് മറ്റേ മിണ്ടാതിരുന്നാൽ പ്രശ്നം തീർന്നോ? പരീക്ഷിക്കാൻ പറ്റൂലേ? ഇതിനു മുമ്പ് അങ്ങനെ ആരെങ്കിലും രണ്ടുപേരും തമ്മിൽ വർത്താനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് ഇവിടെ തീരുമാനിക്കുക, ഒരാൾ മിണ്ടാതിരിക്കുക. അത് തോറ്റു കൊടുക്കലല്ലോ. സമ്മതിച്ചോ? എന്താ വൈഫ് സമ്മതിച്ചു? ഞാൻ കഴിച്ചില്ലായി, തിരിച്ചു പറ്റൂലോ ഇല്ലേ? ഞാൻ വെച്ചുണ്ടായിക്കോളാം. അപ്പൊ ഇതാണ് ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞത്. അതേപോലെ വേറെ സംഭവിച്ചു കഴിഞ്ഞാൽ, ഞാൻ പണ്ട് മണാശ്ശേരി താമസിക്കുന്ന സമയത്ത് ആ ഈ ടീഷർട്ടിന്റെ അടുത്ത് രാവിലെ അവിടെ പോകാൻ നിൽക്കുമ്പോൾ ഒരു അമ്മ ഒരു സഞ്ചി പിടിച്ച് നിൽക്കുക. അപ്പൊ എന്നെ കണ്ടപ്പോൾ കരയാൻ തുടങ്ങി. മാഷെ, ഞാൻ ചോദിച്ചാൽ എന്താ, ഞാൻ എന്റെ മോടെ വീട്ടിലേക്ക് പോകാൻ തുടങ്ങി. ഞാൻ ചോദിച്ചാൽ എന്താ മോടെ വീട്ടിലേക്ക് പോകുന്നത്? അതൊരു ചെത്തുകട. പിന്നെ കരയാൻ തുടങ്ങി. ഞാൻ ചോദിച്ചു, മോളുടെ വീട്ടിൽ പോകുന്നതിന് എന്തിനാ കരയുന്നത്? അപ്പൊ പറഞ്ഞ അതെന്റെ മാഷെ എന്റെ മോന്റെ സങ്കടം കണ്ടിട്ടാ. ഞാൻ ചോദിച്ചു, മോൻ എന്താ ഇത്ര സങ്കടത്തിന് കാരണം? അതോ എന്റെ മരുമോളുണ്ടല്ലോ, അവൻ കെട്ടിക്കൊണ്ടുവന്ന പെണ്ണില്ല, അവളെ ഒരു പണിയെടുക്കത്തില്ല. രാവിലെ എഴുന്നേറ്റ് അവൾ കസേരയിൽ ഇരുന്നൊരു പത്രം വായിക്കും. എന്റെ മോനാണ് ഓക്ക് കട്ടൻ ചായ ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ രണ്ടു മക്കളെയും കുളിപ്പിച്ചൊരുക്കി പുസ്തകക്കെട്ടൊക്കെ എടുത്ത് സഞ്ചിയൊക്കെ ആക്കി സ്കൂളിലേക്ക് അയക്കുന്നൊക്കെ എന്റെ മോനാ. ഞാൻ എന്റെ മോനെ എങ്ങനെ വളർത്തിയതാണെന്നറിയാവോ എന്ന് പറഞ്ഞ് കരഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ശരി, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം, അതിന് കരഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങൾ എങ്ങോട്ടാ പോകുന്നത് വെച്ചു. അപ്പൊ പറഞ്ഞ് ഞാൻ പറഞ്ഞ പോലെ തന്നെ മോളുടെ വീട്ടിലേക്ക് ചെത്തുകടവിലേക്ക് എനിക്കൊരു മോളും കൂടെ ഉണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, മോള് ചെത്തുകടവിൽ എവിടെയാ സ്ഥലം? പറഞ്ഞു, മോക്ക് എന്താ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. അപ്പൊ അമ്മ പറഞ്ഞു, മോക്ക് ഒരു കുഴപ്പമില്ല, അവർക്ക് അവിടെ പരമാനന്ദമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചാൽ അത് എങ്ങനെയാണ് അതിന്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ? അതോ അവിടെ അവർക്ക് ഒരു പണിയെടുക്കേണ്ട ഒക്കെ ഓൺ ചെയ്തോളൂ. അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചത്? ഇതൊക്കെ ഗുണപാഠങ്ങളാണ് അല്ലേ? ശരിയല്ലേ? നമ്മൾ എങ്ങനെയാണ് ആ വീട്ടിലേക്ക് വന്നു കയറിയ കുട്ടി എന്ന് പറഞ്ഞത് ഒരു 10-20 കൊല്ലം 25 കൊല്ലം മറ്റൊരു വീട്ടിൽ മറ്റൊരു സാഹചര്യത്തിൽ സ്നേഹങ്ങളെല്ലാം ഏറ്റുവാങ്ങി പരിലാളന ഏറ്റുവാങ്ങി ജീവിച്ച കുട്ടി നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ അവൾ അന്യായ കുട്ടിയാണ്. എന്നിട്ട് നമ്മളൊരു പുതിയ അച്ഛനും അമ്മയും വീട്ടുകാരുമായിട്ടുള്ള അന്തരീക്ഷത്തിൽ വരുമ്പോൾ ആ കുഞ്ഞിനെ ഏറ്റവും അധികം സ്നേഹത്തോടു കൂടി നമ്മുടെ മകൾക്ക് നൽകുന്നതിനേക്കാളും പരിഗണന നൽകി കാത്തു സൂക്ഷിക്കേണ്ടവരാണ് നമ്മൾ അല്ലേ? പലപ്പോഴും അതിന് പകരം എന്താക്കും? അതിന് പകരം എന്താ ചെയ്യാന്നറിയാവോ? കേട്ടിട്ടുണ്ടോ? അതിന് ഒരു സാമ്പത്തിക ശേഷിയുള്ള ഒരു വീട്ടിലെ മകൻ വേറൊരു പെൺകുട്ടിനെ സ്നേഹിച്ച് കല്യാണം കഴിച്ചു. ആ വലിയ കുഴപ്പമൊന്നുമില്ല, പെൺകുട്ടിക്ക് അത്യാവശ്യ സൗകര്യമൊക്കെ ഉണ്ട്. പക്ഷെ അമ്മയ്ക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ചെയ്യുന്നൊരു പണി എന്താണെന്നറിയോ? രാവിലെ പെൺകുട്ടി എഴുന്നേറ്റ് വരുമ്പോ അമ്മ അവിടെ ഇരുന്നോണ്ട് പറയും, ഓന്റെ ഒരു ഒറ്റ നിർബന്ധം കൊണ്ട് നടന്ന കല്യാണം. പിറ്റേ ദിവസം അത് തന്നെ ഓന്റെ നിർബന്ധം കൊണ്ട് മാത്രമാണ് കല്യാണം നടന്നത്. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? നമ്മൾ നോക്കണ്ട. ഓന്റെ ഒരു നിർബന്ധം കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? മകൻ അങ്ങനെ വാശി പിടിച്ചിട്ടാണ് ഈ കല്യാണം നടന്നത്. എന്ന് തന്നെ രാവിലെ
അപ്പൊ ഒരാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഈ കുട്ടി ഭർത്താവിനോട് ചോദിച്ചു, അമ്മേന്റെ മകനോട്, ഇതെന്താ ഞാൻ എല്ലാ ദിവസവും എഴുന്നേറ്റ് വരുമ്പോ ഈ അമ്മ ഇങ്ങനെ ഇങ്ങനെ ഒരു നിർബന്ധം കൊണ്ട് കെട്ടിതാന്ന് ഇങ്ങനെ പറയേണ്ട ആവശ്യം എന്താന്ന്. ഉടനെ മകൻ, പിന്നെ നീ വന്നിട്ട് ഒരാഴ്ചയായുള്ളൂ, നിന്റെ അമ്മനെ പഠിപ്പിക്കാനും നിൽക്കണ്ട കേട്ടോ. എങ്ങനെയുണ്ട് സംഗതി? കുഴപ്പമായോ? ഒറ്റ മാസം കൊണ്ട് ഡൈവോഴ്സ് ആയി. പിടികിട്ടിയോ എന്താ സംഭവിച്ചത്? ഇതെങ്ങനെ കൈകാര്യം ചെയ്യണമായിരുന്നു? അമ്മ എങ്ങനെ പറഞ്ഞ ഈ മകൻ എന്ത് ചെയ്യണമായിരുന്നു? സാരല്ല, അമ്മ എങ്ങനെയൊക്കെ പറയുന്നത് അത് നോക്കണ്ട എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്ന വരാം. നിന്റെ അമ്മേനെ ഒരാഴ്ചയോട് പഠിപ്പിക്കുക, ഇങ്ങനെയൊക്കെ പെരുമാറിയാ പോയില്ലേ? പിടികിട്ടിയോ? അതാണ്. അപ്പൊ ഏതായിരുന്നാലും ഇതുപോലുള്ള ഈ അമ്മയെ പോലുള്ള ആ ഉദാഹരണങ്ങളും തൽക്കാലം ഞാൻ നിർത്തുന്നു. അത് പറഞ്ഞ ഒരുപാടുണ്ട് ഉദാഹരണങ്ങൾ പറയാൻ വേണ്ടി. അപ്പൊ അങ്ങനെ മാത്രം പറഞ്ഞാൽ പറ്റൂലല്ലോ. പിന്നെ വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ളത്, നമുക്ക് ഈ മക്കൾ നമ്മളെ സ്നേഹിക്കണം ആഗ്രഹമില്ല നിങ്ങൾക്ക്? വയസ്സുകാലത്താണ് നമ്മുടെ ഇൻഷുറൻസ് ആണോ അല്ലേ? മക്കളെ കണ്ടും മാമ്പൂ കണ്ടും വേണ്ട അല്ലേ? പക്ഷെ കൊതിക്കാൻ പറ്റുന്ന എൻ്റെ അഭിപ്രായം. അതുപോലെ നമ്മൾ നോക്കിയാൽ അതിനൊരു ഉദാഹരണം നിങ്ങൾക്ക് അറിയാവുന്നതാകാൻ സാധ്യതയുണ്ട്. ഒരു 10ാം ക്ലാസ്സിൽ നടന്നൊരു സംഭവം. 10ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ഒരു ടീച്ചർ കുട്ടികളോട് അവർക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ കുറിച്ച് ഒരു പുറത്തിൽ എഴുതി കൊടുക്കാൻ പറഞ്ഞു. പുറം എന്ന് പറഞ്ഞാൽ ഏതാ? പേപ്പറിന്റെ കേട്ടോ, നമ്മുടെ അല്ല. പുറത്ത് എഴുതി കൊടുക്കാൻ പറഞ്ഞു. കേട്ടിട്ടുണ്ടോ ഇത്? 10ാം ക്ലാസ്സിൽ സോഷ്യൽ സയൻസ് പഠിപ്പിക്കുന്ന ടീച്ചറാ എഴുതി കൊടുക്കാൻ പറഞ്ഞു. അപ്പൊ എഴുതി കൊടുക്കാൻ പറഞ്ഞു, കുട്ടികളെല്ലാം എഴുതി. ടീച്ചർ പേപ്പർ ഇതുപോലെ മൊത്തം വാങ്ങിക്കൊണ്ട് പോയി. എന്നിട്ട് ഒഴിവുള്ള പീരീഡ് സ്റ്റാഫ് റൂമിൽ നിന്ന് വായിച്ചു നോക്കാണ്. ഒരാൾ മഹാത്മാഗാന്ധിയെ കുറിച്ച്, അവരെ സ്വാധീനിച്ച വ്യക്തിയെ കുറിച്ചാ. ഒരാൾ APJ അബ്ദുൽ കലാം, ഒരാൾ ശ്രീനാരായണ ഗുരു, ഒരാൾ വിവേകാനന്ദ സ്വാമി, ഒരാൾ മദർ തെരേസ. കേൾക്കുന്നുണ്ടോ? പിന്നെ അത് നോക്കി ഇങ്ങനെ വന്നപ്പം ഒരു പേപ്പർ അവർക്ക് കിട്ടി. ആ എഴുതിയ കുട്ടീന്റെ പേര് നരേന്ദ്രൻ എന്നാണ്. ചെല്ലി കേട്ടിട്ടുണ്ടാവുന്നത്. എന്താ എഴുതിയേക്കുന്നത്? എന്റെ അമ്മയാണ് എന്നെ സ്വാധീനിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി. മൈ മദർ കല്യാണിക്കുട്ടി. എന്റെ അമ്മ കല്യാണിക്കുട്ടിയാണ് എന്നെ ഏറ്റവും സ്വാധീനിച്ച വ്യക്തി. ഇത് നോക്കിക്കൊണ്ടിരുന്ന ടീച്ചർ അപ്പ തന്നെ ഒന്ന് പുച്ഛത്തോടെ ചിരിച്ചു. ഓന്റെ ഒരു അമ്മ. എന്നിട്ട് ഇതാ ടീച്ചർ എഴുതണ്ടോ അവൻ എഴുതിയേക്കുന്നത്? കല്യാണിക്കുട്ടിയാണ് ഓന്റെ ഹീറോ. ആരാ കല്യാണിക്കുട്ടി? താമസിക്കുന്നത് ഓലെല്ലാം പോയിട്ട് മേലെ ആകാശം കാണാവുന്ന കുടിലില്. ദിവസം ഏതെങ്കിലും വീട്ടിൽ പാത്രം കഴുകാൻ പോയിട്ടില്ലെങ്കിൽ കഞ്ഞി വെക്കാൻ നിർത്തിയില്ല. അങ്ങനെ പാത്രം കഴുകി മുഖമൊക്കെ ചുളുങ്ങി നിറവും പോയി ഇങ്ങനെ ഇരിക്കുന്ന കല്യാണിക്കുട്ടി ഓനൊരു ഹീറോയെ. അത്ര കഴിഞ്ഞ് പിന്നെ താഴോട്ട് ഇങ്ങനെ വായിക്കാണ്. പിന്നെ താഴോട്ട് എഴുതിയിരിക്കുന്ന കുട്ടി എഴുതിയിരിക്കുകയാണ്, എന്റെ അമ്മയെക്കാളും നല്ലൊരു പാട്ടുകാരിയെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഈ വീട്ടിൽ 3 മക്കളാണ്. നടുവിലെ കുട്ടിയാണ് നരേന്ദ്രൻ. അവൻ ഏട്ടനുണ്ട്, അനിയത്തിയുണ്ട്, ചെറിയ കുട്ടി. അപ്പൊ അതിൽ എഴുതിയിരിക്കുകയാണ്, എന്റെ അമ്മയെക്കാളും നല്ലൊരു പാട്ടുകാരിയെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അനിയത്തിക്കുട്ടി വിശന്ന് വാവിട്ട് കരയുമ്പോൾ അവളെ എടുത്തു കൊണ്ടുപോയി തുണിത്തൊട്ടിലിൽ കിടത്തി താരാട്ട് പാടി അവളെ ആശ്വസിപ്പിച്ചുറക്കുന്ന എന്റെ അമ്മ പാടുന്ന പാട്ടിനേക്കാളും നല്ലൊരു പാട്ട് ഞാൻ ഇന്ന് വരെ ജീവിതത്തിൽ കേട്ടിട്ടില്ല. വീണ്ടും ആ കുട്ടി താഴോട്ട് എഴുതി, എന്റെ അമ്മയെക്കാളും നല്ല ഒരു ശില്പിയെ ഞാൻ കണ്ടിട്ടില്ല. വിവിധ വീടുകളിൽ ജോലിക്ക് പോയിട്ട് വീട്ടുപണിക്കെല്ലാം പോയ ശേഷം വിവിധ വീടുകളിൽ നിന്ന് കിട്ടുന്ന പച്ചരി കൊണ്ടുവന്ന് വെള്ളത്തിലിട്ട് കുതിർത്തിടിച്ചു പൊടിച്ച് സ്റ്റീൽ പ്ലേറ്റ് കമഴ്ത്തി വെച്ചിട്ട് ഗ്ലാസ് കൊണ്ട് പരത്തിയും ഉരുട്ടിയും വിവിധ തരത്തിലുള്ള പലഹാരങ്ങൾ ഉണ്ടാക്കി തരുന്ന എന്റെ അമ്മയെക്കാളും നല്ലൊരു ശില്പിയെ ഞാൻ കണ്ടിട്ടില്ല. വീണ്ടും ആ കുട്ടി എഴുതി, ആകാശം കാണാവുന്ന നിലയിലുള്ള വീട്. ആ വീട്ടിൽ ഞങ്ങൾ വിശന്ന് കിടക്കുമ്പോൾ ഒരു നേരത്തെ ഭക്ഷണം തരാൻ പോലും കഴിയാതെ ചൂടുവെള്ളവും തന്ന് ഞങ്ങളെ അടുത്തിരുത്തി ഞങ്ങളെ മെല്ലെ തലോടി ഉറക്കുന്ന സമയത്ത് ഈ അമ്മ ഞങ്ങൾ കാണാതെ, കണ്ണുകളിൽ നിന്ന് വരുന്ന കണ്ണുനീർത്തുള്ളികൾ ഞങ്ങൾ കാണാതെ അഭിനയിക്കുന്ന ഇത്രയും നല്ലൊരു അഭിനേത്രിയെ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ഇങ്ങനെ ആ കുട്ടി എഴുതിയിരിക്കണം. അതിനുശേഷം ആ കുട്ടി വീണ്ടും എഴുതിയിരിക്കുകയാണ്, എന്റെ അച്ഛൻ, ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് അച്ഛൻ മരിച്ചത്. അതാണ് എന്റെ ഓർമ്മ. അച്ഛൻ ദൂരസ്ഥലത്ത് പണിക്ക് പോയി വന്ന ശേഷം ആ ഭക്ഷണം കഴിച്ച് കുളിച്ച ശേഷം വീണ്ടും അടുത്ത പറമ്പിൽ മല പോലെ കൂട്ടിയിട്ടിരിക്കുന്ന നാളികേരം പൊളിച്ചു കൂട്ടുന്ന പൊളിച്ചു കൂട്ടുന്ന എന്റെ അച്ഛനെ പോലെ ഒരു കായികാഭ്യാസിയെ ഞാൻ കണ്ടിട്ടില്ല. അതുപോലെ തന്നെ വീണ്ടും ആ കുട്ടി ഒന്ന് എഴുതി, ഞങ്ങൾ വിശന്ന് കഷ്ടപ്പെട്ട് കിടക്കുമ്പോൾ ഞങ്ങളുടെ അടുത്തിരുന്ന് ആ അമ്മ ഞങ്ങൾക്ക് നിരവധിയായ കഥകൾ പറഞ്ഞു തരും. മനസ്സിന്റെ ഉള്ളിൽ നല്ല നല്ല ചിന്തകൾ ഉണ്ടാക്കുന്ന മനോഹരങ്ങളായിട്ടുള്ള കഥകൾ പറഞ്ഞു തരുന്ന ഇതുപോലുള്ള ഒരു കഥാകാരിയെ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ഇത്രയും വായിച്ചു വന്നപ്പോഴേക്കും ടീച്ചറുടെ കണ്ണു നിറഞ്ഞു. ആ ടീച്ചർ ഇത് വായിക്കാണ് ആദ്യം പറഞ്ഞില്ലേ, ഇത്രയും നല്ലൊരു ഗായികയെ, പാട്ടുകാരിയെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല.
ഇത്രയും നല്ലൊരു ശില്പിയെ ഞാൻ കണ്ടിട്ടില്ല, ഇത്രയും നല്ല ഒരു കഥാകാരിയെ ഞാൻ കണ്ടിട്ടില്ല. ഇങ്ങനെ ഇതെല്ലാം അങ്ങനെ ഓരോന്നോരോന്ന് വായിക്കുന്ന സമയത്ത് ഈ ടീച്ചറുടെ കണ്ണു നിറയാൻ തുടങ്ങി. ടീച്ചറുടെ കണ്ണു നിറഞ്ഞ അവസാനമായപ്പോഴത്തേക്ക് പേപ്പറൊക്കെ നനഞ്ഞു. ഒടുവിൽ അവരുടെ ഇടം കൈ ഇരിക്കുന്നവരുടെ വയറിന്മേലാ. ആ വയറിന്മേലുള്ള കൈ വെച്ചിട്ട് അവരറിയാണ്ട് മനസ്സിൽ പറഞ്ഞ് പ്രാർത്ഥിച്ചു പോയി, ഭഗവാനെ 15 വർഷമായ ഒരു കുഞ്ഞിക്കാല് കാണാൻ വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയാണ്. ഈ നരേന്ദ്രൻ നീ എനിക്ക് മകനായി തന്നില്ലല്ലോ എന്ന് ആ ടീച്ചർ അവിടുന്ന് പ്രാർത്ഥിച്ചു പോയി. അപ്പൊ ഇത് എന്താണ് ഇങ്ങനെ ഒരു കുട്ടി അന്ന് കണ്ട ആ കുട്ടി വിലയിൽ ബാക്കി എഴുതിയിരിക്കുന്നത്. അതിനുശേഷം ആ കുട്ടി എഴുതിയിരിക്കുന്നത് കൂടിയുണ്ട്. എന്താ എഴുതിയിരിക്കുന്നത്? ഇനി എനിക്കൊരു ജന്മമുണ്ടെങ്കിൽ എന്റെ അച്ഛനും അമ്മയ്ക്കും മകനായി ഈ വീട്ടിൽ തന്നെ എനിക്ക് പിറക്കണം. എന്റെ അനിയത്തിക്ക് ഏട്ടനായി, എന്റെ ഏട്ടൻ അനുജനായി ഈ വീട്ടിൽ തന്നെ എനിക്ക് പിറക്കണം. അതാണ് എന്റെ മോഹം എന്ന് പറഞ്ഞ ആ കുട്ടി അവസാനം എഴുതി തീർത്തിരിക്കുകയാണ്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് സംഭവിച്ചത് നിങ്ങൾ മനസ്സിലായോ? എന്താ മനസ്സിലായത്? ആ അമ്മ നിത്യമായ ദാരിദ്ര്യത്തിൽ വളരെ ദുരിതം അനുഭവിക്കുമ്പോൾ സ്വന്തം മക്കളെ, നമ്മൾ പറയാറില്ലേ, അമ്മക്കോഴി കുഞ്ഞുമക്കളെ ചിറകിനടിയിൽ സൂക്ഷിക്കുന്നത്, ആ ചൂട് കൊടുത്ത് അതുപോലെ ആ 3 മക്കളെയും ചേർത്ത് പിടിച്ച് തലോടി ആശ്വസിപ്പിച്ചും അവരുടെ ഉള്ളിൽ നന്മകൾ നിറയുന്ന കഥകൾ പറഞ്ഞു കൊടുത്തും സ്നേഹം വാരിക്കോരി കൊടുത്തും കൊണ്ടു നടന്നപ്പോൾ ആ കുടില കുട്ടിക്ക് സ്വർഗതുല്യമാണ്. അവരുടെ മാതാപിതാക്കൾ അല്ലെ, അച്ഛനും അമ്മയും അവർക്ക് കാണപ്പെട്ട ദൈവമാണ്. ഏട്ടനും അനിയത്തിയും അവർ പ്രിയപ്പെട്ടവരാ. അപ്പൊ ഇങ്ങനെ സ്നേഹം വാരിക്കോരി കൊടുത്താൽ ആ മക്കൾ നമ്മളെ ഉപേക്ഷിക്കോ? ഇല്ലല്ലോ. അതിൽ അങ്ങനെ വളർന്നൊരു കുടുംബത്തിലെ വേറെ ഉദാഹരണം കൂടി പറയാം. അതെന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു അച്ഛൻ, വലിയച്ഛനാണ്, 75 വയസ്സായി. അദ്ദേഹത്തിന്റെ ഭാര്യ ഒരു 2-3 വർഷം മുമ്പ് മരിച്ചുപോയി. അങ്ങനെ ഇദ്ദേഹം പിന്നെ അവർ താമസിക്കുന്ന വീട്ടിൽ അച്ഛന് ഒരു മകനും മകന്റെ ഭാര്യയും ഒരു 8 വയസ്സുള്ള പെൺകുട്ടിയാണത്. ഇവരാണ് വീട്ടിലുള്ളത്. അങ്ങനെ ഈ 75 വയസ്സുകാരനായ അദ്ദേഹം ഒരു ദിവസം രാവിലെ എഴുന്നേറ്റപ്പോൾ ബെഡ് നനഞ്ഞിട്ടുണ്ട്. അടുത്ത ദിവസം അതാണ് സ്ഥിതി. അപ്പൊ ഇങ്ങനെ ബെഡൊക്കെ നനഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഒരു വിഷമം, നല്ല ബോധം, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് മകന്റെ കുട്ടീനെ വിളിച്ച് മോളെ വിളിച്ചു വരുത്തിട്ട് പറഞ്ഞ് അച്ഛനോടൊന്ന് വരാൻ പറയാൻ പറഞ്ഞു. അച്ഛൻ, അതായത് അയാളുടെ മകനെ വിളിച്ചു വരുത്തി. മകൻ വന്നു കഴിഞ്ഞപ്പോ ഈ അച്ഛൻ ആ മകനോട് പറയാണ്, മോനെ നീ എന്നെ ഒന്ന് ആ ചാത്തമംഗലത്തുള്ള വൃദ്ധസദനത്തിൽ ഒന്ന് കൊണ്ടാക്കണം. അതെന്താ അച്ഛൻ അങ്ങനെ? അതൊന്നുമല്ല മോനെ, അവിടെ കൊണ്ടാക്കണം, അവിടെ വളരെ സന്തോഷമായി. അതെന്താ അച്ഛൻ അങ്ങനെ പറയുമ്പോൾ? ഞങ്ങൾ അച്ഛനെ നോക്കാത്തത് കൊണ്ടാണോ? ഞങ്ങളുടെ നോട്ടത്തിൽ എന്തെങ്കിലും അച്ഛന് ബുദ്ധിമുട്ടുണ്ടോ? എന്റെ മക്കളെ, അതുകൊണ്ടൊന്നുമല്ല, എന്നാലും നിങ്ങൾ എന്നെ ഒന്ന് കൊണ്ടാക്കണം. അതെന്താണ് അച്ഛൻ അങ്ങനെ പറയുന്നത്? അതൊരു കുഴപ്പമില്ല. കാരണം അച്ഛൻ പിന്നെ പറയണം, അത് എന്താണെന്നറിയോ മോനെ, ഒന്നിപ്പോ ഞാനിപ്പോ എഴുന്നേൽക്കുമ്പോ ഇവിടെ നനയുന്നുണ്ട്. ഇനി കുറച്ചും കൂടി കഴിഞ്ഞു കഴിഞ്ഞാലോ, മനസ്സിലായോ? കുറച്ചും കൂടി കഴിഞ്ഞാൽ വേറെ തരത്തിലും കൂടെ ആയാലൊക്കെ അത് ബുദ്ധിമുട്ടല്ലേ? അത് ഓർത്തിട്ടാണെന്ന് ഒക്കെ പറഞ്ഞു. അവസാനം അച്ഛൻ പറഞ്ഞ, ഒന്നുമല്ല മോനെ, അവിടെ രാഘവേട്ടനും കുമാരേട്ടനും അങ്ങനെ അവരൊക്കെ അവിടെ ഉണ്ട്, TV ഉണ്ട്, പത്രമുണ്ട്, ഭയങ്കരമായ കളി സംവിധാനങ്ങളൊക്കെ ഉണ്ട്, വളരെ സന്തോഷമാണ് മോനെ, ഇന്ന് കൊണ്ടാക്കാൻ പറഞ്ഞു. ഒടുവിൽ അച്ഛൻ പറഞ്ഞു, അത് മാത്രമല്ല മോനെ, എനിക്ക് ഇന്ന് ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയുമാണ്, ഇതൊക്കെ കൊണ്ടാണ് എന്റെ കുട്ടിയെ എന്തായാലും എന്നെ കൊണ്ടാക്കണം. എന്ത് പറഞ്ഞിട്ട് അദ്ദേഹം സമ്മതിക്കുന്നില്ല. അവസാനം ആ മകൻ ഭാര്യ വിളിച്ചിട്ട് പറഞ്ഞു, നമുക്ക് അച്ഛനെ കൊണ്ടാക്കുമല്ലാതെ രക്ഷയില്ല, അച്ഛൻ സമ്മതിക്കുന്നില്ല, പിന്നെ നമ്മൾ എന്താ ചെയ്യാം? അതുകൊണ്ട് അച്ഛന്റെ എല്ലാ സാധനങ്ങളും റൂമിലുള്ളത് എടുത്തോളാൻ പറഞ്ഞു. എല്ലാ സാധനങ്ങളും എടുത്ത് കുഞ്ഞുമോളും ഭാര്യയും ഒക്കെ കൂടെ എടുത്ത് അച്ഛനെ എഴുന്നേപ്പിച്ചിരുത്തി അച്ഛനെ തോളത്ത് കൈയിട്ട് മെല്ലെ എഴുന്നേപ്പിച്ച് നേരെ കൊണ്ടുപോയി. എങ്ങോട്ടാ കൊണ്ടുപോയെന്നറിയോ? കേട്ടിട്ടുണ്ടോ? നേരെ കൊണ്ടുപോയത് തൊട്ടപ്പുറത്ത് മകന്റെ ബെഡ്റൂമിലേക്കാണ്. മകന്റെ ബെഡ്റൂമിൽ കൊണ്ടുപോയി മകന്റെ ബെഡിൽ കൊണ്ട് ഇരുത്തി. എന്നിട്ട് ആ മകൻ പറഞ്ഞു, അച്ഛാ, ഇന്നു മുതൽ ഞാനും എന്റെ അച്ഛനും ഒരുമിച്ചാ കിടക്കാണ്. എന്റെ അച്ഛനും ഞാനും ഇനി ഒരുമിച്ചാണ് ഇവിടെ കിടക്കുക. ഇനി എന്റെ അച്ഛന് പേടിയാവോ? അച്ഛൻ എന്ത് പറയാനോ? ആ മകനെ കെട്ടിപ്പിടിച്ച് അച്ഛനും മകനും കൂടെ കുറെ നേരം കരഞ്ഞു. പിടികിട്ടിയോ? ഈ സ്നേഹബന്ധം വീട്ടിലുണ്ടെങ്കിൽ സ്വർഗം വേറെ തരേണോ? ഈ നന്മ ഉണ്ടാക്കാൻ കൂടിയാണ് നമ്മൾ ഈ കൂട്ടായ്മ ഉണ്ടാക്കിയത്, അല്ലേ? നമ്മുടെ കുടുംബസംഗമത്തിൽ ഇതുപോലുള്ള മക്കളൊക്കെ ഒന്നിച്ചു ചേർന്ന് പ്രവർത്തിച്ചു വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു കാരണവശാലും പേടിക്കണ്ട. ഞാൻ ആദ്യം പറഞ്ഞൊരു കാര്യം ഓർമ്മയുണ്ടോ? നമ്മുടെ ഷാജിനൊക്കെ തമാശയായിട്ട് ഉദാഹരണം പറഞ്ഞത് എന്തായിരുന്നു? കൂട്ടത്തിൽ ഇറങ്ങി പ്രവർത്തിച്ചു കഴിയുമ്പോൾ അവർക്ക് ഒരു ചീത്ത വാക്ക് പറയാൻ, ചീത്ത പ്രവൃത്തി ചെയ്യാൻ, പേര് കേൾപ്പിക്കാൻ പറ്റത്തില്ല. കാരണം എന്താ? അവര് ആൾക്കൂട്ടത്തിൽ ഇറങ്ങി പ്രവർത്തിക്കുന്ന മക്കളാണ്. അവർ സ്വയമേ ചെത്തിക്കൂർപ്പിച്ച് പറഞ്ഞതുപോലെ കല്ലിൽ ഒക്കെ മിരിക്കുന്നതുപോലെ മിനിങ്ങി നല്ല മക്കളായിരിക്കും. അവരൊരു മയക്കുമരുന്നിന്റെ പിന്നാലെ പോവില്ല. കാരണം അവർക്കറിയാം അവരെ അച്ഛനമ്മയും വേദനിക്കുന്ന അവർക്ക് തിരിച്ചറിയും. മനസ്സിലായി ഞാൻ പറഞ്ഞത്? അപ്പൊ ഇതുപോലുള്ള നന്മകളൊക്കെ വളരണമെങ്കിൽ മാതാപിതാക്കൾ വിചാരിച്ചാൽ പോലെ. ബാക്കി ഒരുപാട് ഘടകങ്ങളുണ്ട് കേട്ടോ, എല്ലാം കൂടി പറഞ്ഞില്ല. സ്കൂളും കൂട്ടുകാരും ഇങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇപ്പൊ ഒരു വീട്ടിൽ 5 മക്കളുണ്ട്, 4 നല്ല മക്കളാണ്. ചിലപ്പോ ഒന്ന് അച്ഛനും അമ്മയും വളരെ നല്ലതാണ്, ഒരു കുഴപ്പമില്ല. പക്ഷെ ഒന്ന് അതിന് ചിലപ്പോൾ ഒരു പേര് പറഞ്ഞത് അസുരമിത്തോ എന്ന് പറയാറില്ലേ? അത് വേറെ ചില കാര്യങ്ങൾ, അത് പാരമ്പര്യമൊക്കെ ഉണ്ടാവില്ലേ? ഉണ്ടോ? പാരമ്പര്യം നമ്മളെ സ്വാധീനിക്കാറുണ്ടോ? ഉണ്ടോ? സമയം കൂടി പോകുന്നുണ്ടോ? പറഞ്ഞോട്ടെ. പാരമ്പര്യം നമ്മളെ സ്വാധീനിക്കാറുണ്ടോ? എന്താണ് നമ്മുടെ സ്വഭാവം ഒക്കെ അല്ലേ? നമ്മുടെ ശരീരം നടന്നു പോകാൻ പറ്റണ്ട. അച്ഛൻ്റെ അതേ കാല് കണ്ട നിങ്ങൾ ആരൊക്കെ പറയാറില്ലേ? ആ മുടി കണ്ടില്ലേ?
കണ്ടോ, ഇത് തന്നെ. അതേപോലെ സ്വഭാവം സ്വാധീനിക്കില്ലേ? അങ്ങനെ ഒരുപാട് ഉണ്ട്. സ്കൂള് സ്വാധീനിക്കൂലേ? ഇല്ല. സ്കൂൾ കുട്ടികളെ സ്വാധീനിക്കൂലേ? എത്രയോ കുട്ടികളുടെ അങ്ങനെയൊക്കെ ഉദാഹരണം ഇനി പറയേണ്ടതെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട് കുട്ടികളെ അങ്ങനെ സ്വാധീനിച്ച. പറയണോ? വേണം ഒരു ഉദാഹരണം പെട്ടെന്ന് പറയാം. നമ്മുടെ കടലോര മേഖലയിലെ ഒരു കുട്ടി. കടലോര മേഖല എന്ന് പറഞ്ഞാൽ പ്രത്യേകത അറിയോ? പാവങ്ങൾ എന്നും കടലിൽ പോയിട്ട് കടലമ്മയോട് പോരാടി അമ്മ കനിയുന്നത് കൊണ്ട് ജീവിക്കുന്ന മനുഷ്യരെ അറിയാമല്ലേ? അവരൊക്കെ വെച്ച് നമ്മൾക്ക് സ്വർഗമല്ലേ? അങ്ങനെയുള്ള വീട്ടിലെ കുട്ടി എന്ന് പറഞ്ഞാൽ പണ്ട് ക്ലാസ്സുകളിൽ തോറ്റു പോകുന്നൊരു കാലം ഓർമ്മയുണ്ടോ? ഇപ്പൊ കുട്ടിയെ തോൽപ്പിക്കത്തില്ല. അങ്ങനെ ഒരു കുട്ടി തോറ്റ് 8ാം ക്ലാസ്സിൽ എത്തിയപ്പോഴത്തേക്ക് 16 വയസ്സായി. വലിയ മനുഷ്യനാണ്. അവനെ സ്കൂളിൽ കൊണ്ട് ചേർത്ത്, വേറെ ഹൈസ്കൂളിലേക്ക് 8ാം ക്ലാസ്സിൽ അവിടെ കൊണ്ട് ചേർത്തിട്ട് ആ കഥ ഞാൻ വേഗത്തിൽ പറയാം. അങ്ങനെ കുട്ടി ക്ലാസ്സിൽ വരുന്നത് പഠിക്കാനല്ല, ഇവൻ വന്നിട്ട് കമ്പനി കൂടി ബാക്ക് ബെഞ്ചേഴ്സ് കേട്ടുണ്ടോ? ബാക്ക് ബെഞ്ചിൽ നിന്ന് പഠിച്ച ആരെങ്കിലും ഉണ്ടോ ഈ കൂട്ടത്തില്? ഉണ്ടോ? ഒരു പക്ഷേ നമ്മുടെ ആനന്ദൻ എന്നെ വഴക്ക് പറയാൻ അറിയത്തില്ല. ആനന്ദൻ എന്നാ ഇരുന്നതെന്ന് എനിക്ക് ഓർമ്മയില്ല. ഒരു പക്ഷേ ആനന്ദനൊക്കെ ഇത്ര നല്ലവനായത് ആ ബാക്ക് ബെഞ്ചിൽ ഇരുന്നിട്ടായിരിക്കും. എന്റെ ജീവിതത്തിലെ 30 വർഷത്തെ അധ്യാപന ജീവിതത്തിൽ ഏറ്റവും നല്ല സ്വഭാവശുദ്ധിയുള്ള മക്കൾ ഉണ്ടായത് ബാക്ക് ബെഞ്ചേഴ്സാ. ഒരു സംശയം വേണ്ട. അല്ലെങ്കിൽ ഇവിടുത്തെ എന്റെ മക്കൾ സന്നദ്ധസ്ഥാനം പരിശോധിച്ചു, താലശ്ശേരി പഞ്ചായത്തിലെ ഓടിയെത്തുന്ന എല്ലാവർക്കും ഏത് രാത്രിയും കാവൽക്കാരായി നിൽക്കുന്ന മക്കൾ ബാക്ക് ബെഞ്ചേഴ്സ് ആയിരുന്നു. നല്ല പഠിച്ചവരൊക്കെ അമേരിക്കയിലും ഇംഗ്ലണ്ടിലും അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. വരുമ്പോൾ ചിലപ്പോൾ അത് മിണ്ടിയാലായി. തെറ്റാണോ ശരിയാണോ? സത്യം പറഞ്ഞത് നമുക്ക് അല്ലേ? എന്നിട്ടും നന്നായി എനിക്ക് വയ്യ. ക്രിസ്റ്റഫറിയെ എന്താ സംഭവം? ഈ ആനന്ദൻ എന്നിട്ട് നന്നായത്? അപ്പൊ ഞാൻ പറഞ്ഞു ശരിയല്ലേ? കുറെ സത്യം കേട്ടോ, വെറുതെ അല്ല. അല്ല അന്ന് ഇരുന്നോട് ചോദിച്ചു നോക്കോളി. നമ്മുടെ കൂട്ടുകാരല്ലേ ഇവിടെ ഉള്ളതൊക്കെ, നമ്മുടെ ഷാജിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങളൊക്കെ അവർ മുന്നിൽ നടക്കുന്ന മക്കൾ അങ്ങനെയാ. ബാക്ക് ബെഞ്ചേഴ്സ് ഏറ്റവും നല്ല മക്കളായിരിക്കും. അവർ അങ്ങനെ ജീവിക്കുന്നുണ്ട് അവര്. അതുകൊട്ടെ. അപ്പൊ ഈ കുട്ടി ക്ലാസ്സിൽ വന്ന് വെള്ളം വെക്കും, ക്ലാസ്സിൽ പ്രശ്നം ഉണ്ടാക്കും. തന്നെയല്ല, ഇവൻ ലേശം കഴിക്കും. എന്തുകൊണ്ടാണെന്നറിയാമോ? അവരുടെ ജീവിത സാഹചര്യം അങ്ങനെ. ഇത് തെറ്റാണെന്ന് അവർക്കറിയില്ല. അവർ ജോലിക്കൊക്കെ പോകുമ്പോൾ ലേശം കഴിക്കുന്നവരാ, വേറെ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഒരു ദിവസം എന്ത് സംഭവിച്ചു? ഇവനെ ക്ലാസ് ടീച്ചർക്ക് തീരെ ഇഷ്ടമല്ല. ഒരു ദിവസം സ്പോർട്സിന്റെ ദിവസം ഇവൻ വീട്ടിൽ നിന്ന് കുപ്പി കൊണ്ടുവന്നു. എന്തായാലും മാണിക്കല്ലോ അങ്ങനെ ഒരു സിനിമ ഉണ്ടായിരുന്നോ? അതിലാണോ കുറച്ച് ക്ലാസ്സിൽ കൊണ്ടുവന്നിട്ട്? സിനിമയുടെ പേര് പൃഥ്വിരാജിന്റെ ആണോ? അങ്ങനെ ഒരു അനുഭവം നമ്മുടെ സ്കൂളിൽ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. നിങ്ങളൊക്കെ ഉള്ളപ്പോഴാണെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതോ ആ കുട്ടിയുടെ കുറ്റമല്ലാത്ത കുട്ടിക്ക് മാപ്പ് കൊടുത്തു. ആ കുട്ടി നല്ലോണം +2 പാസ്സായി പോവുകയും ചെയ്തു. അപ്പൊ ഏതായാലും ഇതുപോലെ ഈ കുട്ടി കൊണ്ടുവന്നു, സ്പോർട്സിൽ കഴിച്ചു, കുട്ടികൾ ഒറ്റ കൊടുത്തു. ഈ കഴിച്ചവർ പോയിട്ട് എന്ത് ചെയ്തു? എന്തോ പ്രശ്നം ഉണ്ടാക്കി. അത് സ്കൂളിൽ അറിഞ്ഞു. ഹെഡ് മാസ്റ്റർ വിളിച്ചു വരുത്തി, വിചാരണ ചെയ്തു, PTA കൂടി, രക്ഷിതാക്കളെ വിളിച്ചു വരുത്തി, കുട്ടിയെ പറഞ്ഞു വിടണമെന്ന് പറഞ്ഞു. പക്ഷേ അധ്യാപകർ പറഞ്ഞു വിടൂല. അത് നിങ്ങൾക്ക് അറിയാം എന്താന്ന്? ചില അധ്യാപകരും രക്ഷിതാക്കളൊക്കെ പറഞ്ഞു ഇങ്ങനെ കൂട്ടുകാരെല്ലാം തിരിച്ചു പോകുമ്പോൾ വിടണമെന്ന് പറഞ്ഞു. പക്ഷെ ഹെഡ് മാസ്റ്ററും കുറെ ടീച്ചേഴ്സും പറഞ്ഞു അവനെ വിടൂലാന്ന്. അത് ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ സ്കൂളിൽ ഉണ്ടായപ്പോഴും വിടണമെന്ന് പറഞ്ഞു വിടാൻ സമ്മതിച്ചില്ല. പക്ഷെ അതെന്തുകൊണ്ടാണ് കുട്ടി സംഭവിച്ചത്? അതിന് കുട്ടിക്ക് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ, ഇവിടെ സംഭവിച്ചതെന്ന് വെച്ചാൽ ആ കുട്ടിയുടെ അച്ഛൻ അവരെ ഇട്ടിട്ട് പോയതാ. പിന്നെ അമ്മ കോറിയിൽ പണിക്ക് പോകുന്ന കോറി പണിക്കാരനായി വന്നൊരു മനുഷ്യനെ പിന്നീട് കൂട്ടത്തിൽ കൂട്ടി. നിവൃത്തിയില്ലാത്തതുകൊണ്ട് അങ്ങനെയൊക്കെ സംഭവിക്കും. നമ്മൾ ആരും കുറ്റം പറയില്ല. അതൊക്കെ ആദ്യം ഓടിപ്പോയവന്റെ കുറ്റമാണ്. അങ്ങനെ വന്നപ്പോൾ അയാൾ നന്നായി കഴിക്കും, പാത്രത്തിൽ കൊണ്ടുവന്ന് കുടിക്കും. കുട്ടിക്ക് ഇതെന്താ പറഞ്ഞാൽ അവൻ കുറച്ച് കഴിക്കും. അവസാനം പെപ്സി കുപ്പിയിലൊക്കെ സ്കൂളിൽ കൊണ്ടുവന്ന ആ കുട്ടി എങ്ങനെ കുറ്റം പറയാം? ആ കുട്ടിക്ക് ഇതിലൊക്കെ പറഞ്ഞു മനസ്സിലാക്കിയിട്ട് ആ കുട്ടി മിടുക്കനായി +2 കഴിഞ്ഞ് പോയി. അവനെ വിട്ടിരുന്നെങ്കിലോ അവന്റെ ജീവിതം പോയില്ലേ? എന്ന് പറഞ്ഞ പോലെ ഈ അധ്യാപകൻ നല്ലതായിരുന്നു, കുട്ടിനെ വിട്ടില്ല. അവർ പറഞ്ഞു തരണം. അപ്പൊ ടീച്ചർ പറഞ്ഞു, ക്ലാസ് ടീച്ചർ പറഞ്ഞു, എന്ത് വന്നാലും ഞാൻ അങ്ങനെ പഠിപ്പിക്കില്ല, എന്റെ ക്ലാസ്സിൽ ഇരുത്തത്തേ ഇല്ല എന്ന് പറഞ്ഞു. ഇത്രയും വലിയ തെറ്റിയത്. അപ്പൊ ഹെഡ് മാസ്റ്റർ പറഞ്ഞു, തൽക്കാലം ടീച്ചർ ഒരു കാര്യം ചെയ്യും, ഇവൻ രാവിലെ വന്ന് ഹാജരെടുത്തിട്ട് ആ കുട്ടീനെ അവൻ ലൈബ്രറിയിൽ പോയിരിക്കട്ടെ ഒരു പീരീഡ്. അത് കഴിഞ്ഞിട്ട് അവൻ ക്ലാസ്സിലോട്ട് വന്നു. ടീച്ചർക്ക് ഒരു ബുദ്ധിമുട്ടില്ല. ടീച്ചർ അത്ര ബുദ്ധിമുട്ടാക്കിയതാണ്. കണ്ണു മുടിച്ചിട്ട് അവൻ എന്തൊക്കെ പറഞ്ഞതാണ്. പിന്നെ അല്ലാണ്ട് ഓക്കെ ടീച്ചറെ മറക്കത്തില്ല. അങ്ങനെ ഹാജരെടുക്കും. കുട്ടി സ്റ്റാഫ് റൂമിൽ നിന്ന് നേരെ അവിടെ പോകും. ക്ലാസ്സിൽ നിന്ന് അവിടെ ലൈബ്രറിയില്ല. ഒരു ദിവസം 2-3 ദിവസമായപ്പോൾ ഒരു ദിവസം ഈ ലൈബ്രറിയിൽ ഇരിക്കുന്നത് ഒരു അധ്യാപകൻ കാണുകയാണ്. ഒരു കുട്ടി മാത്രം ക്ലാസ് ടൈമിൽ ലൈബ്രറിയിൽ ഇരിക്കുന്നു. അധ്യാപകൻ ശബ്ദം ഉണ്ടാക്കാതെ മെല്ലെ അടുത്ത് ചെന്നപ്പോ ഈ കുട്ടി കുനിഞ്ഞിരുന്നു ചെയ്യാണ്. മെല്ലെ പോയി നോക്കിയപ്പോ ആരെ കണ്ടെന്നറിയോ? പേപ്പറിൽ അതിമനോഹരമായി മെഗാസ്റ്റാർ മമ്മൂട്ടിയെ വരച്ചു തീർത്തിട്ടുണ്ട്. നമ്മുടെ മമ്മൂട്ടിയിലെ മമ്മൂട്ടിയെ അത് മോഹൻലാൽ മമ്മൂട്ടിനെ വരച്ചു വെച്ചിട്ടുണ്ട്. മനോഹരമായിട്ട് വരച്ചിട്ടുണ്ട്. ആ അധ്യാപകൻ ശബ്ദം ഉണ്ടാക്കാതെ മെല്ലെ ചെന്നു. ഈ ചിത്രം കണ്ടതോടുകൂടി അധ്യാപകന്റെ മനസ്സ് മാറി. പിടികൂടാൻ ചെന്ന അധ്യാപകൻ മനസ്സിൽ സന്തോഷിച്ചു. മെല്ലെ തോളത്ത് തട്ടി. കുട്ടി ചാടി എഴുന്നേറ്റ് പേടിച്ച് വരച്ച് നിൽക്കുകയാണ്. അപ്പം അധ്യാപകൻ, മോനെ ഇതാരാ വരച്ചതെന്ന് ചോദിച്ചു. അപ്പൊ കുട്ടി പറഞ്ഞു, ഞാനാ സാറേ എന്ന്. വീണ്ടും അധ്യാപകൻ പറഞ്ഞു, മോനെ വളരെ നന്നായിട്ടുണ്ടല്ലോ, നീ നന്നായി വരയ്ക്കുമല്ലേ എന്ന്. അപ്പോൾ ഇവന്റെ മുഖഭാവം മാറി. അപ്പൊ മുഖം തെളിഞ്ഞു. ശരിയാ സാറേ, ഞാൻ വരയ്ക്കും. ഇത്രയും നല്ലൊരു ചിത്രകാരനാണ്, കഴിവുള്ളവനാണ് നീ എന്ന് അറിഞ്ഞില്ലല്ലോ മോനെ. ഞാൻ വരയ്ക്കും സാറേ. മോഹൻലാലും മമ്മൂട്ടി സുരേഷ് ഗോപി തുടങ്ങിയ എല്ലാവരും ചിത്രം ഞാൻ ഇഷ്ടം പോലെ വരച്ച് വീട്ടിൽ വെച്ചിട്ടുണ്ട്. ആഹാ,
മിടുക്കൻ എന്ന് പറഞ്ഞാൽ അയാളൊന്ന് ചേർത്ത് പിടിച്ച് അഭിനന്ദിച്ച് അവനോട് നിർത്തി. എന്നിട്ട് പറഞ്ഞു, കുട്ടാ നീ ഒരു കാര്യം ചെയ്യണം, നീ വരച്ച ചിത്രങ്ങളെല്ലാം അടുത്ത ദിവസം നീ സ്കൂളിൽ കൊണ്ടുവരണം, എനിക്കൊന്ന് കാണണം. പിറ്റേ ദിവസം വന്നത് ഒരു സഞ്ചി നിറച്ച് ചിത്രമായിട്ടാ. ആ കെട്ടോടെ കൊണ്ടുവന്നു സ്റ്റാഫ് റൂമിൽ വെച്ച് അധ്യാപകരുടെ ഒക്കെ മുന്നിൽ വെച്ചത് കണ്ടു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അടുത്ത ദിവസം സ്കൂൾ കലോത്സവമാണ്. സ്കൂൾ കലോത്സവ ദിവസം ഇവന് പ്രത്യേകമായ ഒരു കോർണർ ഒരുക്കിയിട്ട് കൂട്ടുകാരെല്ലാം ചേർന്ന് നല്ല ഫ്രെയിമിൽ ഒട്ടിച്ച് റെഡിയാക്കി ആ ഭാഗത്ത് ഒന്നാന്തരം ചിത്ര പ്രദർശനമാണ്. ആ ക്ലാസ്സിലെ സ്കൂളിലെ കുട്ടികൾ, അടുത്ത സ്കൂളിലെ കുട്ടികൾ, നാട്ടുകാർ, രക്ഷിതാക്കളെല്ലാം വന്നിട്ട് വരിയായി നിന്നിട്ട് മനോഹരമായി വരച്ചു വെച്ചിരിക്കുന്ന ചിത്രങ്ങൾ കണ്ട് ഇങ്ങനെ പോവുകയാണ്. അങ്ങനെ കണ്ടു പോകുന്ന ഓരോരുത്തരും ചോദിക്കുകയാണ്, ഈ ചിത്രം വരച്ചത് ആരാണ്? ചിത്രം വരച്ച ആൾ അതാ നിൽക്കുന്നു. അവനിങ്ങനെ നിൽക്കുകയാണ് ആ ഭാഗത്ത്. എല്ലാരും കണ്ടിട്ട് ചിലർ ഷെയ്ക്കാൻ കൊടുക്കുന്നു, ഇങ്ങനെ നിൽക്കുന്നു. ആഹാ, ഇപ്പൊ ഇത് ആരാന്നറിയോ? നേരത്തെ ആ സ്കൂളിലെ സീറോ ആയിരുന്ന ആൾ ഇപ്പൊ ആരായി മാറി? ഹീറോ ആയി മാറിയോ? സീറോ ആയ ആൾ ആരായി മാറി? ഹീറോ ആയി മാറി. ആരാണ് കണ്ടുപിടിച്ചത്? ആരെങ്ങനെ ആക്കിയത്? ഒരു അധ്യാപകനല്ലേ? മറ്റേ ടീച്ചർ പുറത്താക്കിയതാ. ഈ കുട്ടിയെ കണ്ടുപിടിച്ചവന്റെ കഴിവ്, ഈ കഴിവ് കണ്ടുപിടിച്ചതോടുകൂടി അവൻ ആകെ മാറി. പിന്നെ അവൻ ക്ലാസ്സിൽ ഡീസന്റായി പഠിക്കാൻ തുടങ്ങി, 6 A+ വാങ്ങി ജയിച്ചു. ഇന്നിപ്പോ നല്ല ജോലിക്കാരനായി മാറി. അപ്പൊ ഒരു കുട്ടിയുടെ ജീവിതത്തിൽ അധ്യാപകർക്ക് സ്വാധീനം ഉണ്ടാവില്ലയോ? അതും സംഭവിച്ചോ? സന്തോഷം. അപ്പൊ ഇങ്ങനെ ഒരുപാടുണ്ട് ഇങ്ങനെ ജീവിതത്തിൽ മനുഷ്യനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. ഇനി അതേപോലെ തന്നെ മറ്റൊന്ന്, പിന്നെ നമുക്ക് വേറെ നല്ലത് മാത്രം പറഞ്ഞാൽ പോരല്ലോ, സമയം നിങ്ങൾ പറഞ്ഞിട്ടോ. നമ്മുടെ ജീവിതത്തിൽ പിന്നെ വരാൻ സാധ്യതയുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ മടിയുള്ള ആളുകൾ ഇവിടെ ഉണ്ടോ? മുണ്ടിന്റെ അല്ല കേട്ടോ, ഈ മടി നാളെ ആട്ടെ, അല്ലേ കേട്ടോ, നാളെ ആട്ടെ അല്ലേ, ഇന്ന് ചെയ്യണ്ട. അറിയാമോ അങ്ങനെ? ശനിയാഴ്ച വീട്ടിൽ അരി തീർന്നു, അറിയാമോ സംഭവം? നിങ്ങൾ അറിഞ്ഞില്ല? അരി തീർന്നു. അപ്പൊ പെണ്ണുങ്ങൾ പറഞ്ഞു, മനുഷ്യ നിങ്ങൾ വേഗം പോയിട്ട് റേഷൻ പീടിക പോകും, 11:30 ആയി, പെട്ടെന്ന് 12 മണിക്ക് റേഷൻ പീടിക അടയ്ക്കും, വേഗം പോയിട്ട് അരി വാങ്ങിച്ചോണ്ട് വന്നില്ല, നാളെ ഞായറാഴ്ച അവിടെ അരി കിട്ടും. ആണോ? ഞാൻ പോവാണ്. അവിടെ ഇരുന്നു 2 പ്രാവശ്യം മൊബൈൽ നോക്കി, ഒന്ന് തിരിഞ്ഞു കളിച്ചു. 11:45 അവിടെ ചെന്നപ്പോഴത്തെ റേഷൻ പീടിക അടച്ചിട്ടുണ്ട്. ആ സമയത്തൊക്കെ പോയാൽ പോരായിരുന്നോ? ഇങ്ങനെ ചെയ്യുന്ന ആരെങ്കിലും കൊടുക്കുന്നുണ്ടോ? ഇല്ലേ? ഞാൻ വിശ്വസിക്കില്ല. കുറച്ച് പേര് അങ്ങനെ ഉണ്ടോ? മനുഷ്യ സഹജം അത്. നാളെ ആട്ടെ. ചിലർ തുണി അലക്കുന്ന അങ്ങനെയാ. ചില വീട്ടമ്മമാർ ശരിയല്ലേ? ആണോ? എങ്ങനെ? ഇന്ന് 2 ഷർട്ടും കൊണ്ട് ഒരു സാരിയാണ് അവിടെ വെക്കും, നാളെ അത് 4 ഇരട്ടിയായി. അങ്ങനെ അവസാനം മല പോലെ. പിന്നെന്താക്കും? ഒരാഴ്ച കഴിഞ്ഞ് ഒന്നായിട്ട് കഴുകിയിട്ട് ഇങ്ങനെ വരാണ്. എന്തൊരു വേദനയാണ്. ഇല്ലേ? ഇങ്ങനെ ചെയ്യാറില്ലേ? ഇതുപോലുള്ള മടി വന്നാൽ വിജയമാണോ പരാജയമാണോ? എത്ര അപകടമുണ്ട്. നമ്മൾ മടിയായി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരുങ്ങാൻ താമസിച്ചിട്ട് തീവണ്ടി കിട്ടാത്ത ആളുകളില്ലേ? ഉണ്ടോ? അതോടെ പോയില്ലേ മൊത്തം. എന്തിനാണ്? കുട്ടികളില്ല, നമ്മുടെ കൂട്ടത്തിലുള്ള കുട്ടികൾ ഇന്ന് പഠിക്കേണ്ടത് നാളെ ആക്കാം, അങ്ങനെയുണ്ടോ? ഇല്ല. എത്ര കുട്ടികളുടെ ഒരു സ്വഭാവം പറയാം. ഇപ്പൊ സ്കൂളിൽ നിന്ന് ടീച്ചർമാർ പറഞ്ഞു വിടും, ഇന്ന് ഇത് നല്ലോണം എഴുതിയും പഠിച്ചും വരണമെന്ന്. അപ്പൊ ഈ കുട്ടി എന്താണെന്നറിയാമോ? രാത്രിയാകുമ്പോൾ ഭക്ഷണം എല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് പഠിക്കാൻ വീട്ടുകാർ പറഞ്ഞു കഴിയുമ്പോൾ ആദ്യം എന്ത് ചെയ്തിരിക്കും? ഹിസ്റ്ററിയുടെ ബുക്ക് എടുക്കും, ചരിത്രം. അതിങ്ങനെ എടുത്തിട്ട് 1-ാം ലോകം അല്ലെങ്കിൽ വേണ്ട ഹിന്ദി വായിക്കാം. അല്ല, മലയാളം ടീച്ചറല്ലേ നല്ലോണം പഠിച്ചെല്ലാം പറഞ്ഞ്? മലയാളം അതോ ഇംഗ്ലീഷോ? അല്ല, പുലർച്ചെ എഴുന്നേറ്റിട്ട് നല്ലോണം പഠിച്ചു തുടങ്ങണം. അങ്ങനെ ആൾക്കാർക്ക് കുറെ പേര് ഇരിക്കില്ലേ? അവരെവിടെയെങ്കിലും എത്തുമോ? ഇല്ല. അതൊരു അപകടമാണ്. അപ്പൊ അതെന്ത് ചെയ്യണം? ഇങ്ങനെ നമ്മള് ആ സമയത്ത് ചെയ്യണം. APJ അബ്ദുൽ കലാം പറഞ്ഞിട്ടില്ലേ, കൽ കർമ്മത്തോ ആജ് കരത്തോ അഭികരോ എന്ന് കേട്ടിട്ടുണ്ടോ? നാളെ ചെയ്യാനുള്ളത് ഇന്ന് ചെയ്യണം, ഇന്ന് ചെയ്യാനുള്ളത് ഇപ്പൊ തുടങ്ങണം എന്ന് കേട്ടിട്ടുണ്ടോ? അപ്പൊ അങ്ങനെയുള്ള ജോലികളൊക്കെ ചെയ്യണമെന്നാണ് പറയുന്നത്. അതല്ലേ എന്ത് സംഭവിക്കുമെന്ന് അറിയാമോ? ഒരു മടിയനായിട്ടുള്ള ഒരു യുവാവ് ഒരു ബുദ്ധസന്യാസിന്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, എനിക്ക് ജീവിതത്തിൽ ഒരു രക്ഷയില്ല, ഒരു വിജയവും ഇല്ല. എല്ലാവർക്കും പലതരത്തിലുള്ള കാര്യങ്ങൾ ജോലി ചെയ്തും മറ്റു തരത്തിലൊക്കെ നല്ല നേട്ടങ്ങളുണ്ട്, പുരോഗതിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. എനിക്കാണ് ഒരു രക്ഷയില്ല, ഞാൻ എത്ര നോക്കിയിട്ട് ശരിയാകുന്നില്ല. അതുകൊണ്ട് എനിക്കൊരു ജീവിതത്തിൽ വിജയിക്കാൻ ആവശ്യമായ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു തരണം. അപ്പൊ ഇയാളെ കുറിച്ച് ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പോ ഈ സന്യാസിക്ക് മനസ്സിലായി ഇവൻ മടിയനാണ്. അപ്പൊ ഈ മടിയനായ ആളെ എന്ത് ചെയ്തെന്നറിയാമോ? ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സന്യാസി ഇവനെ അവിടെ ഇരുത്തിയിട്ട് ഒരു കഥ പറഞ്ഞു കൊടുത്തു. കഥ എന്താ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ, ഒരു രാജാവ്, ഈ രാജാവിന്റെ കൂടെ പഠിച്ച ഒരു ചെറുപ്പക്കാരനുണ്ട്. രാജാവ് ഒരു ദിവസം നടക്കാൻ ഇറങ്ങിയ സമയത്ത് രാജാവിന്റെ ഈ കൂടെ പഠിച്ച ചെറുപ്പക്കാരൻ അതാ വന്നിട്ടുണ്ട്. ചെറുപ്പക്കാരനെ കണ്ടപ്പോ ചെറുപ്പക്കാരനെ, നീ ഇപ്പൊ എവിടെയാണ്? ഞാൻ നാട്ടിൽ. എന്താ പൊന്ന് രാജാവേ, ഒരു രക്ഷയില്ല, ഞാൻ എന്ത് നോക്കിയിട്ടും എവിടെ എത്തുന്നില്ല, അതും പരാജയം ഇതും പരാജയം, അങ്ങനെ എല്ലാം ഉണ്ട്, ഞാനിപ്പോ എന്താ ചെയ്യാന്ന് പറഞ്ഞു വളരെയധികം സങ്കടങ്ങൾ പറഞ്ഞു. ഒരു കാര്യം സമയത്ത് ചെയ്യാത്തതുകൊണ്ടാണ് ഇവൻ രക്ഷപ്പെടാത്തതെന്ന് രാജാവിന് മനസ്സിലായി.
അപ്പൊ രാജാവ് എന്ത് ചോദിച്ചു കഴിഞ്ഞാല്, ഒരു കാര്യം ചെയ്യാം, നിന്നെ ഞാൻ സഹായിക്കാം. നീ ഒരു കാര്യം ചെയ്ത്, രാവിലെ കണ്ടതാ രാജാവ് നടക്കാൻ തുടങ്ങിയപ്പോ, നീ ഇന്ന് വൈകുന്നേരം സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് നീ എന്ത് ചെയ്യണം, കൊട്ടാരത്തിലേക്ക് വരണം. കൊട്ടാരത്തിലേക്ക് വന്നാൽ നിനക്ക് ജീവിക്കാൻ ആവശ്യമായ സമ്പത്ത് ഞാൻ തരാം. ഓക്കെ ആണോ? നിങ്ങൾ വന്നാൽ മതി. അത് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് വരണം, അതിന് ശേഷം കിട്ടൂല. ഓ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. ഇവൻ വളരെ സന്തോഷത്തോടു കൂടി നേരെ വീട്ടിലേക്ക് ഓടി. വീട്ടിൽ ഓടി ചെന്നിട്ട് ഭാര്യയോട് പറഞ്ഞു, എടി നമ്മൾ രക്ഷപ്പെട്ടു. എന്തേ? നിന്റെ പഴയ കൂട്ടുകാരനായിരുന്നു, അവർ ഒന്നിച്ച് പഠിച്ചതായിരുന്നു രാജാവ് എന്നോട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്, സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് ചെന്നാ മതി, അതുകൊണ്ട് എന്തും തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഓ അങ്ങനെ. അപ്പൊ കെട്ടിയോള് വേഗം പറഞ്ഞു, എന്നാ പിന്നെ മനുഷ്യ ഇപ്പൊ തന്നെ പാത്രം എടുത്ത് വേഗം പോയിക്കോളാൻ പറഞ്ഞു. അതിന് ഇപ്പൊ തന്നെ പോകുന്നത് സമയം ഇഷ്ടം പോലില്ലേ, ഇപ്പൊ ഉച്ച ആയിട്ടില്ല, ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ പോരെ. അങ്ങനെയാണ്. എന്നാ ഭക്ഷണം കഴിക്കാം. ഭക്ഷണം കൊടുത്തു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോ മൂപ്പർക്ക് ഒരു ക്ഷീണം പറഞ്ഞു, ഞാൻ ലേശം വിശ്രമിക്കാനിരുന്നപ്പോ എന്തായി പോയി എന്ന് പറഞ്ഞാൽ കുറച്ചൊന്നും മെല്ലെ ഉറങ്ങിപ്പോയി. ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റപ്പോഴാണ് നേരം പോയിട്ടുണ്ട്, 2:30-3 മണി കഴിഞ്ഞു. പോകണ്ടേ, വേഗം ഇറങ്ങി നേരെ പോയി. നല്ല വെയിലാണ്. ഈ വെയിലത്ത് ഇങ്ങനെ നടന്ന് കുറെ ദൂരം എത്തി കഴിഞ്ഞപ്പോ അയാൾക്ക് തോന്നി നല്ലൊരു തണൽ മരം, മരം ഇതാ, ഈ തണൽ മരത്തിന്റെ ചോട്ടില് കുറച്ച് വിശ്രമിച്ചിട്ട് പോയാൽ പോലെ സമയമുണ്ടല്ലോ. അപ്പൊ എന്ത് ചെയ്തു, ആ തണൽ മരത്തിന്റെ ചോട്ടിൽ ഇരുന്നു. ഇങ്ങനെ ഇരുന്ന പഴയ ഒരു മൊയിലിനെ ഓർമ്മയുണ്ടാവും, ഈ മരത്തിന്റെ ചോട്ടിൽ ഇരുന്നൊരു മൊയിലിനെ ഓർമ്മയുണ്ടാവും. അപ്പൊ അങ്ങനെ തണൽ മരത്തിന്റെ ചോട്ടിൽ ഇയാൾ ഇരുന്ന് ആ നല്ല കുളിർകാറ്റിൽ ക്ഷീണിച്ചിങ്ങനെ പോവാണല്ലോ. ആ കുളിർകാറ്റിൽ ഇരുന്നപ്പോ നല്ല സുഖം, അറിയാണ്ടങ്ങ് ഉറങ്ങിപ്പോയി. ഉറക്കം തെളിഞ്ഞ് എഴുന്നേൽക്കുമ്പോ രാത്രിയായി. അപ്പൊ പിന്നെ പാഞ്ഞ് കൊട്ടാരത്തിന്റെ അടുത്തെത്തിയപ്പോ ഗേറ്റ് അടച്ചു, പിന്നോട്ട് കയറത്തില്ല, തീർന്നു. എന്തായി കഥയിൽ സന്യാസി പഠിപ്പിച്ചു കൊടുത്തത്? രാവിലെ പറഞ്ഞ കാര്യത്തിന് പിന്നെ പോകാമെന്ന് കാത്തുവെച്ച് ഇങ്ങനെ പോയാൽ ജീവിതത്തിൽ കിട്ടാനുള്ള കിട്ടുമോ? ഇല്ല. ഇത് നമ്മുടെ ജീവിതത്തിൽ ആർക്കെങ്കിലും ആവശ്യമുള്ളതാണോ ഈ പറഞ്ഞ കാര്യം? സത്യസന്ധമായിട്ട് ചിന്തിച്ചേ. കൃത്യസമയത്ത് കാര്യങ്ങൾ ചെയ്യാത്ത എത്ര പേരിവിടെ ഉണ്ട്? ആരില്ല എന്ന് പറഞ്ഞ് ഞാൻ വിശ്വസിക്കൂല. അത് മനുഷ്യൻ അങ്ങനെ കുഴപ്പമുണ്ട്. ഇല്ലേ? അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് തീരുമാനിച്ചാലോ? എന്താ തീരുമാനിക്കുന്നത്? ഇനി ചെയ്യാനുള്ള കാര്യങ്ങൾ അപ്പോൾ തന്നെ ചെയ്യണം എന്ന് നമുക്കൊരു നിർബന്ധം പിടിക്കാം. സമ്മതിച്ചോ? ഒരു വസ്ത്രമുള്ള അപ്പൊ തന്നെ കഴുകാം. അപ്പൊ നാളെ രാവിലെ കല്യാണത്തിന് പോകണം, പോകുന്നുണ്ടോ? നാളെ രാവിലെ കല്യാണത്തിന് പോകണം, ഡ്രസ്സ് ഇന്ന് തന്നെ ഇസ്തിരിട്ട് വെക്കണം. അപ്പൊ ഭർത്താവ് പറഞ്ഞു അതൊന്നും വേണ്ടടി, പുലർച്ചെ നേരത്തെ എഴുന്നേറ്റ് ഇസ്തിരി ഇട്ടോളാന്ന്. പുലർച്ചെ കറണ്ട് ഉണ്ടായിരുന്നില്ല, പണി പാടിയോ? അപ്പൊ ഇതുപോലെ അബദ്ധം പറ്റാറില്ലേ? ഉണ്ടോ? വൈകി പോയിട്ട് ബസ് കിട്ടാത്തവരില്ലേ? അപ്പൊ സത്യമാണ്. അപ്പൊ നമ്മളിവിടെ തീരുമാനിക്കുകയാണ്, ഇന്നത്തെ കൂട്ടായ്മ 19ാമത് വാർഷികത്തിൽ സാധിക്കെ ഞങ്ങൾ എല്ലാവരും കൂടി തീരുമാനിക്കുകയാണ്. എനിക്കുണ്ട് ഈ പറയുന്ന ലേശം കുഴപ്പം, കൃത്യസമയത്ത് ചെയ്യുന്നതിന് മടി തോന്നാറുണ്ട്, അതെനിക്കും മനസ്സിലായിട്ടുണ്ട്. അപ്പൊ നമുക്കത് ഭയങ്കര നഷ്ടമല്ലേ? അതെ, പരീക്ഷയ്ക്ക് ഹാൾ ടിക്കറ്റ് കിട്ടുന്നത് വരെ പഠിക്കാത്ത കുട്ടികളെ കണ്ടിട്ടുണ്ടോ? നന്നായി പഠിച്ച് PG പാസ്സായി നെറ്റും സെറ്റും ഒക്കെ എടുത്തിട്ട് പിന്നെ അവസാനം എന്താണ്, PSC പരീക്ഷയ്ക്ക് ഹാൾ ടിക്കറ്റ് കിട്ടുന്നത് വരെ നോക്കൂല. കിട്ടി കഴിഞ്ഞിട്ട് നോക്കാൻ 10 ദിവസം കിട്ടും, ജോലി കിട്ടുമോ? ഇല്ല. അപ്പൊ അത് ആരുടെ കുറ്റമാണ്? അപ്പൊ ഇതുപോലുള്ള പ്രശ്നങ്ങളിൽ നമ്മളിപ്പോ ഇവിടെ വെച്ച് തീരുമാനിക്കുകയാണ്, ഇനി തൊട്ട് നമ്മൾ പരമാവധി സമയത്ത് കാര്യങ്ങൾ ചെയ്യും. തീരുമാനിച്ചൊരു കൈ നമുക്ക് എല്ലാവരും തീരുമാനിച്ചു. സാധിക്കും തീരുമാനിച്ചോ? ആർക്കറിയാം. അപ്പൊ ഏതായാലും എങ്ങനെയൊക്കെയാണ് മുന്നോട്ട് പോകുന്നത്. പിന്നെ അതേപോലെ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞത് ഈ പരാതി സങ്കടങ്ങൾ. ചിലർക്ക് എപ്പോഴും സങ്കടങ്ങളാണ്. അത് കേട്ടിട്ടുണ്ടോ? നിങ്ങളുടെ കൂടെ ആരെങ്കിലും ഉണ്ടോ? എനിക്കൊരു കസിനുണ്ട്, ആളിവിടെയും നല്ല വേറെ സ്ഥലത്ത്, അവിടെ പറയാലോ, എപ്പോ കണ്ടാലും എന്റെ പൊന്നും മുരളി ഞാൻ വിളിക്കുന്നത്, ഒരു സുഖം ഇല്ലടാ, വയറുവേദനയാണ്, ഗ്യാസാണ്, അവിടെ വേദനയാണ്, ഇവിടെ വേദനയാണ്, ഞാൻ എങ്ങും പോകാറ്, ഇത് തന്നെ പരിപാടിയാണ്. അങ്ങനെ പറയുന്ന ആൾക്ക് എന്തെങ്കിലും രക്ഷപ്പെടാൻ പറ്റുമോ? അതുപോലെ എല്ലാത്തിനും കംപ്ലൈന്റ്, എല്ലാ കുഴപ്പങ്ങളും, എല്ലാ പരാജയത്തെ കുറിച്ച് മാത്രം പറയുന്ന ചില ആളുകളുണ്ട്. അങ്ങനെ പരാജയങ്ങളെ കുറിച്ച് പറയുന്ന സമയത്ത് ഇതുപോലെ തന്നെ ഒരു സന്യാസിന്റെ അടുത്ത് പോയിട്ട് ഒരു കർഷക തൊഴിലാളി പോയിട്ട് ബുദ്ധ സന്യാസിന്റെ അടുത്താണ് ഇതൊക്കെ പറയുന്നത്. ബുദ്ധ സന്യാസിയോട് പറഞ്ഞു, സ്വാമി എനിക്ക് ഒരു സുഖമില്ല, ഈ കഷ്ടപ്പെട്ട് പണിയെടുത്ത് കിട്ടുന്ന പൈസ കൊണ്ട് കുടുംബത്തിലുള്ള എല്ലാവരും കാര്യം നടത്താൻ പറ്റത്തില്ല, ഭക്ഷണമൊന്നും ശരിക്കും അവർ ആഗ്രഹിക്കുന്നൊന്നും വാങ്ങി കൊടുക്കാൻ പറ്റത്തില്ല, അവരെല്ലാം വീട്ടിൽ ചിലപ്പോൾ എന്നെ കുറ്റം പറയും, ഞങ്ങൾ വഴക്കുണ്ടാക്കും, ഇങ്ങനെയൊക്കെയുള്ള വിഷമങ്ങളൊക്കെ ഞാൻ അനുഭവിക്കുന്നുണ്ട്. അപ്പൊ പിന്നെ അതെന്താ, അത് എനിക്ക് മാത്രമേ ഉള്ളൂ, പിന്നെ എന്റെ ഗ്രാമത്തിലുള്ള എല്ലാവർക്കും സുഖമാണ്, എന്നെ പോലെ അല്ല. അതെന്താ, അത് അവിടെ ഞാൻ കൃഷിക്ക് പണിയെടുക്കാൻ പോകുന്ന പറമ്പിന്റെ ഉടമയുണ്ടല്ലോ, അയാൾക്ക് എന്ത് സുഖം അറിയോ? അയാൾ വിളവെല്ലാം എടുക്കുന്നു, വിൽക്കുന്നു, പൈസ സമ്പാദിക്കുന്നു, പോറ്റുന്നു, കുട്ടിയൊക്കെ സുഖം. പിന്നെ അപ്പുറത്താണ് നല്ലൊരു പലിശക്കാരനുണ്ട്, പലിശയ്ക്ക് പൈസ കൊടുത്തിട്ട് കിട്ടുന്ന പണം കൊണ്ടല്ല അയാൾ അടിച്ചു പൊളിച്ച് അയാൾ ജീവിക്കുന്നു. പിന്നെ വേറൊരാളുണ്ട്, ഒരു പൂജാരി,
ഈ പൂജാരി ആണെങ്കിൽ പൂജ ചെയ്ത് അയാൾക്കും നല്ലോണം പൈസ കിട്ടുന്നു, അയാൾ സുഖമായിട്ട് ജീവിക്കുന്നു, ഇങ്ങനെ എല്ലാവർക്കും നല്ല സുഖമാണെന്ന് പറഞ്ഞു. അപ്പൊ ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പം ഈ സ്വാമിക്ക് സന്യാസിക്ക് മനസ്സിലായി ഇയാളോട് പറഞ്ഞിട്ട് കാര്യമില്ല, ഇയാൾ ഇങ്ങനെ എല്ലാത്തിനെയും ദോഷം മാത്രമാണ് കാണുന്നത്, അയാളുടെ ഭാഗത്തുള്ള ഗുണങ്ങളൊന്നും അയാൾ കാണുന്നില്ല. അപ്പൊ സന്യാസി പറഞ്ഞു, നാളെ നീ പറഞ്ഞ ഈ ഭൂമിയുടെ ഉടമ, അതുപോലെ തന്നെ ഈ പലിശക്കാരൻ, അതുപോലെ ഒരു കച്ചവടക്കാരൻ, അതുപോലെ പൂജാരി, ഇവരെ 4 പേരെ രാവിലെ വിളിച്ചോണ്ട് പോവാ, എന്നാൽ നിനക്ക് എല്ലാ വിധത്തിലുള്ള പുരോഗതിയും ഉണ്ടാകാൻ വേണ്ടി സങ്കടങ്ങളൊക്കെ തീരുന്ന വഴി ഞാൻ പറഞ്ഞുതരാമോ. അങ്ങനെ ഇയാൾ പോയിട്ട് പിറ്റേ ദിവസം ഈ 4 പേരെ കൊണ്ടുവന്നു. ഇവരെ 4 പേരെ കൊണ്ടുവന്ന് നിർത്തിയ ശേഷം നമ്മുടെ സന്യാസി ആദ്യം വ്യവസായിയോട്, ഭൂമിയുടെ ഉടമയോട് ചോദിച്ചു, നിങ്ങളാണല്ലേ നിങ്ങളുടെ ഗ്രാമത്തിൽ ഏറ്റവും സന്തോഷമുള്ള ആള്? ഇതാരാ സ്വാമിയോട് പറഞ്ഞത്? ഈ ഭൂവുടമ എന്ന് പറഞ്ഞിട്ട് എന്റെ ഒരു അവസ്ഥ എന്താ അറിയോ? കൃഷിയാണ് കഴിഞ്ഞ പ്രാവശ്യം ഉണങ്ങി മുഴുവൻ പോയി, ഇപ്രാവശ്യം നല്ലോണം ഉണ്ടായത് പകുതി കള്ളം കൊണ്ടുപോയി, വീട്ടിലാണ് അച്ഛനും അമ്മയ്ക്കും സുഖമല്ല, ഈ പൈസ കൊണ്ട് തികയുന്നില്ല, പണിയെടുക്കുന്ന കൂലിപ്പണിക്കാർക്ക് കൃത്യമായിട്ട് പൈസ പോലും കൊടുക്കാൻ പറ്റാണ്ട് ഞാൻ പല ഉറങ്ങാണ്ട് കുത്തിരിക്കുക. എന്നിട്ട് ആ സ്വാമി പറയുന്നത് എനിക്ക് ആ സുഖമെന്ന്. അപ്പൊ നിങ്ങൾക്കല്ലേ? പിന്നെ എനിക്ക് തോന്നുന്നു ആ വ്യവസായിക്കാണ് വലിയ കുഴപ്പമില്ല. അപ്പൊ വ്യവസായിനോട് അപ്പൊ നിങ്ങളല്ലേ എന്റെ ഗ്രാമത്തിൽ ഏറ്റവും സുഖമുള്ള ആള്? എന്റെ സ്വാമി കളിയാക്കുവാണ് നമ്മളെ. ഞാൻ കച്ചവടമൊക്കെ പലപ്പോഴും നഷ്ടത്തിലാണ്. അതുപോലെ തന്നെ സാധനങ്ങളൊക്കെ വാങ്ങി വിൽക്കാൻ ചെല്ലുമ്പോൾ വില കുറഞ്ഞു പോയിട്ട് ഒക്കെ പ്രശ്നമാണ്. അതുപോലെ വീട്ടിലും പല പ്രശ്നങ്ങളാണ്. അപ്പൊ ഇങ്ങനെ പൈസ ഇല്ലാതെ വന്നാൽ വീട്ടിലാണ് മക്കളും ഞാനായിട്ട് വഴക്കാണ്, അങ്ങനെയൊക്കെ പ്രശ്നമാണ്. അങ്ങനെയുള്ള ഞാനാണ് സുഖവാൻ. അപ്പൊ പറഞ്ഞ പലിശക്കാരനായിരിക്കുന്നു. ആ പലിശക്കാരനോട് ചോദിച്ചു, അയ്യോ പലിശക്കാരനായാലും പറയാം എന്തായാലും കാര്യം, പലിശക്ക് പൈസ വാങ്ങിച്ചു പോയിട്ട് പലിശ പോയിട്ട് മുതൽ പോലും തരുന്ന ആൾക്കാര്, പിന്നെ അത് വാങ്ങാൻ പോയിട്ട് ചിലപ്പോൾ എനിക്ക് നല്ല കിട്ടുന്നത് അറിയോ നിങ്ങൾക്ക്? അതുപോലെ എനിക്ക് ശരീരത്തിന് എന്തെല്ലാം വേദന ഉണ്ട്, എന്തൊക്കെ അസുഖങ്ങളെന്ന് അറിയോ? ഇതും പറഞ്ഞു. അങ്ങനെ ഈ 4 പേരും അവരുടെ സങ്കടങ്ങളെല്ലാം പറഞ്ഞു. അപ്പൊ സ്വാമി ചോദിച്ചു, അപ്പൊ പിന്നെ നിങ്ങളുടെ നാട്ടിൽ ഏറ്റവും സുഖിമാനായിട്ട് നിങ്ങൾക്ക് തോന്നുന്ന ആളാരെ? അത് ഈ നിൽക്കുന്ന ഈ പറഞ്ഞ കർഷക തൊഴിലാളി. ഈ സുഖമില്ലാന്ന് പറഞ്ഞ ആളെ ചൂണ്ടിട്ട് 4 പേരും പറയാണ്, ഇയാൾക്കാണെങ്കിൽ അയാൾ എന്താ പറയുന്നറിയോ? സത്യസന്ധമായിട്ട് പണിയെടുത്തിട്ടാ പൈസ വാങ്ങുന്നത്. ആ പൈസ കൊണ്ട് അയാളുടെ കുടുംബം പോറ്റുന്നുണ്ട്, അയാൾ നല്ല അധ്വാനിയാണ്, നല്ല ആരോഗ്യമുണ്ട്, അയാളുടെ കുടുംബം സന്തോഷമായിട്ട് കഴിയുന്നത്, അയാൾ പൈസ ഉണ്ടാക്കുന്നത് നല്ലോണമാണ്. അപ്പോഴാണ് ഇയാൾ ആലോചിക്കുന്നത്, ശരിയാണല്ലോ, അയാൾ ചിരിക്കാപ്പോ. അപ്പൊ സ്വാമിക്ക് മനസ്സിലായി, ഇയാൾക്ക് കാര്യം മനസ്സിലായിരുന്നു. ഇവിടെ എന്താ സംഭവിച്ചത്? നമ്മൾ ഓരോരുത്തരും എന്ത് ചെയ്യുന്നു? നമ്മൾ ഓരോരുത്തരും വിചാരിക്കും നമുക്ക് മാത്രമാണ് ഈ സങ്കടങ്ങളെല്ലാം ഉള്ളത്. സങ്കടങ്ങളില്ലാത്ത ആരെങ്കിലും ഈ കൂട്ടത്തിൽ ഇരിപ്പുണ്ടോ? ജീവിതത്തിൽ സങ്കടങ്ങളില്ലാതെ സന്തോഷം മാത്രമുള്ള ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടോ? എന്തെങ്കിലും സമ്മാനം തരാനാണ് ഉണ്ടോ? ഈ ലോകത്തിന്റെ തന്നെ അസ്തിത്വം എന്ന് പറയുന്നത് അനിശ്ചിതത്വമാണ്, ശരിയല്ലേ? ആർക്കെങ്കിലും സുഖം മാത്രമുള്ളതായി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അപ്പൊ അതിന്റെ അർത്ഥം എന്താ? നിർബന്ധമായിട്ടും ശ്രീബുദ്ധനും ശ്രീനാരായണ ഗുരുവും എല്ലാവരും പഠിപ്പിച്ചത് അതാണ്. ജീവിതം എന്ന് പറഞ്ഞാൽ അത് രാമായണത്തിൽ രാമൻ പഠിപ്പിക്കുന്നത് തന്നെയാണ്. ശ്രീരാമനെ പോലെ സങ്കടം അനുഭവിച്ച ആരെങ്കിലും ഉണ്ടോ? നിങ്ങൾ ആലോചിച്ച്, ശ്രീരാമനും സീതയും അനുഭവിച്ച അത്രയും സങ്കടം അനുഭവിച്ച ആരെയും നിങ്ങൾക്കറിയാവോ? ആകാശത്തൂതിപ്പ് അത്രയില്ല. എന്താ മനസ്സിലായില്ല? ശ്രീരാമൻ പട്ടാഭിഷേകത്തോടു കൂടി കഴിഞ്ഞില്ലേ, പിന്നെന്താ? ഭാര്യയെ പിരിയുന്നു, മക്കളെ കാണാൻ കഴിയുന്നില്ല, എന്തുമാത്രം വിഷമം അനുഭവിച്ചു. അപ്പൊ അതുപോലെ അപ്പൊ ജീവിതത്തിൽ എന്താണ് അവർ പഠിപ്പിച്ചു തരുന്നത്? മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് ഈ സുഖവും ദുഃഖവും ഒന്നു ചേർന്നതാണ്. അപ്പൊ നമുക്ക് കൃത്യമായൊരു ബോധ്യം വേണം. ഏത് സങ്കടം അല്ലെങ്കിൽ പ്രയാസം പ്രതിസന്ധി വന്നാലും ഇത് ജീവിതത്തിൽ ഉണ്ടാവുന്നതാണ്. അതിനെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഉത്സാഹം കൊണ്ട്, പ്രാർത്ഥന കൊണ്ട്, അധ്വാനം കൊണ്ട് നമ്മൾ അതിനെ മറികടക്കണം. നമ്മൾ ആഗ്രഹിക്കുന്നല്ല അതേപോലെ കിട്ടുമോ? കാണുന്ന സ്വപ്നങ്ങൾ എല്ലാം ഫലിച്ചാൽ കാലത്തിൻ കൽപ്പനയ്ക്കെന്തു മൂല്യം. കേട്ടുണ്ടോ? എവിടെ കേട്ട്? ഏതോ ഒരു സിനിമയിലുള്ളതാ, വളരെ അർത്ഥവത്തല്ലേ? എന്താണത്? കാണുന്ന സ്വപ്നങ്ങൾ എല്ലാം ഫലിച്ചാൽ കാലത്തിൻ കൽപ്പനയ്ക്കെന്തു മൂല്യം. നമ്മുടെ ഭാജനം എന്നും നിറഞ്ഞാൽ നാരായണനെന്തിനമ്പലങ്ങൾ. നമ്മൾ ആഗ്രഹിക്കുന്നില്ല അതേപടി കിട്ടുകയാണ്, പിന്നെ നമ്മൾ അമ്പലത്തിൽ പോകേണ്ട ആവശ്യമുണ്ടോ? പിന്നെ അമ്പലമൊന്നും വേണ്ട. അപ്പൊ ഇതുപോലുള്ളത് ഒരു മനുഷ്യന്റെ ജീവിതത്തില് തീർച്ചയായിട്ടും അനുഭവിച്ച് തിരിച്ചറിയേണ്ട ഒരു സത്യമാണ്. നമുക്ക് എന്തുണ്ട്? സുഖവും ദുഃഖവും മാറി മാറി വരും എന്നാണ്. അതായത് നമ്മൾ സുഖമായി ഒരിടത്ത് കിടക്കുമ്പോൾ ഓർക്കുക, ദുഃഖം തൊട്ടടുത്ത കട്ടിലിൽ മൂടി പുതച്ച് കിടപ്പുണ്ട്. നമ്മൾ സുഖമായി കിടക്കുമ്പോൾ എന്താണുള്ളത്? തൊട്ടപ്പുറത്ത് മറ്റൊരു കട്ടിലിൽ ദുഃഖം മൂടി പുതച്ച് കിടപ്പുണ്ട്. അവൻ എപ്പോ വേണമെങ്കിലും നമ്മുടെ കൂടെ കയറി കിടന്നേക്കാം. അപ്പോൾ നമ്മൾ അവിടെ പരാജയപ്പെട്ട് വീഴുകയല്ല വേണ്ടത്. അതിന് നമ്മൾ സഹനശക്തിയോടെ, അധ്വാനത്തിലൂടെ, പ്രാർത്ഥനയിലൂടെ, പരിശ്രമത്തിലൂടെ അതിന് നമ്മൾ വിജയിക്കണം. അതിനെ അതിജീവിക്കുകയല്ലാണ്ട് വേറെ മാർഗമൊന്നും ഇല്ല. അത് അറിയുന്നവരെന്ത് ചെയ്യും?
ആ സങ്കടങ്ങളൊക്കെ ഇത് മനുഷ്യർക്കൊക്കെ ഉള്ളതാണ്. എന്നെക്കാൾ സങ്കടം ആർക്കാണ്? മറ്റുള്ളവർക്കുണ്ട്. അതുകൊണ്ട് ഇതൊന്നും സാരമല്ല, ഞാൻ ഇതിനെല്ലാം നേരിടുമെന്ന് തീരുമാനിച്ചാൽ എന്തായി? നേരിടാൻ പറ്റും. അല്ലാത്തവരെന്ത് ചെയ്യും? ചിലർ ഒരു മുഴം കയറ് വാങ്ങി സംഗതി കുഴപ്പാക്കും. ശരിയാണോ? ആണോ? അതുപോലെ ജീവിതത്തിൽ വിജയം മാത്രമുള്ളോ? ഈ കൂട്ടത്തിൽ ആരെങ്കിലും ഏതധ്വാനത്തിന് പോയിട്ടും തോറ്റിട്ട് ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? തോൽവി അറിയാത്ത ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടോ? ഉണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആമയും മൊയിലിന്റെ ഒരു സൂചന പറഞ്ഞിരുന്നു ഇല്ലേ? ഏറ്റവും വലിയ ഓട്ടക്കാരനാരാ? മൊയിലാണ്. പക്ഷെ ആമയും മൊയിലും പന്തയം വെച്ചിട്ട് ആരാ ജയിച്ചത്? ആമയാണ്. അപ്പൊ മൊയിലുണ്ടായ നാണക്കേടിനേക്കാളും വലിയ നാണക്കേട് വേറെ ഉണ്ടോ? എല്ലാ ജന്തുക്കളുടെയും മുമ്പിൽ ഏറ്റവും വലിയ ഹുസൈൻ ബോൾട്ട് അല്ലെ, ഞാനാണ് ഭയങ്കര ഓട്ടക്കാരൻ എന്ന് പറഞ്ഞാൽ, അല്ലെ കാൾ ലൂയിസ് പഴയ ഓട്ടക്കാരനാണ്, അല്ലെങ്കിൽ പി ടി ഉഷ ഇതിനേക്കാളും വലിയ ഓട്ടക്കാരനാണ് ഞാനെന്നും പറഞ്ഞ് അഭിമാനിച്ചിങ്ങനെ തലയുയർത്തി നടന്ന മൊയിൽ അതാ കിടക്കുന്നു, തോറ്റുപോയി. അപ്പൊ മൊയിൽ പോയി ആത്മഹത്യ ചെയ്തോ? വെള്ളത്തിൽ ചാടി പാനി കെട്ടി തൂങ്ങിച്ചാത്തോ? പിന്നെന്താ നമ്മൾ ചെയ്യുന്നത്? ബുദ്ധിയില്ലാതെ. ശരിയല്ലേ? ഏപ്രിൽ 9 കിട്ടി, ഒന്ന് കുറഞ്ഞു പോയത് നമ്മുടെ നാട്ടിൽ ഒരു കുട്ടി ആത്മഹത്യ ചെയ്തിട്ട് അറിയാമോ? അത് കുട്ടീനെ കുറ്റായിരിക്കില്ല, ചില വീട്ടുകാരെ ആരെന്ന് എനിക്കറിയില്ല കേട്ടോ, കേട്ടിട്ടുള്ളതാ, നമ്മുടെ നാട്ടിൽ എവിടെയാണ്. അപ്പൊ അത് എന്താണ് കാരണം? ആ കുട്ടി അത്ര അങ്ങനെ ആയിപ്പോയതാ. അപ്പൊ എന്തായാലും ഇത് മനുഷ്യൻ കാണിക്കുന്ന കുഴപ്പമില്ലേ? നിങ്ങൾ യേശുദാസിനെ പരിചയമുണ്ടോ? നമ്മുടെ നാട്ടിൽ ദൈവങ്ങൾക്ക് ഉറങ്ങണമെങ്കിൽ ആര് വേണം? യേശുദാസ് വേണം. യേശുദാസിന്റെ കുട്ടിക്കാലം കേട്ടിട്ടുണ്ടോ? കുറച്ചു പേർക്ക് അറിയാമോ യേശുദാസിന്റെ കുട്ടിക്കാലം കേട്ടിട്ടുണ്ടോ? അഗസ്റ്റിൻ ജോസഫ് എന്ന് പറയുന്ന ഭാഗവതരുടെ മകനാണ്. കുട്ടിക്കാലം വളരെ കഷ്ടപ്പാടായിരുന്നു, ദാരിദ്ര്യപൂർണ്ണമായിരുന്നു. പക്ഷെ പാട്ടിനോട് അദമ്യമായ മോഹം. അച്ഛൻ പാട്ടുകാരനായതുകൊണ്ട് മകനും പാടാൻ ആഗ്രഹിച്ചു. അച്ഛൻ പഠിപ്പിച്ചു അവസാനം സ്വാതി തിരുനാൾ സംഗീത കോളേജിൽ തിരുവനന്തപുരത്ത് ഒരുവിധ അഡ്മിഷൻ കിട്ടിയിട്ട് പഠിക്കാൻ പോകുന്ന സമയത്ത് കൂട്ടുകാര് നമ്മുടെ സാധിക്കിനെ പോലുള്ള നല്ല മനുഷ്യർ വേറെ ഉള്ളത്. അപ്പൊ നിങ്ങളൊന്നും മോശം ഞാൻ പറഞ്ഞില്ല, എല്ലാവരും നല്ലതാണ്. സാധിക്കും ഇങ്ങനെ ആലോചിക്കാം, ഞാനാണോ നല്ലത് എന്തോട്ടെ, സാധിക്കും അങ്ങനെ നല്ല ആളല്ലേ. അപ്പൊ എല്ലാവരും കൂടി ചേർന്ന് പൈസ കൊടുത്തു വിട്ടു, ഓട്ടോറിക്ഷ തൊഴിലാളികൾ എന്നൊക്കെ പറയുന്ന കൂട്ടായ്മയില്ലേ. അങ്ങനെ ആ യേശുദാസിനെ പറഞ്ഞയച്ചു. യേശുദാസ് അവിടെ പോയിട്ട് താമസിക്കുമ്പോൾ ഹോസ്റ്റൽ ഫീസ് കൊടുക്കാൻ പൈസയില്ല. ഹോസ്റ്റൽ ഫീസ് കൊടുക്കാൻ പൈസ തന്നില്ല. അപ്പൊ എന്ത് ചെയ്യുന്നറിയാമോ? കോളേജിന്റെ പ്രിൻസിപ്പലിനെ കാത്തുനിന്ന് രാത്രി കണ്ടു. എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, ചെമ്മാങ്കുടി ശ്രീനിവാസ അയ്യരാണ് പാട്ടുകാരനായ അദ്ദേഹമാണ് പ്രിൻസിപ്പൾ. അദ്ദേഹത്തോട് പറഞ്ഞു, ഞാനിങ്ങനെ പഠിക്കാൻ വന്നതാണ്, അഡ്മിഷൻ എടുത്തിട്ടുണ്ട്, എനിക്ക് ഹോസ്റ്റലിൽ കയറാൻ പൈസ കൊടുക്കാനില്ലല്ലോ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ ആലോചിക്കട്ടെ എന്ന് പറഞ്ഞു. ആലോചിച്ചിട്ട് പറഞ്ഞു, ഒരു കാര്യം ചെയ്തു, എന്റെ കാർ ഷെഡിൽ താമസിച്ചോളാൻ പറഞ്ഞു. എന്റെ കാർ ഷെഡിൽ ഈ പറയുന്ന ആരാണെന്ന് അറിയാമോ? ലോകം കീഴടക്കിയ ഗാനഗന്ധർവൻ യേശുദാസിന്റെ കാര്യം പറയുന്നത്. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു? അത് മതി എന്ന് പറഞ്ഞു, തൽക്കാലം പഠിക്കാനുള്ള മോഹം കൊണ്ട് എന്തും ചെയ്യും. അപ്പൊ അവിടെ കിടക്കാൻ ചെല്ലുമ്പോൾ പറഞ്ഞു, വണ്ടി രാത്രി ഞാൻ പാട്ടം കഴിഞ്ഞ് വണ്ടി അവിടെ വന്ന് കഴിഞ്ഞിട്ട് എനിക്ക് കയറി കിടക്കാവുള്ളൂ, കാത്തിരിക്കണം. രാവിലെ വണ്ടി എടുത്ത് കഴുകാനൊക്കെ വരുന്നതിന് മുമ്പ് എഴുന്നേക്കണം. അതെല്ലാം അനുസരിച്ച് അവിടെ കിടന്ന് പട്ടിണി കിടന്നും പച്ചവെള്ളം കുടിച്ചും പൈപ്പ് വെള്ളം കുടിച്ചും വളർന്ന മനുഷ്യന്റെ പേരാണ് യേശുദാസ്. ആ യേശുദാസ് അങ്ങനെ സംഗീത കോളേജിൽ പഠിച്ചു വരുന്നതിനിടയിൽ അന്നത്തെ ഏക കേന്ദ്രം റേഡിയോ, ഓൾ ഇന്ത്യ റേഡിയോ തിരുവനന്തപുരം നിലയത്തിൽ അദ്ദേഹം അപേക്ഷ കൊടുത്തു, എനിക്ക് ലളിതഗാനം പാടാൻ അവസരം വേണമെന്ന്. അപേക്ഷ വാങ്ങിച്ചു വെച്ചു. അടുത്ത ദിവസം ഇന്റർവ്യൂവിന് വിളിച്ചു. വിദഗ്ധരായ അക്കാലത്തെ ഏറ്റവും മിടുക്കന്മാരായ പാട്ടുകാരുടെ പാനൽ അദ്ദേഹത്തെ ഇന്റർവ്യൂ ചെയ്തു. അവസാനം എന്ത് പറഞ്ഞറിയാമോ? അദ്ദേഹം വീട്ടിൽ കോളേജിലേക്ക് പോകുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു മടക്കക്കത്ത് കിട്ടി. കത്തിൽ എഴുതിയിട്ടുണ്ട്, നിങ്ങളുടെ ഇന്റർവ്യൂ പ്രകാരം നിങ്ങൾക്ക് മാർക്കില്ല, നിങ്ങളുടെ ശബ്ദത്തിന് ഗാംഭീര്യമില്ല, മാധുര്യമില്ല, ആളുകളിൽ ഇമ്പമുണ്ടാക്കാനും കമ്പമുണ്ടാക്കാനും കഴിയാത്ത ശബ്ദമായതുകൊണ്ട് നിന്റെ അപേക്ഷ നിരസിച്ചിരിക്കുന്നു, ദുഃഖിതനായി. അന്ന് അത് കേട്ടിട്ട് ഈ പാട്ട് കൊണ്ട് എനിക്ക് ജീവിതം ഉണ്ടാവില്ല എന്ന് തീരുമാനിച്ച് ഇറങ്ങിപ്പോയിരുന്നെങ്കിൽ ലോകത്ത് ഇത്രയും വലിയൊരു നഷ്ടം മനുഷ്യവർഗത്തിൽ ഉണ്ടാകുമായിരുന്നോ? ആ മഹാനായ ഗായകൻ. ശരിയാണോ? അതാണ് സംഭവിച്ചത്. അത് അങ്ങനെ പിന്നെയും അദ്ദേഹം പാട്ട് തുടർന്നു. അദ്ദേഹം നേരത്തെ പറഞ്ഞതുപോലെയാണ്, പോരാടി അദ്ദേഹം തുടർന്നു. എന്നിട്ട് വീണ്ടും അദ്ദേഹം അവസാനം പാട്ടൊക്കെ പാടി ഈ പറഞ്ഞ കോഴ്സ് പാസ്സായ ശേഷം സിനിമയിൽ അപേക്ഷിച്ചു. സിനിമയ്ക്ക് വേണ്ടി പോയിട്ട്, സിനിമയുടെ പേര് നല്ല തങ്ക എന്നാണ് എന്റെ ഓർമ്മ. നല്ല തങ്ക എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് പാടാൻ വേണ്ടിയിട്ട് അദ്ദേഹം ആവശ്യപ്പെട്ടു. അങ്ങനെ സംവിധായകൻ, ഗാനത്തിന്റെ സംവിധാനം ഉണ്ടല്ലോ, ആ സംവിധായകൻ വിളിച്ചു വരുത്തി ശബ്ദ പരിശോധന നടത്തിയിട്ട് പറഞ്ഞു, നിങ്ങളുടെ പാട്ട് പറ്റില്ല, ശബ്ദം പോരാന്ന് പറഞ്ഞു വിട്ടു. പിന്നെയും വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് പിന്നെ എന്തായിരുന്നു പേര് പറഞ്ഞത്, സിനിമയുടെ പേര് എനിക്ക് ഓർമ്മയുണ്ട്. അതിനകത്ത് അവസാനം 5 പാട്ട് പാടാൻ അവസരം കിട്ടി. അതിന്റെ പേര് എന്തായിരുന്നു? കാൽപ്പാടുകൾ എന്നാണ് എനിക്ക് തോന്നുന്നത്. ആർക്കറിയോ? കാൽപ്പാടുകളാന്ന് തോന്നുന്നു. ഈ കാൽപ്പാടുകൾ എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് പാടാൻ അവസരം കിട്ടി. കഷ്ടകാലത്തിന് ജലദോഷമായിട്ട് തൊണ്ടയടപ്പ്. ഒരു പാട്ട് പാടി. ആ പാട്ടിലാണ് അദ്ദേഹം അറിയപ്പെട്ടത്. ആ പാട്ട് എന്നറിയാമോ? ശ്രീനാരായണ ഗുരുദേവൻ എഴുതി വെച്ചതാ. ഏതാത്? ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിതെന്നും അദ്ദേഹം പാടുന്നത് കേട്ടിട്ടുണ്ടോ? ഞാൻ പാടിയല്ലോ കേട്ടോ, കേട്ടിട്ടുണ്ടോ?
ആ ഒറ്റ പാട്ടിലൂടെ സിനിമയിലേക്ക് വരുന്നു. ഇപ്പൊ ആരാണ് നമ്മുടെ ഭഗവാൻ? നമ്മുടെ അയ്യപ്പൻ ഉറങ്ങണമെങ്കിൽ ഹരിവരാസനം പാടണം വേണ്ടേ? ആ മഹാനായ ഗായകനെ നമ്മൾ കണ്ടാൽ ഇവിടെ ഇപ്പൊ വന്നാൽ ഞാനും നിങ്ങളുമടങ്കം അദ്ദേഹത്തിന്റെ കാൽപാദങ്ങളിൽ വീണ് നമസ്കരിക്കൂലേ? അദ്ദേഹം ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ആദ്യ രംഗങ്ങളിൽ പാട്ട് നിഷേധിക്കപ്പെട്ടപ്പോ, ഇന്റർവ്യൂവിൽ ഒഴിവാക്കിയപ്പോ ഇനി ഞാൻ പോയിട്ട് കാര്യമില്ല എന്ന് തീരുമാനിച്ചിരുന്നെങ്കിൽ ഉണ്ടാകാമോ നഷ്ടം? അപ്പൊ നമ്മളുടെ പഠനത്തിനിടയിൽ ഒരു A+ പോയതുകൊണ്ട്, ഒരു ക്ലാസ്സിൽ തോറ്റത് കൊണ്ട്, അല്ലെങ്കിൽ നമ്മളൊരു ബിസിനസ് ഇറങ്ങി പുറപ്പെട്ടിട്ട് വിജയിക്കാത്തത് കൊണ്ട് അവിടെ വെച്ച് അവസാനിപ്പിച്ച് തൂങ്ങിച്ചാവണോ? വേണ്ട. പിന്നെയും എന്ത് ചെയ്യണം? പരിശ്രമം ചെയ്യുക. എന്തിനേയും വശത്തിലാക്കാൻ കഴിവുള്ളവണ്ണം ദീർഘങ്ങളാം കൈകളെ നൽകിയത്രേ മാന്ത്രക്കാരെ സൃഷ്ടിച്ചത് ഈശൻ അല്ലേ? അപ്പൊ അങ്ങനെ ഇനി അധികം നീട്ടണ്ട അല്ലെ? സ്വാമി ഒരുപാടായില്ലേ? തലയാട്ടുന്നുണ്ട്, ഞാൻ നിർത്തണം. അപ്പൊ എങ്ങനെ പോവാൻ? അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ടതാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് ഗുണപാഠങ്ങളായി നമുക്ക് സ്വീകരിക്കാവുന്നതാണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഏത് തരത്തിലുള്ള കാര്യത്തിൽ പരാജയം വന്നാലും ഇതുകൊണ്ട് അവസാനിപ്പിക്കുകയല്ല വേണ്ടത്, മൊയിൽ ചെയ്ത പോലെ ചെയ്യണം. കേട്ടോ? അതെന്താ മൊയിൽ ചെയ്തെന്ന് നിങ്ങൾക്ക് അറിയാമോ? സാധിക്കണം അറിയാം മൊയിൽ എന്താ ചെയ്തെന്ന്? നേരത്തെ തോറ്റുപോയ മൊയിലില്ലേ എന്ത് ചെയ്യുന്നറിയാമോ? തോറ്റുപോയ മൊയിൽ തീരുമാനിച്ച അടുത്ത പ്രാവശ്യം ഞാൻ ഓടി ജയിക്കുന്നു. എന്നിട്ട് പോയിട്ട് ആമനോട് പറഞ്ഞേട്ടാ, നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഒറ്റ പ്രാവശ്യം കൂടെ മത്സരിക്കടാം. അപ്പൊ ആമയാരാ? ഞാൻ ജയിച്ചു നിൽക്കല്ലേ? ആമ പറഞ്ഞ എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ റെഡിയാന്ന് പറഞ്ഞു. ആ അടുത്ത പ്രാവശ്യം ആമയും മൊയിലും കൂടി കാട്ടുമൃഗങ്ങളെല്ലാം നോക്കി നിൽക്കുക ഓടി. ആരാ ജയിച്ചത്? വലിയിട്ടില്ലേ പോലെ. അപ്പൊ നമ്മൾ ഒരു പ്രാവശ്യം പരാജയപ്പെട്ടാൽ വീണ്ടും അതിനേക്കാൾ വേഗത്തിൽ കുതിച്ചു പാനാ പോലെ. അപ്പൊ തോൽവി വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയല്ലേ? അപ്പൊ അങ്ങനെ മുന്നോട്ട് പോയാൽ മതി എന്നാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് കൂടി ചുരുക്കി പറഞ്ഞാൽ മനസ്സിലാക്കാം. മനസ്സിലാക്കാൻ തെറ്റിപ്പോ ഞാൻ പിൻവലിക്കുന്നു. അല്ല, പറയാമെന്നുള്ളത് മനസ്സിലാക്കാനല്ലല്ലോ, നമ്മളെല്ലാം ഒരുപോലുള്ള ആൾക്കാർ. അപ്പൊ എന്താ പറയുക, നമ്മുടെ കർമ്മമാണ് നമുക്ക് എന്ത് തരുന്നത് എന്നാണ് ശ്രീബുദ്ധനൊക്കെ പറയുന്നത്. ശരിയാണോ? നമ്മൾ എന്ത് ചെയ്യുന്നു അത് നമ്മൾ വിതച്ചതേ കൊയ്യുന്നു എന്നാണ് എന്നോട് പറഞ്ഞിരുന്നില്ലായിരുന്നു. സത്യമല്ലേ? അപ്പൊ സത്യമാണ് അല്ലേ സാധിക്കേ? വിതച്ചതേ കൊയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മുടെ കർമ്മം അനുസരിച്ചാണ് നമുക്ക് നല്ലത് ചെയ്താൽ നല്ല ഫലം കിട്ടും, മോശം ചെയ്താൽ മോശം കിട്ടും. അപ്പൊ അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അതെന്താ വെച്ച് കഴിഞ്ഞാല്, നേരത്തെ പറഞ്ഞ ഒരു സന്യാസിന്റെ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ ഒരു നല്ല സന്യാസി ചൈനയിലാണ്. ആ ശിഷ്യന്റെ പേര് ലൂക്കി എന്നാണ്, സന്യാസിന്റെ പേര് സൻസായി എന്നാണ്. ഈ സൻസായി എന്ന് പറഞ്ഞ സന്യാസിയുടെ ശിഷ്യഗണങ്ങളിൽ ഏറ്റവും ഭയം തീർക്കാം. കൂടെ ഉണ്ടായിരുന്ന ശിഷ്യഗണങ്ങളിൽ അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചെറുപ്പക്കാരനായ സന്യാസി ഉണ്ടായത് ലൂക്കി എന്നാണ് പേര്. ഈ സന്യാസിയുടെ ഈ എന്താ പറയാ ധ്യാനത്തിന്റെയും മറ്റും ഒക്കെ ശക്തിയിൽ ദീർഘകാലജ്ഞാനിയായ അദ്ദേഹം മനസ്സിലാക്കി ഈ ലൂക്കി എന്ന് പറയുന്ന ഈ സന്യാസി ബാലൻ, ഈ ചെറുപ്പക്കാരൻ 7 ദിവസം കൊണ്ട് മരിച്ചു. 7ാമത്തെ ദിവസം മരിക്കുമെന്ന് കൃത്യമായി അദ്ദേഹം മനസ്സിലായി. അപ്പൊ അദ്ദേഹം എന്താ ആലോചിച്ചു? ഈ സന്യാസിയെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ, നീ ഇവിടെ വന്നിട്ട് കുറെ കാലമായില്ലേ, നീ വീട്ടിൽ പോകാറില്ലേ? അപ്പൊ പറഞ്ഞു, ഞാൻ ഏതായിരുന്നാലും ഒരു സർവ്വസംഘ പരിത്യാഗിയായി ഇതെല്ലാം ഉപേക്ഷിച്ച് വന്നുകൊണ്ട് എനിക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ പറഞ്ഞു, എനിക്ക് എന്റെ അമ്മയെ ഇടയ്ക്ക് ഓർമ്മയുണ്ട് എന്ന് പറഞ്ഞു. എന്നാൽ മോനൊരു കാര്യം ചെയ്തൊരു 7 ദിവസം അവധി തന്നിരിക്കുന്നു, വീട്ടിൽ പോകണം പറഞ്ഞു. വീട്ടിൽ പോയിട്ട് നീ അമ്മയെ കൂടെ താമസിച്ചിട്ട് 7 ദിവസം കഴിഞ്ഞ് 8ാമത്തെ ദിവസം വന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഈ ശിഷ്യൻ ഇറങ്ങി പോകുമ്പോൾ ഈ സന്യാസി നോക്കിയൊക്കെ നിന്നു. ഇതൊരു അവസാന യാത്ര പോലെ സങ്കടത്തോടെ യാത്ര അയച്ചു പോയി. ഇവൻ നടന്നു പോവാണ്. ഈ യുവസന്യാസി നടന്നു പോയി കുറെ ദൂരം എത്തി കഴിഞ്ഞിട്ട് ഒരു പുഴയുടെ വക്കീലെത്തിയപ്പോൾ നടന്ന് ക്ഷീണിച്ചത് കൊണ്ട് അവിടെ ഇരുന്നു. ആ പുഴവക്കിൽ ഇരിക്കുന്ന സമയത്ത് ഈ സന്യാസിയായ ബാലൻ കാണുന്നത് പുഴയിൽ ഒരു തടി ഒഴുകി വരുന്നുണ്ട്. ഒരു തടി കഷ്ണം ഒഴുകി വരുന്നത് കണ്ടപ്പോ അത് നിറയെ ഉറുമ്പുകളാണ്. നിറഞ്ഞ് ഉറുമ്പ് കട്ട പിടിച്ച് വെള്ളത്തിൽ നിന്ന് രക്ഷപ്പെട്ട് കയറി കുത്തിരിക്കാം എന്ന് കയറിയിരുന്നതാണ്. എത്ര ദിവസമായി എന്നറിയില്ല. ആ സന്യാസിയുടെ ഹൃദയം അലിഞ്ഞു. അദ്ദേഹം എന്ത് ചെയ്തു? വെള്ളത്തിൽ ഇറങ്ങിച്ചെന്ന തടിക്കഷണം അനക്കാതെ എടുത്ത് പുറത്തു കൊണ്ടുവന്ന് കരയിൽ വെച്ചു. മുഴുവൻ ഉറുമ്പുകളെയും രക്ഷിച്ച ശേഷം ആ ഉറുമ്പുകൾക്ക് അദ്ദേഹത്തിന്റെ കീശയിൽ തിന്നാൻ കരുതിയിരുന്ന ബ്രെഡും ഒക്കെ എടുത്ത് മുറിച്ച് ആ ഉറുമ്പുകൾക്ക് ഇട്ടുകൊടുത്തു. ആ ഉറുമ്പുകളെല്ലാം ദിവസം പട്ടിണിയായിരുന്നതുകൊണ്ട് അതിന്റെ മൊത്തമായി പൊതിഞ്ഞു കയറിയിരുന്ന് തിന്നുന്നത് അദ്ദേഹം കണ്ട് ആസ്വദിച്ച് വീട്ടിലേക്ക് പോയതാണ്. അങ്ങനെ വീട്ടിൽ പോയ ശേഷം ആ മരണമൊന്നും സംഭവത്തില്ല, തിരിച്ചു വന്നു. ഈ കഥ കേട്ടപ്പോ സന്യാസി ഈ കാര്യം മനസ്സിലായി. എന്താണ് ചെയ്തത്? ആ ജീവികളെ രക്ഷിച്ചതോടുകൂടി ആ സന്യാസിക്ക് ആയുസ് നീട്ടിക്കിട്ടി. അപ്പോൾ ഇതിൽ പറയുന്നൊരു കാര്യം, മറ്റു ജീവജാലങ്ങളെ നമ്മൾ സഹായിച്ചാൽ രക്ഷിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ആയുസ് നീട്ടിക്കിട്ടും, നന്മ കിട്ടും. നിങ്ങൾക്ക് സ്നേഹം കിട്ടണമെങ്കിൽ നിങ്ങൾ എന്ത് കൊടുക്കണം? നിങ്ങൾക്ക് എല്ലാവരുടെയും സ്നേഹം വേണം, നിങ്ങൾ എന്ത് കൊടുക്കണം? നിങ്ങൾ സ്നേഹം കൊടുക്കണം. നിങ്ങൾക്ക് എല്ലാവരുടെയും ബഹുമാനം കിട്ടണം, നിങ്ങൾ എന്ത് കൊടുക്കണം? അങ്ങോട്ട് ബഹുമാനം കൊടുക്കണം. ശരിയല്ലേ? നമ്മൾക്ക് എന്താണോ മറ്റുള്ളവരിൽ നിന്ന് കിട്ടേണ്ടത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളത് അങ്ങോട്ട് നൽകണം എന്നതാണ് ഇതിൽ നിന്ന് തീർച്ചയായിട്ടും നമ്മൾ പഠിക്കുന്നത് എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഇങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ, അതായത് മറ്റുള്ളവർക്ക് കൂടി ഇഷ്ടപ്പെടുന്ന നന്മ ചെയ്യാൻ കഴിയുന്ന പ്രവർത്തികളാണ് നമ്മൾ ചെയ്യേണ്ടത്. അതായത് ഒരു ബൂത്തിൽ നിന്ന്, പണ്ടത്തെ STD ബൂത്തില്ലേ, ഈ STD ബൂത്ത്, ടെലിഫോൺ ബൂത്തിൽ നിന്ന് ഒരു തൊഴിലാളി ഒരു വീട്ടിൽ വേലയ്ക്ക് നിൽക്കുന്ന കാറൊക്കെ നോക്കുന്ന
ഒരു ഗാർഡൻ ഒക്കെ നോക്കുന്ന ഒരു തൊഴിലാളി വീട്ടിലേക്ക് ഫോൺ വിളിക്കാൻ, എങ്ങോട്ടാ വിളിക്കുന്ന അറിയാമോ? അവൻ ജോലിക്ക് നിൽക്കുന്ന വീട്ടിലേക്കാണ്. ഈ ഫോൺ വിളിച്ചിട്ട് ചോദിക്കാണ്, അതിന്റെ മുതലാളിനോട് ചോദിക്കാണ്, നിങ്ങൾക്ക് വേലക്കാരനെ വേണമെന്ന് ചോദിച്ചു, ഒരു ഇതിലെ പൂന്തോട്ടം നോക്കാൻ. അപ്പൊ മുതലാളി പറഞ്ഞു, ഇവിടെ ഇപ്പൊ ഒരു പണിക്കാരൻ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞ ആ പണിക്കാരനേക്കാളും നല്ല പണിക്കാരനെ ഞാനെന്ന് പറഞ്ഞു. ആരെ വിളിക്കുന്ന അറിയില്ല. അപ്പൊ പറഞ്ഞു, അത് കുഴപ്പമില്ല, ഇപ്പൊ നിൽക്കുന്ന പണിക്കാരനെ കൊണ്ട് ഒരു കുഴപ്പമില്ല, നല്ല പണിക്കാരെന്ന് പറഞ്ഞു. അല്ല, ആ പണിക്കാരനെ പോലെയല്ല, ഞാൻ നിങ്ങൾ അയാൾ കൊടുക്കുന്നതിന്റെ പകുതി പൈസ മതി, ഞാൻ വന്നോളാന്ന് പറഞ്ഞു. എടോ, അത് കുഴപ്പമില്ലെന്ന് പറഞ്ഞില്ല, ഇയാളെ ഞങ്ങൾക്ക് ഇഷ്ടമാണ്, ഒരു കുഴപ്പമില്ല. അല്ല, അത് അയാൾ നോക്കുമ്പോൾ ഇല്ല, കാറും ഞാൻ കഴുകും, വീട്ടിന്റെ അടിച്ചു വരുത്തരും, എല്ലാം ഞാൻ ചെയ്തോളാം, എന്നാ പിന്നെ എന്നെ എടുത്തുകൂടാന്ന് ചോദിച്ചു. ഇങ്ങനെ കുറെ തവണ ചോദിച്ചിട്ടും ഈ മുതലാളി പറയാണ്, വേണ്ട, ഞങ്ങൾക്ക് ഇപ്പോൾ ഉള്ള പണിക്കാരൻ തന്നെ മതി, അയാൾ മതി, ഞങ്ങൾക്ക് പുതിയ ആളെ വേണ്ടാന്ന്. അപ്പൊ ഇത് കേട്ടിരുന്ന ബൂത്തിന്റെ ഉടമ ചോദിക്കാണ്, നിങ്ങൾ ഇത് പലവട്ടമാണല്ലോ ചോദിക്കുന്നത്, അയാൾ വേണ്ട വേണ്ട എന്ന് പറയുന്നില്ല, പിന്നെ എന്തിനായിരുന്നു ചോദിക്കുന്നത്? അപ്പൊ പറയാണ്, ഈ ചോദിക്കുന്നത് ഞാൻ നിൽക്കുന്ന വീട്ടിലേക്ക് എന്നെ കുറിച്ചാണ്. ഇയാൾ എന്താ ചോദിച്ചത്? ഈ വേലക്കാരനെ കുറിച്ചാണ് ആരോട് ചോദിക്കുന്നത്? ഉടമയോട് ചോദിക്കുന്നത്, അവനെ ഒഴിവാക്കിയിട്ട് എന്നെ എടുത്തുകൂടെ എന്ന്. അപ്പൊ എന്താ അതിന്റെ അർത്ഥം? ഞാൻ വേലയ്ക്ക് നിൽക്കുന്ന വീട്ടിൽ ആ വീട്ടുകാർക്ക് എന്റെ ജോലി ഇഷ്ടമാണോ എന്ന് എനിക്കറിയണം. ഈ നന്മയ്ക്ക് തുല്യമായ നന്മ വേറെ ഉണ്ടോ? അതാണ് അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അവരന്റെ സുഖത്തിനായി വരണം. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും മറ്റുള്ളവർക്ക് കൂടി ഉപകാരമുള്ളതോ നന്മയുള്ളതോ ആണെങ്കിൽ അത് നമുക്ക് തീർച്ചയായിട്ടും നന്മ കിട്ടും എന്ന്. മറ്റുള്ളവരുടെ നാശത്തിനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ, മറ്റുള്ളവരെ നശിപ്പിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്, എന്ത് സംഭവിക്കും? നമുക്ക് നാശം ഉണ്ടാവും. ഓക്കെ അല്ലേ? അപ്പൊ ഇത് നിർത്താം. അപ്പൊ ഇതുപോലെ നമ്മുടെ ചിന്തകളൊക്കെ നന്നാവണം. ഉദാഹരണമായി പറഞ്ഞാൽ, ഒരു വരമ്പിന്റെ വക്കിലൂടെ ഒരാൾ സ്ഥിരമായി നടന്നു പോകുന്നുണ്ട്. അത് അപ്പുറത്തെ ഒരാളുടെ പറമ്പാണ്. ഈ പറമ്പിൽ അയാൾ എന്ത് ചെയ്യുന്നറിയാം? നല്ല റബ്ബർ തൈ വെച്ചു. അപ്പൊ ഈ എന്നും നടന്നു പോകുന്ന ആൾക്ക് അയാളെ വളരെ ഇഷ്ടമായി, നല്ല കർഷകനല്ലേ. അപ്പൊ അവിടെ എന്ത് ചെയ്യുന്നറിയാം? പുലർച്ചെ നടന്നു പോകുമ്പോൾ ഈ തൈ ഇങ്ങനെ മുളച്ചു വരുന്ന തൈ കൈകൊണ്ട് പിടിച്ച് പൊന്തിച്ചിട്ട് ഉണ്ടാക്കി വെക്കും, പെട്ടെന്ന് വളരാൻ വേണ്ടി. മനസ്സിലായോ? ഈ പുതിയ റബ്ബർ തൈ വളർന്ന് കണ്ടിട്ട് അയാൾക്ക് വളരെ സന്തോഷം. അവിടെ എന്താക്കി? രാവിലെ വാരി കാണാത്തപ്പോൾ ഒന്ന് പൊന്തിച്ച് താത്തി വെക്കും. ഇങ്ങനെയൊക്കെ പണിയെടുത്താൽ ആരുടെ റബ്ബർ ഉണങ്ങിപ്പോകുന്ന അറിയാമോ? അയാളെ ഒരെണ്ണം ഉണങ്ങും, നമ്മുടെ മുഴുവൻ ഉണങ്ങും. അപ്പം ഞാൻ നിർത്തുകയാണ്. ഏതായാലും ഇതുപോലെ നമ്മുടെ മനസ്സ് അല്ലെ, ചിന്തകളും ഒക്കെ നന്നായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ദൈവാനുഗ്രഹം കൊണ്ട് നമുക്ക് നല്ലതേ വരും. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണപാഠം ഒന്നെന്താണ്? ജീവിതത്തിൽ വിജയം മാത്രമല്ല പരാജയങ്ങൾ ഉണ്ടാവാം, സുഖം മാത്രമല്ല ദുഃഖം ഉണ്ടാകാം. അതിനൊക്കെ നേരിടാൻ നമ്മൾ പ്രാപ്തരായിരിക്കണമല്ല, അതിനു മുമ്പിൽ തകർന്ന് തരിപ്പണമാവരുത് അല്ലെ. പിന്നെ വീട്ടിൽ എന്താണ്? മക്കൾക്കും മറ്റുമൊക്കെ നമ്മൾ മാതൃകയായി സ്നേഹം കൊണ്ട് തന്നെ അവരെന്ത് ചെയ്യണം? തോൽപ്പിച്ച് നമ്മുടെ കൂടെ നിർത്തണം എന്നുള്ളതാണ്. അതിന് സ്നേഹത്തിൽ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, ഒരു വീട്ടിൽ പിന്നെ 2 മക്കളും ഒരു അമ്മയും കൊണ്ടുള്ളത് ഒരു മിനിറ്റ് കൊണ്ട് പറഞ്ഞു തീർക്കാം. വളരെ ദുരിതമാണ്. അച്ഛൻ വളരെ ദൂരെ കൂലിപ്പണിക്ക് പോയതാണ്. അയാൾ അവിടെ 3-4 കൊല്ലം പണിയെടുത്ത് പൈസ കൊണ്ടുവന്നിട്ട് അവരുടെ ചെറിയ വീട് മനോഹരമാക്കി ഓടൊക്കെ ഇട്ട് പെയിന്റൊക്കെ അടിച്ച് കുറെ വർഷങ്ങൾ മുമ്പ് ഭംഗിയാക്കി വെച്ചിരിക്കുകയാണ്. അങ്ങനെ ഭംഗിയാക്കി വെച്ചിരിക്കുന്ന വീട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് വീട്ടിൽ പൈസ ഒക്കെ തീർന്നു. ഇയാൾ പിന്നെ പണിക്ക് പോയതാണ്. അപ്പൊ ഒരു ദിവസം പൈസ, അരിയും മറ്റു സാധനങ്ങളൊക്കെ തീർന്ന് ഇങ്ങനെ കഷ്ടപ്പെട്ടിരിക്കുമ്പോഴാണ് പോസ്റ്റ്മാൻ വന്ന് പറയുന്നത്, ഇന്ന് ശനിയാഴ്ച ആണ്, 12 മണിക്ക് പോസ്റ്റ് ഓഫീസ് അടയ്ക്കും, നിങ്ങൾക്ക് മണി ഓർഡർ വന്നിട്ട് പറഞ്ഞു. മണി ഓർഡർ വരുന്ന സമയം. അപ്പൊ അമ്മ നോക്കുമ്പോൾ ഈ 3 വയസ്സായ കുട്ടിയുണ്ട്, അതിന് മൂത്തത് 6 വയസ്സായ കുട്ടിയുണ്ട്. ഈ കുട്ടികളെ 2 പേരെയും ഒരുക്കി ചെല്ലുമ്പോഴത്തേക്കും പോസ്റ്റ് ഓഫീസ് അടച്ചു പോകും, പൈസ കിട്ടത്തില്ല, പിന്നെ തിങ്കളാഴ്ച കിട്ടത്തുള്ളൂ. അപ്പൊ അമ്മ ആലോചിച്ച് എന്താ ചെയ്യാ? അപ്പൊ അമ്മ മൂത്ത മകനെ 6 വയസ്സുള്ള കുട്ടിയെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ കുട്ട, അച്ഛൻ പൈസ അയച്ചിട്ടുണ്ട്, നമുക്കൊരു പൈസ ഇല്ല, അയ്യൊക്കെ തീർന്ന് എന്റെ കുട്ടിക്ക് അറിയാലോ. ശരിയാമ്മേ, എന്നാലേ ഞാൻ പോസ്റ്റ് ഓഫീസിൽ പോയി പൈസ വാങ്ങി ഓടി വരാം, എന്റെ കുട്ടി വാവക്കുട്ടീനെ നോക്കുമെന്ന് വെച്ചു. വാവക്കുട്ടീനെ വീഴാതെ സംരക്ഷിക്കാൻ കുട്ടി നോക്കുമെന്ന് വെച്ചു. ഞാൻ നോക്കിക്കോളാം അമ്മയെന്ന് പറഞ്ഞു. ആ കുട്ടിയെ വിശ്വാസത്തിൽ അമ്മ പെട്ടെന്ന് ഒരു സാരിയൊക്കെ വാരി ചുറ്റി ഇറങ്ങി ഓടി പോസ്റ്റ് ഓഫീസിൽ പോയി പൈസ വാങ്ങി ഒരു 15 മിനിറ്റ് കൊണ്ട് കതച്ചിങ്ങനെ വരികയാണ്. വരുമ്പോ നോക്കുമ്പോ മുറ്റത്ത് 2 പേരും ഉണ്ട്, ഒരു കുഴപ്പമില്ല, എന്തൊരു സമാധാനം. പക്ഷെ അതൊരു സംഭവം ഉണ്ടായി. എന്താണെന്നറിയാമോ? ഇങ്ങനെ കൂലിപ്പണി എടുത്ത് 4-5 വർഷത്തെ കഷ്ടപ്പാടുകൾ ഉണ്ടാക്കിയ പൈസ കൊണ്ട് പെയിന്റ് അടിച്ച് മനോഹരമാക്കിയ കൊച്ചു വീടിന്റെ ഭിത്തി മുഴുവൻ അടുക്കളയിൽ നിന്ന് കരിക്കട്ട എടുത്തു കൊണ്ടുവന്ന് മൂത്ത മകൻ വരച്ച് വെച്ചിട്ടുണ്ട്. ഈ വര കണ്ടിട്ട് കയറി വന്ന അമ്മ, മാന്ത്രയിലുള്ള ഒരു അമ്മയാണ് എന്ത് ചെയ്യുന്നറിയാമോ? മാന്ത്രമാരായ അമ്മമാർ, നമ്മുടെ നാട്ടിലെ അമ്മമാര് മുറ്റത്തുനിന്നൊരു വടി പിടിക്കും, അവനെ തൂക്കിപ്പിടിച്ച് ഒരു 4 എണ്ണം പൊട്ടിക്കും. പിന്നെ അച്ഛൻ വരുമ്പോ ഇതാ കണ്ടില്ലേ എങ്ങനെ പുന്നാരമോ കാട്ടിയെത്തുന്ന ഒരു 4 അടി കൂടെ വാങ്ങിച്ചു കൊടുത്താൽ നമുക്ക് ഒരു അത്യാവശ്യം ഒരു ടെൻഷൻ മാറില്ല. പക്ഷെ ഈ അമ്മ അങ്ങനെയല്ല ചെയ്തത്. ഈ അമ്മ ചെയ്തത് നിങ്ങൾക്ക് പരീക്ഷിക്കേണ്ടതായതുകൊണ്ട് മാത്രമാണ് ഞാൻ സമയം പോയിട്ടും പറയുന്നത്. ഈ അമ്മ ചെയ്തത് അതല്ല, ഈ മകൻ ചെയ്ത നന്മയാണ് കണ്ടത്. ചെറിയ കുട്ടിയെ വീഴാതെ സംരക്ഷിക്കണമെന്ന് പറഞ്ഞു, വാവക്കുട്ടിനെ നോക്കാൻ പറഞ്ഞത് ആ കുട്ടി ചെയ്തു. ആ കുട്ടി ചെയ്ത നന്മയാണ് അമ്മ കണ്ടത്. അമ്മ ഉടനെ മൂത്ത മോനെ വിളിച്ച്, എന്റെ കുട്ടനിങ് വാ, എന്റെ വാവക്കുട്ടിനെ എന്റെ മോൻ നോക്കിയില്ലോ, എന്റെ മോൻ നല്ല മോനാ എന്ന് പറഞ്ഞിട്ട് ചേർത്ത് കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്ത് ഒരു മുത്തം കൊടുത്തു. നല്ല മോന എന്റെ മോൻ. ആ കുട്ടി ആനന്ദ നിർവൃതിയിൽ നിൽക്കുകയാണ്.
അത് കഴിഞ്ഞിട്ട് മെല്ലെ അമ്മ നോക്കിയിട്ട് ചോദിച്ചു, നമ്മൾ ചോദിക്കുന്ന ചോദ്യം ആരടാ കുത്തി വരച്ചത്? അങ്ങനെയല്ല, ആരാ മോനെ ഈ ചിത്രമൊക്കെ വരച്ചത്? നല്ല ചിത്രമല്ല മോനെ, ഞാനമ്മ വരച്ചത്. ആണോ? മോൻ വരച്ചത് നല്ല ചിത്രം കേട്ടോ, എന്റെ കുട്ടി മിടുക്കൻ. അല്ല മോനെ, നമ്മുടെ അച്ഛൻ കഷ്ടപ്പെട്ട് കൂലിപ്പണി എടുത്ത് കൊണ്ടുവന്ന പൈസ കൊണ്ടല്ലേ നമ്മൾ പെയിന്റ് അടിച്ചൊക്കെ വീടുണ്ടാക്കിയത്. അപ്പൊ നമ്മൾ ചിത്രം വരയ്ക്കുന്നത് പേപ്പറിലല്ലേ, കളർ പെൻസിൽ കൊണ്ട് അല്ലേ? പേപ്പറിലല്ലേ നമ്മൾ വരയ്ക്കുക കളർ കൊണ്ട്. അയ്യോ എന്റെ അമ്മ, ഞാനത് ഓർത്തില്ലട്ടോ. ആ സാരല്ല കുട്ടി, പ്രശ്നമാക്കണ്ട. എന്റെ കുട്ടിക്ക് ഞാൻ കളറും പേപ്പറും ഒക്കെ വാങ്ങി തന്നു, ഈ കുട്ടി അത് വരച്ചാ പോരെ? മതിയമ്മേ, ഞാൻ ഇനി വരയ്ക്കുന്നില്ല. ആ എന്നാ വാങ്ങി തരാം കേട്ടോ. ഒന്നും ആയിക്കോട്ടെ, എന്നാ ഞാൻ തുടച്ചു കളഞ്ഞോട്ടെ മോനെ. അമ്മ തുടച്ചു കളഞ്ഞോളി. അമ്മ അകത്തോട്ടൊരു ബക്കറ്റ് വെള്ളം എടുത്ത് തുണി എടുത്തുകൊണ്ടൊന്ന് തുടക്കുകയാണ്. അപ്പൊ ഒരു തുണി എടുത്തുകൊണ്ട് ആരും വന്നു? മോനും വന്ന് തുടച്ചു കളഞ്ഞു. പിന്നെ ജീവിതത്തിൽ എന്തെങ്കിലും ആ കുട്ടി കുത്തി വരയ്ക്കോ? ഇതൊന്ന് പരീക്ഷിക്കാൻ പറ്റുമോ? അപ്പൊ നമ്മുടെ മക്കളെ തെറ്റിൽ നിന്ന് പരമാവധി എങ്ങനെ തിരുത്താൻ നോക്കണം? സ്നേഹം കൊണ്ട് തന്നെ തോൽപ്പിക്കണം. ഒരു നിവൃത്തിയില്ലേ, വടിയെടുത്ത് രണ്ടടി കൊടുക്കണം. ഒരടിയും കൊടുക്കാതിരുന്നാൽ കുഴപ്പമില്ല. ചിലപ്പോൾ വിചാരിക്കും ഇനി തല്ലാൻ പറ്റില്ല കേട്ടോ. പക്ഷെ അത്യാവശ്യത്തിനല്ലാതെ അടി കൊടുത്താലും പിന്നെ എന്ത് ചെയ്യണം? ആ അടി കൊടുത്തെടുത്ത് പിന്നെ പോയി കാര്യം പറഞ്ഞിട്ട് ഒരു ഉമ്മ കൊടുത്ത് ആ വേദന നമ്മൾ തിരിച്ചെടുക്കണം. സമ്മതിക്കണം. മക്കൾക്ക് ഒരടി അത്യാവശ്യം ഒന്നും എന്ത് ചെയ്യണം? ഒരടി കൊടുക്കണം. പക്ഷെ എന്ത് ചെയ്യണം? അതിന്റെ സങ്കടവും ദേഷ്യവും തീർന്നു കഴിയും പിന്നെ പോയി കൂട്ടി എന്തിനാ തന്നെ പറഞ്ഞ് ആ അടി കൊടുത്തൊരു ഉമ്മ കൊടുത്ത് ആ വേദന നമ്മൾ തിരിച്ചെടുക്കണം. ആ മക്കൾ നമ്മളെ അപേക്ഷിക്കോ? ചീത്ത അറിയോ? അവരെത്ര വളർന്നു വലുതായാലും നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഒരു വൃത്തനെ, ആ വൃത്തന്റെ ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ട്. അടുത്ത റൂമിൽ കൊണ്ടുപോയി മകന്റെ റൂമിലാക്കിയത് ഇല്ലേ? എന്നിട്ട് ആ മകൻ അച്ഛനോട് ചോദിച്ചു, അച്ഛൻ ഞാനൊരു 4-5 വയസ്സ് വരെ അച്ഛന്റെ മടിയിലും തലയിലും ഒക്കെ അപ്പിയിട്ടതാ, മൂത്രമൊഴിച്ചതാ. അങ്ങനെ ഒരു സമയത്ത് അച്ഛൻ എന്നെ കൊണ്ടുപോയി ബാലസദനത്തിലാക്കിയോ? ഇന്ന് പഠിപ്പിച്ച് മിടുക്കനാക്കി നല്ല നിലയിലെത്തിച്ച് കല്യാണം കഴിച്ച് ജോലിയും വാങ്ങി തന്ന് എല്ലാം തന്നു കഴിഞ്ഞിട്ട് ഈ അച്ഛനെ ഞാൻ കൈച്ചൂട്ട് പോലെ കുത്തിക്കെടുത്തി വലിച്ചെറിയണമായിരുന്നോ ചോദിച്ചത്? കൈച്ചൂട്ട് അറിയാമോ? ഒരു വീട്ടിൽ എത്തിക്കഴിഞ്ഞാൽ സ്ഥലത്തെത്തി കഴിഞ്ഞാൽ കുത്തിക്കെടുത്തി കളയും. അതുപോലെ എല്ലാം തന്ന എന്റെ അച്ഛനെ ഞാൻ കൈച്ചൂട്ട് പോലെ കുത്തിക്കെടുത്തി വലിച്ചെറിയണമെന്നാണോ എന്റെ അച്ഛൻ പറഞ്ഞെന്നാ ചോദിച്ചത്. അങ്ങനെ ഒരിക്കലും നമ്മളെ വലിച്ചെറിയാതിരിക്കും മക്കൾ, അവരെ നമ്മൾ ചേർത്ത് പിടിച്ചാൽ മതി എന്നും കൂടി പറഞ്ഞുകൊണ്ട് ഈ മനോഹരമായ ഗ്രാമീണാന്തരീക്ഷത്തിലെ നിഷ്കളങ്കരായ നന്മ നിറഞ്ഞ മനുഷ്യരുടെ കൂട്ടായ്മയായ ഈ സ്വാശ്രയ സംഘത്തിലെ കുടുംബാംഗങ്ങളുടെ പരിപാടിയിൽ പങ്കെടുക്കാൻ അവസരം തന്നത് എന്റെ ജീവിതത്തിൽ തീർച്ചയായിട്ടും മറക്കാനാവാത്ത അതീവ സന്തോഷവും ഒക്കെ നൽകുന്ന അനുഗ്രഹമാണ്. അങ്ങനെ എന്നെ കൂടി കൂട്ടാൻ മനസ്സ് കാണിച്ച ഷാജി അടക്കമുള്ള ആനന്ദൻ അടക്കമുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും എല്ലാവർക്കും ഹൃദയംഗമായ നന്ദി പറയും. ഞാൻ പറഞ്ഞു കൂട്ടൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എനിക്കൊരു വിഷമില്ല. ഏതായാലും സന്തോഷം എല്ലാവർക്കും.